Hello friends, ഇത്തവണ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ടൈം എക്സാം നടത്താൻ പോകുന്നതുകൊണ്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് കോമൺ ടു ഓൾ ബ്രാഞ്ചസ് ആണ്. അതിൻ്റെ കോഴ്സ് കോഡ് EST 102 ആണ്. പ്രോഗ്രാമിംഗ് ഇൻ C എന്നാണ് സബ്ജക്റ്റിൻ്റെ കോഴ്സിൻ്റെ പേര്. സോ ഇതിൻ്റെ സെറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ 100 മാർക്സിനുള്ള പേപ്പറാണ്. 3 hours ആൻസർ ചെയ്യണം. ഇതിലുള്ളത് പാർട്ട് എ എന്ന് പറഞ്ഞാൽ 10 ക്വസ്റ്റ്യൻ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 marks. സോ ഇതിൽ ചോയ്സ് വരത്തില്ല, എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. സോ പാർട്ട് എ ഈസ് ഹാവിങ് 10 ക്വസ്റ്റ്യൻസ്. പാർട്ട് ബി എന്നുള്ളത് ചോയ്സ് ഉള്ളതാണ്. സോ പാർട്ട് ബി will have choice. Each question will have choice. സോ ഓരോ ക്വസ്റ്റ്യന് 14 marks ആണ് അവാർഡ് ചെയ്തിരിക്കുന്നത് പാർട്ട് ബിയിലുള്ളത്. സോ നമുക്ക് പാർട്ട് ബി നോക്കിയാൽ 11 or 12. സോ ഇവിടെ 11 or 12, അതേപോലെ 13 or 14, 15 or 16, 17 or 18, 19 or 20. സോ ഇത്രയും ക്വസ്റ്റ്യൻസിന് ചോയ്സ് ഉണ്ട്. സോ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 14 marks. സോ 14 into 5 70 marks ആണ് ഫോർ പാർട്ട് ബി. ആൻഡ് പാർട്ട് എ 3 marks into 10 questions. സോ ടോട്ടൽ 100 marks ആണ്. സോ നമുക്ക് സോൾവ് ചെയ്യുന്ന ആൻസറിലോട്ട് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പ്രൊസസ്സർ ആൻഡ് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ. So ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ പ്രൊസസ്സർ ആൻഡ് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ. സോ processor is known as a microprocessor. It is a small electronic chip that is placed inside the computers and other electronic components. Processors can manage all instructions such as arithmetical, logical, input, output, and other basic instructions, which are created by hardware or operating system. Its main role is to obtain input data from input devices, perform computations, and then display accurate results on the output devices. Nowadays, more advanced processors are available in the market, which are capable of controlling trillions of instructions per second. Processors are used in personal computers as well as they can be used in to other electronic devices such as smartphones, tablets, personal digital assistants, etc. സോ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ പ്രൊസസ്സറാണ്. അതിലൊരു ഇലക്ട്രോണിക് ചിപ്പ് കാണും. അത് നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ അങ്ങനത്തെ ഇലക്ട്രോണിക് കോമ്പോണൻസിൽ എംബഡ് ചെയ്തിരിക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. കണക്ട് ചെയ്തിരിക്കും എന്ന് പറയാം. സോ അതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഹാർഡ്വെയർ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് അത് ഓരോരോ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് അത് പെർഫോം ചെയ്യും. സോ അതിൽ അർത്ഥമാറ്റിക്, ലോജിക്കൽ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, ബേസിക് ഇൻസ്ട്രക്ഷൻസ് എടുത്ത് വർക്ക് ചെയ്യും. സോ അതിൻ്റെ ഹാർഡ്വെയർ സിസ്റ്റമിനനുസരിച്ചുള്ള അതിൻ്റെ ഓരോരോ പ്രോസസ്സിംഗ് ആണ് ചെയ്യുന്നത്. A processor is made up of 4 basic elements: arithmetic and logic unit, floating point unit, registers, and the cache memories. So അതിന് 4 basic elements ഉണ്ട്: arithmetic, logic unit, floating point unit, registers, and the cache memories. The arithmetic and logic unit and floating point unit carry basic and advanced arithmetic and logic operations on numbers, and then results are sent to the registers, which also store instructions. Caches are small and fast memories that store copies of data for frequent use and act similarly to a random access memory. സോ ഈ അർത്ഥമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് യൂസ് ചെയ്യുന്നത് ബേസിക് അർത്ഥമാറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ 10 greater than 9
അങ്ങനത്തെ ഓരോരോ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അർത്തമാറ്റിക് ലോജിക് യൂണിറ്റ് യൂസ് ചെയ്യും. അതാണെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റും അതിന് സിമിലർ ആയിട്ടുള്ള നമ്പേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ക്യാച്ചസ് എന്ന് പറഞ്ഞാൽ, രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരോ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഇതാണ്, മെമ്മറി ഡിവൈസാണ്. സോ രജിസ്റ്റേഴ്സിൽ ഓരോരോ ഏതൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. സോ ക്യാച്ചസ് ആർ സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറീസ്. സോ ക്യാച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. സോ അത് ക്യാച്ചസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ടെമ്പററി മെമ്മറിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈസ് ഓഫ് ചെയ്താൽ അതിൽ സ്റ്റോർ ആയിരിക്കുന്ന മെമ്മറി ഓഫ് ആവും. So caches are small and fast memories that store copies of data of frequent use. So നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഡേറ്റ ക്യാച്ചിൽ സ്റ്റോർ ആയിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ യൂസ് ആവും. The CPU carries out its operations through the three main steps of the instruction cycle: fetch, decode, and execute. Fetch. The CPU retrieves instructions usually from RAM. സോ ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നതിൻ്റെ ഇതിന് ഫെച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ് CPU ഫോളോ ചെയ്യുന്നത്. അതേപോലെ നെക്സ്റ്റ് ഡീകോഡ്. എ ഡീകോഡർ കൺവേർട്സ് ദ ഇൻസ്ട്രക്ഷൻസ് ഇൻ ടു സിഗ്നൽസ് ടു ദ അതർ കോമ്പണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ. സോ ഓരോരോ കോമ്പണൻസ് അത് വർക്കാവുന്ന അതിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽസിന് അനുസരിച്ചാണ്. സോ ഡീകോഡർ എന്ന് പറയുന്നത് ആ ഇൻസ്ട്രക്ഷൻസിന് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഡിഫറെൻറ്റ് കോമ്പണൻസിന് സെൻഡ് ചെയ്യും. Execute. The now decoded instructions are sent to each component so that the desired operation can be performed. So next execution operations ആണ്. സോ നമ്മൾ ഡീകോഡഡ് ഇൻസ്ട്രക്ഷന് ആ കോമ്പോണൻറ്റിൽ എത്തിച്ചിട്ട് അതിന് ഓരോരോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് എക്സിക്യൂട്ട് എന്ന് പറയും. നെക്സ്റ്റ് മെമ്മറി. Memory is just like a human brain. It is used to store data and instructions. Computer memory is the storage space in the computer where data is to be processed and instructions required for performing are where the data is to be processed and instructions required for processing are stored. സോ നമ്മൾ ഹ്യൂമൻ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു അതേ കണക്ക് മെമ്മറി ഡിവൈസ് ഇൻസ്ട്രക്ഷൻസും ഡേറ്റയും സ്റ്റോർ ചെയ്യുന്നതാണ്. ഇത് കമ്പ്യൂട്ടറിലെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് മെമ്മറിയാണ്. ഡേറ്റ ഇസ് ടു ബി പ്രോസസ്ഡ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് അതാ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ മെമ്മറി ഈസ് പ്രൈമറിലി ഓഫ് 3 types. സോ 3 type മെമ്മറീസ് ഉണ്ട്: ക്യാച്ച് മെമ്മറി, പ്രൈമറി മെമ്മറി ഓർ മെയിൻ മെമ്മറി, സെക്കൻഡറി മെമ്മറി. ഫസ്റ്റ് ക്യാച്ച് മെമ്മറി. So cache memory is a volatile memory. So cache memory is very high speed semiconductor memory which can speed up the CPU. It acts as a buffer between the CPU and the main memory. So it is used to hold those parts of data and programs which are most frequently used by the CPU. The parts of data and programs are transferred from the disk to cache memory by the operating system from where the CPU can access them. സോ ക്യാച്ച് മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു ഹൈ സ്പീഡ് സെമി കണ്ടക്ടർ മെമ്മറിയാണ്. സോ ഈ CPU-നെ സ്പീഡപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇറ്റ് വിൽ സ്റ്റോർ ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഡേറ്റ. സോ നമ്മൾ നെക്സ്റ്റ് അതിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ എളുപ്പമാവും, അതിൻ്റെ ടൈം കൺസംഷൻ കുറയും. സോ ഫാസ്റ്റ് ഡേറ്റ ആക്സസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്യാച്ച് മെമ്മറി. നെക്സ്റ്റ് പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറി, മെയിൻ മെമ്മറി, it is also a volatile memory. Primary memory holds only those data and instructions on which the computer is currently working. It has a limited capacity and data is lost when power is switched off. It is generally made up of semiconductor devices. These memories are not as fast as registers. The data and instruction required to be processed resides in the main memory. It is divided into 2 subcategories, RAM and ROM. So primary memory എന്ന് പറഞ്ഞാലും വോളറ്റൈൽ മെമ്മറി എന്നാണ്. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡിവൈസിൻ്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്താൽ അതിൽ എക്സിസ്റ്റ് ആവുന്ന ഡേറ്റ എല്ലാം ഡിലീറ്റ് ആവും. സോ ഇതിന് പ്രൈമറി മെമ്മറിക്ക് ഒരു ലിമിറ്റഡ് കപ്പാസിറ്റിയാണുള്ളത്. ഇത് രജിസ്റ്ററിൻ്റെ അത്ര ഫാസ്റ്റ് അല്ല. സോ ഇതിലും ഇൻസ്ട്രക്ഷൻസും ഡേറ്റയും സ്റ്റോർ ആവും.
സോ ഇതിന് രണ്ട് സബ് കാറ്റഗറി ഉണ്ട്, റാം ആൻഡ് റോം. റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ റോം ആണ്, റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ റാം ആണ്. നെക്സ്റ്റ് സെക്കൻഡറി മെമ്മറി. ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ് external memory or non-volatile memory. It is slower than the main memory. These are used for storing data or information permanently. സോ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. നമ്മൾ ആ ഡിവൈസ് ടേൺ ഓഫ് ചെയ്താലും സ്വിച്ച് ഓഫ് ചെയ്താലും അതിൽ ഡേറ്റ സ്റ്റോർ ആയിരിക്കും അല്ലെങ്കിൽ സേവ് ആയിരിക്കും. സോ പെർമനൻറ്റ് ഡേറ്റ സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. സോ CPU directly does not access these memories. Instead, they are accessed via input-output routines. സോ ഇൻപുട്ട് ഔട്ട്പുട്ട് റൂട്ടീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് നമ്മൾ ഒരു സിഗ്നൽ ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന അതേ കണക്ക് അത് പ്രോസസ്സായിട്ട് പിന്നെയാണ് അത് ഔട്ട്പുട്ടിനനുസരിച്ച് അത് സെക്കൻഡറി മെമ്മറി ആക്സസ് ചെയ്യുന്നത്. ദ കണ്ടൻസ് ഓഫ് സെക്കൻഡറി മെമ്മറീസ് ആർ ഫസ്റ്റ് ട്രാൻസ്ഫേർഡ് ടു ദ മെയിൻ മെമ്മറി and then the CPU can access it. For example, disk, CD-ROM, DVD, etc. So hard disk, CD-ROM, DVD എല്ലാം secondary memory ആണ്. Second question, what are the differences between compiled and interpreted languages? Give example for each. So the differences between compiled and interpreted languages അതിൻ്റെ എക്സാമ്പിൾസ്. സോ ഇത് ടേബിൾ ഫോമിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ കമ്പൈൽഡ് ലാംഗ്വേജ്, റൈറ്റ് സൈഡിൽ ഇന്റർപ്രിറ്റഡ് ലാംഗ്വേജ്. ഫസ്റ്റ് പോയിന്റ്, എ കമ്പൈൽഡ് ലാംഗ്വേജ് ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഹൂസ് ഇംപ്ലിമെന്റേഷൻസ് ആർ ടിപ്പിക്കലി കമ്പൈലേഴ്സ് ആൻഡ് ഇന്റർപ്രിറ്റേഴ്സ്. സോ കമ്പൈൽഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യുന്നതാണ്. ഫ്രം സോഴ്സ് കോഡ് ടു മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. സോ ദ ഇംപ്ലിമെന്റേഷൻസ് ആർ ടിപ്പിക്കലി കമ്പൈലേഴ്സ് ആൻഡ് നോട്ട് ഇന്റർപ്രിറ്റേഴ്സ്. സോ ഇംപ്ലിമെന്റേഷൻ യൂസ് ചെയ്യുന്നത് കമ്പൈലേഴ്സ് മാത്രമായിരിക്കും, നോട്ട് ഇന്റർപ്രിറ്റേഴ്സ്. സോ ഇതിൽ ഇന്റർപ്രിറ്റേഴ്സ് കാണില്ല. നെക്സ്റ്റ്, an interpreted language is a programming language whose implementations execute instructions directly and freely without previously compiling a program into machine language instructions. So ഇത് ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഇൻസ്ട്രക്ഷൻസ് ഡയറക്റ്റ്ലി ആയിട്ട് വിത്തൗട്ട് പ്രീവിയസ്ലി കമ്പൈലിംഗ് എ പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. സോ ഇന്റർപ്രിറ്റർ എന്ന് പറയുന്നത് പ്രീവിയസ്ലി കമ്പൈൽഡ് അല്ലാത്ത ഒരു പ്രോഗ്രാമിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, compiled language. In this language, once the program is compiled, it is expressed in the instructions of the target machine. സോ ഇത് കമ്പൈൽ ആവുമ്പോൾ അത് ടാർഗറ്റ് മെഷീൻ്റെ എന്താ മെഷീൻ ലാംഗ്വേജ് ആണോ ഉള്ളത് അതിനനുസരിച്ച് ഇതാവും, കൺവേർട്ട് ആവും. Second point for interpreted language. In this language, the instructions are not directly executed by the target machine. Third point, there are at least two steps to get from source code to execution. So compiled language in third point, there are at least two steps to get from source code to execution. So for interpreted language, there is only one step to get from source code to execution. Fourth point for compiled language. In this language, compiled programs run faster than interpreted programs. So fourth point, compiled programs run faster than interpreted programs. For interpreted language, interpreted programs can be modified while the program is running. Fifth point for compiled language, compilation errors prevent the code from compiling. Next, fifth point for interpreted language, all the debugging occurs at runtime. സോ ഈ എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഴ്സ് കോഡിൽ എന്തെങ്കിലും എറേഴ്സ് വന്നാൽ അത് എക്സിക്യൂട്ട് ആവില്ല. സോ അത് കമ്പൈലേഷനിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ആ എറേഴ്സ് കറക്റ്റ് ചെയ്തിട്ടോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോകാൻ പറ്റും. നെക്സ്റ്റ്, ഇന്റർപ്രിറ്റഡ് ലാംഗ്വേജിൽ ഡിബഗിങ് അക്കേഴ്സ് അറ്റ് റൺ ടൈം. സോ ഡിബഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതാണ്. Sixth point, the code of compiled language can be executed directly by the computer's CPU.
Sixth point for interpreted language, a program written in an interpreted language is not compiled, it is interpreted. Seventh point for compiled, this language delivers better performance. For interpreted language, this language delivers relatively slower performance. Example of compiled language, C, C++, C hash, CLEO, COBOL, etc. Example of interpreted language, JavaScript, Perl, Python, Basic, etc. So next question number 3 ആണ്. Write a C program to read a natural number through keyboard and to display the reverse of the given number. For example, if 3214567 is given as input, the output should be output shown is 7654123. So ഇത് program to find the reverse of a n-digit number. So ഇത് ഡയറക്റ്റ് പ്രോഗ്രാം എഴുതുന്നതിന് 3 marks ആണ്. സോ ഇതിൽ hash include stdio.h header file include ചെയ്യുന്നു, hash include conio.h. Next main open floor bracket integer a b s equal to 0. So 3 integer type variables ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ്. എസ് എന്ന് പറയുന്ന സമ്മിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്, അതിന് 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഇത് ക്ലിയർ സ്ക്രീൻ യൂസ് ചെയ്യുന്നത് നമ്മൾ സി എഡിറ്ററിൽ എന്തെങ്കിലും ജങ്ക് ഡേറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആവണം ഔട്ട്പുട്ട് സ്ക്രീനിൽ. നെക്സ്റ്റ് പ്രിന്റ് ഓഫ് എൻറ്റർ ദ നമ്പർ. സോ ഇതൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്പർ എൻറ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതാണ്. നമ്മൾ എൻറ്റർ ചെയ്യുന്ന നമ്പർ അത് എയിൽ സ്റ്റോർ ആവും. സോ അഡ്രസ് ഓഫ് എയിൽ ഇൻറ്റിജർ ടൈപ്പ് ഡേറ്റ സ്റ്റോർ ആവും. സോ നെക്സ്റ്റ് ഒരു വൈൽ ലൂപ്പ് യൂസ് ചെയ്യാണ്. എ ഈസ് ഗ്രേറ്റർ ദൻ 0. സോ വൈൽ ദ നമ്പർ ഇസ് ഗ്രേറ്റർ ദൻ 0 ഈ സൈക്കിൾ എക്സിക്യൂട്ട് ആവും. സോ ഫസ്റ്റ് എ മോഡുലസ് 10. സോ എ മോഡുലസ് 10 എന്ന് പറഞ്ഞാൽ എന് നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ ബിയിൽ സേവ് ചെയ്യും. സോ അതാണ് ആ ഓപ്പറേഷൻ. നെക്സ്റ്റ് സോ ഈ എക്സാമ്പിളിൽ നമ്മൾ 1 2 3 4 5 6 7 8 9. സോ സിംപ്ലിഫൈ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 1 2 3 എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. സോ 1 2 3 ആണെങ്കിൽ എ ഈസ് 1 2 3. 1 2 3 മോഡുലസ് 10 ആവുമ്പോൾ 1 2 3 ഡിവൈഡഡ് ബൈ 10 3 ക്യാരി ആണ്. സോ 3 ബിയിൽ സേവ് ആവും. നെക്സ്റ്റ് എസ് ഇൻറ്റു 10 പ്ലസ് ബി. സോ എസിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് 0 ആണ്. സോ 0 ഇൻറ്റു 10 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ബിയുടെ വാല്യൂ 3 ആണ്. സോ 0 പ്ലസ് 3 ഈസ് 3. സോ 3 ഈസ് അസൈൻ ടു എസ്. സോ എസിൻ്റെ വാല്യൂ 3 ആണ്. നെക്സ്റ്റ് 1 2 3 ഡിവൈഡഡ് ബൈ 10. സോ 1 2 3 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. സോ ദ ന്യൂ വാല്യൂ ഓഫ് എ ഈസ് 12. സോ നമ്മൾ ഇൻറ്റീജർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഡെസിമൽ പോയിന്റ് വരില്ല. സോ 12 ഈസ് ദ ന്യൂ വാല്യൂ ഓഫ് എ. നെക്സ്റ്റ് വൈൽ ലൂപ്പിൽ പോകുമ്പോൾ 12 ഈസ് ഗ്രേറ്റർ ദാൻ 0 ഇവിടെ വരും. സോ 12 മോഡുലസ് 10 ഈസ് 2. സോ 12 ബൈ 10 ആവും ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടും. 2 ഈസ് അസൈൻ ടു ബി. സോ ബിയുടെ പുതിയ വാല്യൂ 2 ആണ്. സോ എസ് ഈക്വൽ ടു എസ് ഇൻറ്റു 10 പ്ലസ് ബി. സോ ഇതെന്താണ്, എസിൻ്റെ പ്രസന്റ് വാല്യൂ 3 ആണ്. 3 ഇൻറ്റു 10 പ്ലസ് ബിയുടെ വാല്യൂ 2 ആണ്. സോ 3 10s are 30 പ്ലസ് 2 32 ആയി. സോ 32 ഈസ് അസൈൻ ടു എസ്. എസിൻ്റെ പുതിയ വാല്യൂ 32 ആണ്. നെക്സ്റ്റ് എന്താവും, 12 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. സോ 1 ഈസ് ദ ന്യൂ വാല്യൂ ഓഫ് എ. സോ എ 1 ഈസ് ഗ്രേറ്റർ ദാൻ 0. തിരിച്ചും ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ എന്താവും, 1 മോഡുലസ് 10. സോ ബിയുടെ പുതിയ വാല്യൂ 1 ആയി. 32 ഇൻറ്റു 10 പ്ലസ് 1. സോ നമുക്ക് ഇത് ചെയ്യുമ്പോൾ 321 കിട്ടും. 321 ഇസ് ദ ന്യൂ വാല്യൂ ഓഫ് എസ്. സോ ഇത് ഈ സൈക്കിൾ നെക്സ്റ്റ് എന്താണ്, 0 ആകുമ്പോൾ 0 ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0. സോ ഇതെന്താവും, ലൂപ്പ് നിന്ന് പുറത്തോട്ട് വരും. റിവേഴ്സ് ഓഫ് പെർസെൻറ്റേജ് ഡി ഈസ്, സോ റിവേഴ്സ് ഓഫ് 1 2 3 ഈസ് 3 2 1 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. സോ ആക്ച്വലി നമ്മൾ ഈ പ്രോഗ്രാം വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. So online C compiler. So enter the number.
1, 2, 3, 4, 5, 6, 7, 8, 9. So output the reverse is 9, 8, 7, 6, 5, 4, 3, 2, 1. So അത് reverse കാണിക്കുന്നു. So next fourth question. Fourth question, is it advisable to use go-to statements in a C program? Justify your answer. So a go-to statement in C programming provides an unconditional jump from the go-to to a labeled statement in the same function. Note, use of go-to statements is highly discouraged in any programming language because it makes it difficult to trace the control of flow of a program, making the program hard to understand and hard to modify. Any program that uses a go-to can be rewritten to avoid them. So go-to എന്ന് പറയുന്ന ഒരു അൺകണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അത് യൂസ് ചെയ്യാൻ അത്ര ഫീസിബിൾ അല്ല. സോ നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും പ്രോഗ്രാമിലുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. The syntax for a go-to statement in C is as follows. Go to label. So label എന്ന് പറഞ്ഞാൽ go to start ആയിരിക്കാം, go to 1 ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു ലേബിൾ ആയിരിക്കും. സോ go to label. നെക്സ്റ്റ് ലേബിൾ സ്റ്റേറ്റ്മെന്റ്. സോ ഈ ഗോ ടു ചെയ്യുമ്പോൾ ഇത് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ഈ പാർട്ടിലോട്ട് പോകും, എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. സോ അതൊരു അൺകണ്ടീഷണൽ ജമ്പ് ആണ്. ഹിയർ ദ ലേബിൾ കെൻ ബി എനി പ്ലെയിൻ ടെക്സ്റ്റ് എക്സെപ്റ്റ് സി കീവേഡ് and it can be set anywhere in the C program above or below the go to statement. So ഇത് ഫ്ലോ ചാർട്ട് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ആവുന്ന അതിനുശേഷം ഗോ ടു ലേബിൾ 3 എന്നുള്ളത് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് 3 എന്ന് പറയുന്ന കോഡിന്റെ ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. സോ ഇതിന്റെ എക്സാമ്പിൾ പ്രോഗ്രാമാണ്. സെയിം ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് ഒരു നമ്പറിനെ റിവേഴ്സ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ആക്സെപ്റ്റ്സ് ദ നമ്പർ ആൻഡ് റിവേഴ്സ് ഇറ്റ്. സോ ഇതെല്ലാം ഹാഷ് ഇൻക്ലൂഡ് സ്റ്റുഡിയോ മെയിൻ എല്ലാം അതേ കണക്കാണ്. സോ ഇൻറ്റീജർ നമ്പർ റിവേഴ്സ് ഈക്വൽ ടു 0 ഡിജിറ്റ് ടെംപ് നമ്പർ, ടെമ്പററി നമ്പർ. സോ എൻറ്റർ എ നമ്പർ %d ആൻഡ് നമ്പർ, ടെമ്പററി നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ. സോ നമ്മൾ ഇത് നേരത്തെ ചെയ്ത പ്രോഗ്രാമിന് സിമിലർ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു ലേബിൾ യൂസ് ചെയ്യുന്നു. സോ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത വൈൽ ലൂപ്പിനെ പോലെ സ്റ്റാർട്ട് എന്നുള്ള ലേബിൾ യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഡിജിറ്റ് ഈക്വൽ ടു നമ്പർ മോഡുലസ് 10, റിവേഴ്സ് ഈക്വൽ ടു റിവേഴ്സ് ഇൻ ടു 10 പ്ലസ് ഡിജിറ്റ്, നമ്പർ മോഡുലസ് നമ്പർ ഈക്വൽ ടു നമ്പർ മോഡുലസ് നമ്പർ ഡിവൈഡഡ് ബൈ 10. സോ ഇത് ആക്ച്വലി ഇതിന് ഈ സ്റ്റേറ്റ്മെന്റിന് സിമിലർ ആണ്. സോ ഇങ്ങനെയും എഴുതാം, സെയിം മീനിങ് തന്നെയാണ്. സോ ഇഫ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0 ഗോ ടു സ്റ്റാർട്ട്. സോ ഇത് ആക്ച്വലി ഈ ലൂപ്പ് വൈൽ ലൂപ്പിന് സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വൈൽ എ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഒരു ലൂപ്പാണ്. സോ ഈ ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് വന്നതിന് ശേഷം പ്രിന്റ് ഓഫ് ഇൻപുട്ട് നമ്പർ ഈക്വൽ ടു ടെമ്പററി അണ്ടർസ്കോർ നമ്പർ, റിവേഴ്സ് നമ്പർ ഈക്വൽ ടു. സോ ആ റിവേഴ്സ് നമ്പർ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെയിം സിമിലർ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. സോ ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാൽ സിമിലർ ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. സോ എൻട്രി നമ്പർ എന്ന് ചോദിക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ദ റിവേഴ്സ് നമ്പർ ഇസ് 9, 8, 7, 6, 5, 4, 3, 2, 1. സോ നമ്മൾ ഇൻപുട്ട് ചെയ്ത നമ്പറും ഔട്ട്പുട്ടിൽ കാണിക്കുന്നുണ്ട്. സോ ഇത് ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് വേസ് in which you can declare and initialize a single dimensional array. So initializing one dimensional array, assigning some value to the variable that undergoes processing. So syntax of one dimensional array. So data type, array name, size of the array is equal to element 1, element 2, element n. So ഇത് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്ന ഒരു വൺ ഡയമെൻഷണൽ അറേ ഇനിഷ്യലൈസ് ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് ആണ്. സോ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇനി ഡേറ്റ ടൈപ്പ് ആയിരിക്കാം, ഇൻറ്റീജർ, ഫ്ലോട്ട്, ക്യാരക്ടർ, അങ്ങനെ എന്തെങ്കിലും ഒരു ഡേറ്റ ടൈപ്പ് ആയിരിക്കാം. അറേ നെയിം എന്ന് പറയുന്നത് നമ്മൾ അറയ്ക്ക് കൊടുക്കുന്ന നെയിമാണ്. സോ നമ്മൾ ഏതെങ്കിലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള നമ്പർ അല്ലെങ്കിൽ ഇൻറ്റീജർ വേരിയബിൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുന്നതാണ്. സൈസ് എന്ന് പറയുന്ന അറേയുടെ സൈസാണ്. ഇതൊരു നമ്പർ ആയിരിക്കും, ഇൻറ്റീജർ നമ്പർ ആയിരിക്കും, 10, 20, 100, 1000. സോ എലിമെന്റ് 1, എലിമെന്റ് 2 എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്.
So where data type is the basic data type, array name is the name of the array, size is the maximum number of elements. So ഇതൊരു example of initializing an array ആണ്. So ഇതൊരു integer type array ആണ്. So ഇതിന്റെ പേര് arrayയുടെ name even numberനെ represent ചെയ്യുന്ന ഒരു array ആണ്. So ഇതിന്റെ maximum number of elements 4 ആണ്. So ഇതാണ് arrayയുടെ size. So ഇത് നമ്മൾ initialize ചെയ്തിരിക്കുന്ന 4 നമ്പർ ആണ്, 2, 4, 6, 12. So ഇത് മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ആവുന്നത് so even number of 0, even number of 1, even number of 2, even number of 3. So array size ന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് 0 എന്ന് സ്റ്റാർട്ട് ആവുന്നതാണ്. സോ ലാസ്റ്റ് എലിമെന്റ് എന്ന് പറഞ്ഞാൽ array സൈസിന്റെ -1. സോ 0, 1, 2, 3. സോ ആക്ച്വലി 4 ആണ് സൈസ്. സോ ഇതിൽ സ്റ്റോർ ആവുന്ന ഫസ്റ്റ് കൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻ 2, പിന്നെ അത് 4, പിന്നെ 6, പിന്നെ 12. സോ നെക്സ്റ്റ് എക്സാമ്പിൾ ഫ്ലോട്ട് XYZ. സോ ഇതൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ്. XYZ എന്ന് പറയുന്ന അറേ നെയിം ആണ്. ഫ്ലോട്ട് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ആണ്. 5 ഇസ് ദ സൈസ് ഓഫ് ദി അറേ. 5 എന്ന് പറയുന്ന അറേയുടെ സൈസ് ആണ്. സോ ഇതിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന 3 നമ്പേഴ്സ് മാത്രമാണ്. സോ ആക്ച്വലി നമ്മൾ 5 സ്പേസ് ഡിക്ലെയർ ചെയ്താലും സൈസ് കൊടുത്തിരുന്നാലും പക്ഷെ നമ്മൾ 3 നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളൂ. സോ ഓട്ടോമാറ്റിക്കലി ബാക്കി 2 നമ്പറിൽ 0 സ്റ്റോർ ആവും. സോ ഇതിലും ഫസ്റ്റ് മെമ്മറി ലൊക്കേഷനിൽ 1.2, സെക്കൻഡിൽ 2.4, തേർഡിൽ 3.6, ഫോർത്തും ഫിഫ്ത്തും ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക് അത് 0 ആവും. സോ അത് കണക്ക് ഇനിയും 2 എക്സാമ്പിൾ. ഇൻറ്റീജർ ഏജ്. സോ ഇത് ഡൈനാമിക് അറേ ഡിക്ലറേഷൻ ആണ്. സോ ഇതിൽ നമ്മൾ സൈസ് കൊടുത്തിട്ടില്ല, സബ്സ്ക്രിപ്റ്റിനകത്ത് ബ്ലാങ്ക് വിട്ടിരിക്കുകയാണ്. സോ നമ്മൾ എത്ര നമ്പറാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് മെമ്മറി സ്പേസ് അലൊക്കേറ്റ് ആവും. സോ ഇതിലെന്താണ് ഇവിടെ നമ്മൾ ബ്ലാങ്ക് വിട്ടിരിക്കുന്നത്, ഇവിടെ 1, 2, 3, 4, 5, 6 എലിമെന്റ്സ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. സോ ആ 6 എലിമെന്റ്സിന്റെ മെമ്മറി സ്പേസ് ഇതിൽ അലൊക്കേറ്റ് ആവും. സോ സിമിലർലി ഫ്ലോട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് സോ ഇൻറ്റീജർ വേരിയബിളിന് 2 ബൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 2 × 6 12 ആണ് ഇതിൽ അസൈൻ ആവുന്നത്. അതേ കണക്ക് ഫ്ലോട്ടിന് 4 ബൈറ്റ്സ് ആണ്. 1, 2, 3, 4 എലിമെന്റ്സിന് 4 4 16 ബൈറ്റ്സ് ആണ് അലൊക്കേറ്റ് ആവുന്നത്. സോ ഇത് ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ്റെ ഇതാണ്, എക്സാമ്പിൾ ആണ്. In the first example, the array age is initialized for its 6 elements. The size is 6. In the second example, the array height is initialized for its 4 elements. Here the size is 4. Next, question number 6. Write a C program to read a sentence through keyboard and to display the count of white spaces in the given sentence. So ഇത് ആക്ച്വലി നമ്മൾ ഒരു സെന്റൻസ് ടൈപ്പ് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഇത് തന്നെ ഒരു സെന്റൻസ് ആണെന്ന് വിചാരിച്ചാൽ ആ സെന്റൻസിൽ ഇടയ്ക്കുള്ള ഓരോരോ വേർഡിന് ഇടയ്ക്കുള്ള ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. സോ ആ ബ്ലാങ്ക് സ്പേസ് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. സോ ഇത് നമ്മൾ കൗണ്ട് ചെയ്താൽ 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ പോകുന്നു. സോ എത്ര ബ്ലാങ്ക് സ്പേസ് ഉണ്ട് അത് കൗണ്ട് ചെയ്യണം. സോ ഈ പ്രോഗ്രാമാണ് ഇത്. ഹാഷ് ഇൻക്ലൂഡ്സ് studio.h ഹാഷ് മെയിൻ ഇൻറ്റ് മെയിൻ. നെക്സ്റ്റ് ഓപ്പൺ ഫോർവേഡ് ക്യാരക്ടർ അറേ ഓഫ് 60. സോ നമ്മളൊരു സെന്റൻസ് 60 ആൽഫബറ്റ് ഉള്ള ഒരു സെന്റൻസ് ടൈപ്പ് ചെയ്യാൻ പറ്റും. സോ അറേയുടെ നെയിം A ആണ്. സോ ഇൻറ്റീജർ I = ഇൻഡെക്സ് വേരിയബിൾ നമ്മൾ 0 ഇനിഷ്യലൈസ് ചെയ്ത് കൗണ്ട് = 0. സോ നമ്മൾ അതിന് നമ്പർ ഓഫ് വൈറ്റ് സ്പേസ് കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ എൻറ്റർ ദ സ്ട്രിങ്. സോ നമ്മൾ സ്ട്രിങ്ങിനെ എൻറ്റർ ചെയ്യുന്നത് ഗെറ്റ്സ് ഓഫ് A. ഗെറ്റ്സ് ഓഫ് A എന്ന് പറയുന്ന അൺഫോർമാറ്റഡ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമ്മൾ സ്കാൻ ഓഫ് പെർസെൻറ്റേജസ് ആംപർസാൻഡ് ആ വേർഡിന് നമ്മൾ ആംപർസാൻഡ് A എന്ന് കൊടുക്കുന്നതിന് പകരം ഗെറ്റ്സ് ഓഫ് A. സോ അൺഫോർമാറ്റഡ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കണക്ക് പുട്ട്സ് ഓഫ് A ഇത് പ്രിന്റ് ചെയ്യും. സോ നമ്മൾ എൻട്രി ചെയ്യുന്ന വേർഡിനെ ഒന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി അൺഫോർമാറ്റഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നെക്സ്റ്റ് വൈൽ A സബ്സ്ക്രിപ്റ്റ് I നോട്ട് ഈക്വൽ ടു /0. സോ നമ്മൾ എന്ത് സെന്റൻസ് C കമ്പൈലർ റീഡ് ചെയ്താലും ലാസ്റ്റ് ആൽഫബറ്റ് /0 ഉണ്ടാവുന്നത്. സോ ലാസ്റ്റ് ആൽഫബറ്റ് കഴിയുമ്പോൾ അത് /0 ആയിട്ട് കൗണ്ട് ചെയ്യും. സോ അത് നമ്മളൊരു വൈൽ ലൂപ്പ് കൊടുത്തിരിക്കുന്നതാണ്. വൈൽ A <0 എന്ന് പറയുന്ന അതേപോലെ തന്നെ വൈൽ A of I നോട്ട് ഈക്വൽ ടു /0. സോ നമ്മൾ യൂഷ്വലി സ്ട്രിങ്ങിന് യൂസ് ചെയ്യുന്ന വൈൽ ലൂപ്പ് ഇതേപോലത്തെ ഇതായിരിക്കും, സ്റ്റൈലായിരിക്കും. സോ ഇഫ് A of I is equal to സിംഗിൾ ഇൻവേർട്ടഡ് കോമ സ്പേസ് സിംഗിൾ ഇൻവേർട്ടഡ് കോമ. ആക്ച്വലി 2 സിംഗിൾ ഇൻവേർട്ടഡ് കോമയുടെ ഇടയ്ക്ക് ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. സോ A of I =
blank space. So blank space നെ നമ്മൾ രണ്ട് ഇൻവെർട്ടഡ് കോമ വെച്ച് ഇത് ചെയ്തിരിക്കുകയാണ്, മെൻഷൻ ചെയ്തിരിക്കുകയാണ്, ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ ഫ്ലോർ ബ്രാക്കറ്റ് കൗണ്ട് പ്ലസ് പ്ലസ്. സോ അത് ആ ഇൻഡെക്സ് വേരിയബിൾ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ട് പോകും. ക്ലോസ് ഫ്ലോർ ബ്രാക്കറ്റ് ഐ പ്ലസ് പ്ലസ്. സോ ഇത് നമ്മൾ കൗണ്ട് പ്ലസ് പ്ലസ് ചെയ്യുന്ന എന്താണ്, ഇഫ് എ ഓഫ് ഐ ഈസ് ഈക്വൽ ടു ബ്ലാങ്ക് സ്പേസ്. സോ നമ്മൾ ആ വേർഡിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ അത് ബ്ലാങ്ക് സ്പേസ് ആണെങ്കിൽ കൗണ്ടിൻ്റെ വേരിയബിൾ ഒന്ന് പ്ലസ് ആവും. നെക്സ്റ്റ് ഐ പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആൽഫബറ്റ് അങ്ങനെ മുന്നോട്ട് പോകും. എന്നിട്ട് ക്ലോസ് ഫ്ലോർ ബ്രാക്കറ്റ് നമ്പർ ഓഫ് ബ്ലാങ്ക് സ്പേസസ് ഇൻ ദ സ്ട്രിങ് ഇസ് %d കൗണ്ട്. സോ ഇത് കൗണ്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യും. സോ ഇതിൽ എന്താണ് നമ്മൾ ഔട്ട്പുട്ടിൽ എൻ്റർ ദ സ്ട്രിങ്. നൗ ഡേയ്സ് പീപ്പിൾ ഹാവ് ഗോട്ട് യൂസ് ടു സ്റ്റേയിങ് ഇൻ ഹോം ഫോർ ലോങ് ഡ്യൂറേഷൻസ്. സോ ഇതിൻ്റെ കൗണ്ട് ചെയ്താൽ നമ്പർ ഓഫ് ബ്ലാങ്ക് സ്പേസസ് ഇൻ എ സ്ട്രിങ് ഇസ് 13. സോ ഇത് നമ്മൾ കൗണ്ട് ചെയ്താൽ 13 ബ്ലാങ്ക് സ്പേസസ് കാണും. സോ നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ആക്ച്വലി നൗ രണ്ട് എ ഉണ്ട്. സോ അതിനനുസരിച്ച് അത് ഔട്ട്പുട്ട് കാണിക്കും. സോ നൗ ഡേയ്സ് പീപ്പിൾ ഹാവ് ഗോട്ട് യൂസ് ടു സ്റ്റേയിങ് അറ്റ് ഹോം. സോ ഇത് നമ്പർ ഓഫ് ബ്ലാങ്ക് സ്പേസ് ഇൻ ദ സ്ട്രിങ് ഇസ് 11. സോ നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഫങ്ഷൻസ് ഇൻ എ പ്രോഗ്രാം? സോ ഇത് 7th ക്വസ്റ്റ്യൻ ആണ്. These are the following advantages of C functions. Use of functions enhances the readability of a program. A big code is always difficult to read. So നമ്മൾ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് സി പ്രോഗ്രാമിംഗ് വർക്ക് ആവുന്നത്. സോ മുകളിൽ നിന്ന് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ്സ് താഴോട്ട് എക്സിക്യൂട്ടായി പോകുന്നതാണ്. സോ നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്താൽ ഒരു വലിയ പ്രോഗ്രാമിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ നമ്മൾ വലിയ പ്രോഗ്രാംസിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ അതിന് വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോഡിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനും പറ്റും. സോ ബ്രേക്കിംഗ് ദ കോഡ് ഇൻ സ്മോളർ ഫങ്ഷൻസ് കീപ്സ് ദ പ്രോഗ്രാം ഓർഗനൈസ്ഡ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മേക്സ് ഇറ്റ് റീയൂസബിൾ. സോ റീയൂസബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫങ്ഷനിൽ യൂസ് ആവുന്നത് കോഡിനെ നമുക്ക് വീണ്ടും റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാൻ പറ്റും. വേറെ പ്രോഗ്രാംസിൽ ആ പ്രോഗ്രാമിൻ്റെ പല ഭാഗത്തായിട്ട് നമുക്ക് റിപ്പീറ്റഡ്ലി കോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. The C compiler follows top-down execution, so the control flow can be easily managed in case of functions. The control will always come back to the main function. So C compiler usually follow another top-down execution ആണ്. So control flow can be easily managed in case of functions. So നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ ഫംഗ്ഷനിൽ കോൾ ചെയ്യുന്നതിനനുസരിച്ച് അത് ഫംഗ്ഷനിലോട്ടും മെയിൻ ഇതിലോട്ടും ചേഞ്ച് ആവും. It reduces the complexity of the program and gives it a modular structure. So കോംപ്ലക്സിറ്റി പ്രോഗ്രാമിന് എന്തെങ്കിലും കൺഫ്യൂസിങ് ആയിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം ലെന്തി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഒരു മോഡുലർ സ്ട്രക്ചർ കൊടുക്കാൻ പറ്റും. സോ നമ്മളൊരു എൻറ്റയർ സിലബസിന് മോഡ്യൂൾസ് ആയിട്ട് ഫസ്റ്റ് മോഡ്യൂൾ, സെക്കൻഡ് മോഡ്യൂൾ, തേർഡ് മോഡ്യൂൾ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ എൻറ്റയർ സിലബസ് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ അത് എളുപ്പമായിട്ട് നമുക്ക് സിംപ്ലിഫൈ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ അതേ കണക്ക് തന്നെയാണ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. So in case we need to test only a particular part of the program, we will have to run the whole program and figure out the errors, which can be quite a complex process. So സാധാരണ നിലയിൽ നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്തില്ലെങ്കിൽ ആ മൊത്തം പ്രോഗ്രാമിനെ റൺ ചെയ്തിട്ട് ആ പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദി പ്രോഗ്രാം വർക്കാവുന്ന നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഫങ്ഷൻസ് യൂസ് ചെയ്താൽ നമുക്ക് ആ പർട്ടിക്കുലർ ഫങ്ഷനെ മാത്രം execute ചെയ്യാൻ പറ്റും. So another advantage here is that functions can be individually tested, which is more convenient than the above mentioned process. A function can be used to create our own header file, which can be used in any number of programs. That is reusability. So നമ്മൾ
ഒരു പ്രോഗ്രാമിനെ നമുക്ക് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ നമുക്ക് വേറൊരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ആ സപ്പോസ് array name ഡോട്ട് സി എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രോഗ്രാം ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വേറൊരു പ്രോഗ്രാമിൽ ഹെഡർ ഫയലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആ മൊത്തം പ്രോഗ്രാം ഇതിൽ റൺ ആവും. സോ അങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് advantage of using functions in a program. Next question number 8. With a simple example program, explain scope and lifetime of variables in C. Storage classes specify the scope, lifetime, and binding of variables. To fully define a variable, one needs to mention not only its type but also its storage class. A variable name identifies some physical location within computer memory where a collection of bits are allocated for storing values of variables. Storage class tells us the following factors: location of the variable storage in memory or CPU register, the initial value of variable if no value is initialized, scope of variable where it can be accessed, life of a variable. Lifetime. The lifetime of a variable defines the duration for which the computer allocates memory for it, the duration between allocation and deallocation, freeing of memory. In C language, a variable can have automatic, static, or dynamic lifetime. Automatic. The auto storage class is the default for variables declared inside a block. A variable x that has automatic storage is deleted when the block in which x was declared exits. Static. A variable is created when the declaration is executed for the first time. It is destroyed when the execution stops or terminates. Dynamic. The variable memory is allocated and deallocated through memory management functions. Next, storage classes. There are 4 storage classes in C language. Automatic, register, static, external. So, ഈ ഓട്ടോമാറ്റിക്കിൻ്റെ കീവേഡ് ഓട്ടോ ആണ്, രജിസ്റ്ററിൻ്റെ കീവേഡ് രജിസ്റ്റർ ആണ്. സോ നമ്മൾ ഇൻറ്റ് ഫ്ലോർ ക്യാർ എന്ന് പറയുന്ന അതേപോലെ തന്നെ സ്റ്റാറ്റിക്കിൻ്റെ കീവേഡ് സ്റ്റാറ്റിക്, എക്സ്റ്റേണലിൻ്റെ കീവേഡ് എക്സ്റ്റേൺ. സോ ഇതിൻ്റെ സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്ന മെമ്മറിയിലാണ്, ഇത് രജിസ്റ്റർ എന്ന് പറയുന്ന CPU രജിസ്റ്ററിലാണ്. സോ ഇത് ഫാസ്റ്റ് ആക്സസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് രജിസ്റ്റർ. പിന്നെ സ്റ്റാറ്റിക്കും മെമ്മറിയിലാണ്, എക്സ്റ്റേണലും മെമ്മറിയിലാണ്. സോ ഡിഫോൾട്ട് ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് വേരിയബിൾ ആണെങ്കിൽ അതിനൊരു ഡിഫോൾട്ട് ഇനിഷ്യൽ വാല്യൂ കാണും. സോ നമ്മൾ ചില ഓട്ടോമാറ്റിക് വേരിയബിൾ എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനിൽ കാണും, അല്ലെങ്കിൽ ഫംഗ്ഷനിൽ കാണും, യൂസർ ഡിഫൈൻ ഫംഗ്ഷനിൽ കാണും. സോ അതിൻ്റെ സ്കോപ്പ് ആ ഫംഗ്ഷനിൽ മാത്രം കാണും. സോ അത് വേറൊരു ഫംഗ്ഷനിൽ അതേ വേരിയബിളിനെ നമ്മൾ യൂസ് ചെയ്താൽ അതിന് വേറെ വാല്യൂ കൊടുക്കാൻ പറ്റും. സോ ഇത് ഓട്ടോമാറ്റിക് വേരിയബിൾ ആണ്. ഡിഫോൾട്ട് ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ടിൽ കൺട്രോൾ റിമെയിൻസ് ഇൻ ബ്ലോക്ക്. സോ ആ മെയിൻ ബ്ലോക്കിലും അല്ലെങ്കിൽ ഫംഗ്ഷൻ ബ്ലോക്കിൽ കാണുന്ന അത്രത്തോളം സമയം വരെ അത് ഓട്ടോമാറ്റിക് വേരിയബിളിൻ്റെ വാല്യൂ ഇത് കാണും. സോ അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ടിൽ കൺട്രോൾ റിമെയിൻസ് ഇൻ ബ്ലോക്ക്. സ്കോപ്പ് ലോക്കൽ. സോ ലോക്കൽ എന്ന് പറഞ്ഞാൽ അത് ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഓർ മെയിൻ. സോ രജിസ്റ്ററും അതേ കണക്ക് സിമിലർ ആണ്. ഡിഫോൾട്ട് ഇനിഷ്യൽ വാല്യൂ ഗാർബേജ് വാല്യൂ അല്ലെങ്കിൽ പ്രീവിയസ്ലി എൻറ്റേർഡ് വാല്യൂ. സോ പ്രോഗ്രാം റൺ ആവും മുമ്പേ അതിൽ പ്രീവിയസ്ലി എന്തെങ്കിലും ആ മെമ്മറി സ്പേസിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ ആയിരിക്കും. ലൈഫ് ടൈം ടിൽ ദ കൺട്രോൾ റിമെയിൻസ് ഇൻ ബ്ലോക്ക്. സ്കോപ്പ് ലോക്കൽ. സ്റ്റാറ്റിക് മെമ്മറി ഡിഫോൾട്ട് ഇനിഷ്യൽ വാല്യൂ 0, വാല്യൂ ബിറ്റ്വീൻ ഫംഗ്ഷൻ കോഡ്. സോ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് അതിനൊരു വാല്യൂ കൊടുത്താൽ ആ പ്രോഗ്രാം കംപ്ലീറ്റ് ആവുന്നവരെ, ആ പ്രോഗ്രാമിൻ്റെ ലൈഫ് ടൈം വരെ അതിൻ്റെ വാല്യൂ അത് തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റിക്കിൻ്റെ i = 10 എന്ന് കൊടുത്താൽ ആ വാല്യൂ പെർമനൻ്റ്ലി ആ ഫംഗ്ഷനിൽ 10 തന്നെ ആയിരിക്കും. സോ ആ പ്രോഗ്രാം എൻഡിങ് ആവുന്നവർ. സോ വാല്യൂ ഇൻ ഫംഗ്ഷൻ, വാല്യൂ ബിറ്റ്വീൻ ഫംഗ്ഷൻ കോഡ്സ്. സോ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ അതൊരു ഗ്ലോബലി ഡിക്ലെയർഡ് വേരിയബിൾ ആണ്. സോ അത് എന്താണെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ദി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ, നമ്മൾ ഏത് ഫംഗ്ഷനിൽ ആ വേരിയബിളിനെ നമ്മൾ കോൾ ചെയ്താലും യൂസ് ചെയ്താലും അതിൻ്റെ വാല്യൂ ഗ്ലോബലി ഡിക്ലെയർഡ് ആയതുകൊണ്ട് സെയിം ആയിരിക്കും.
So example of automatic storage class. Following is the C program for automatic storage class. So include studio main auto int I equal to 1. So ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐന് വാല്യൂ, സോ ഇത് ഓട്ടോമാറ്റിക്കലി ഡിക്ലെയർഡ് ആണ്. സോ ഈ ഫംഗ്ഷനിൽ മാത്രം ഐയുടെ വാല്യൂ 1 ആണ്. സോ നെക്സ്റ്റ് ഓട്ടോ ഇൻറ്റ് ഐ ഈക്വൽ ടു 2. സോ ഇത് ഇവിടെ 1 എന്ന് കൊടുത്തത് കുറച്ച് താഴോട്ട് നമ്മൾ ഐ ഈക്വൽ ടു 2 എന്ന് കൊടുത്ത് നെക്സ്റ്റ് വീണ്ടും ഒരു ഫ്ലോർ ബ്രാക്കറ്റിന് ശേഷം ഓട്ടോ ഇൻറ്റ് ഐ ഈക്വൽ ടു 3 പ്രിന്റ് ഐ. സോ ഇതിങ്ങനെ 3 പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യും. ആ ഫംഗ്ഷനിൽ തന്നെ നമ്മൾ 3 തവണയായിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. സോ ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഇത് ന്യൂ ലൈനിൽ കൊടുക്കുമ്പോൾ ആ 3 പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റും സോ ഐയുടെ വാല്യൂ ഫസ്റ്റ് നമ്മൾ 1 എന്ന് കൊടുത്തായിരുന്നു, പിന്നെ 2 എന്ന് കൊടുത്തായിരുന്നു, 3 എന്ന് കൊടുത്തായിരുന്നു. സോ അതേ ഓർഡറിൽ ഇങ്ങനെ പ്രിന്റ് ആയിക്കൊണ്ട് വരും. സോ ലാസ്റ്റ് ആ ഫ്ലോർ ബ്രാക്കറ്റിന്റെ ഓർഡറിൽ അനുസരിച്ച് 3 to 1 എന്ന് പ്രിന്റ് ചെയ്യും. സോ ഇത് ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസിന്റെ എക്സാമ്പിൾ ആണ്. സോ ഇവിടെ നമ്മൾ ന്യൂ ലൈൻ നേരത്തെ കൊടുത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് 3 to 1 കണ്ടിന്യൂസ് ആയിട്ട് വന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ ഫോർ എക്സ്റ്റേണൽ സ്റ്റോറേജ് ക്ലാസ്. എക്സ്റ്റേണൽ സ്റ്റോറേജ് ക്ലാസ് അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റോറേജ് ക്ലാസിന്റെ ഗ്ലോബൽ വേരിയബിൾ ഡിക്ലറേഷന്റെ എക്സാമ്പിൾ ആണ്. സോ ഹാഷ് ഇൻക്ലൂഡ് സ്റ്റുഡിയോ ഡോട്ട് എച്ച് മെയിൻ ഫംഗ്ഷന് തൊട്ട് മുമ്പേ നമ്മൾ എക്സ്റ്റേൺ ഇൻറ്റ് ഐ ഈക്വൽ ടു 1. സോ ഇൻറ്റീജർ ഐ എന്ന് പറയുന്നത് ഗ്ലോബലി ഡിക്ലെയർഡ് ആണ്. സോ അതിന്റെ വാല്യൂ നമ്മൾ 1 എന്ന് കൊടുത്തിരിക്കുന്നതാണ്. സോ ഇൻറ്റീജർ മെയിൻ ഓപ്പൺ ഐ ഈക്വൽ ടു 3. സോ ഇവിടെ നമ്മൾ ഗ്ലോബലി നമ്മൾ 1 എന്ന് ഡിക്ലെയർ ചെയ്ത് മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ ഐ ഈക്വൽ ടു 3 എന്ന് കൊടുത്ത് നെക്സ്റ്റ് ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഇത് ചെയ്ത് നെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷനിലോട്ട് വരും. സോ പ്രിന്റ് ഐ. സോ ഏത് പ്രിന്റ് ചെയ്യുമെന്ന് നോക്കാം. സോ ഫംഗ്ഷനിൽ പ്രിന്റ് ചെയ്യുന്നത് ഈ വാല്യൂ ആയിരിക്കും, മെയിനിൽ പ്രിന്റ് ചെയ്യുന്നത് തൊട്ട് മുമ്പത്തെ ആയിരിക്കും. നോക്കാം. സോ ഇത് എക്സ്റ്റേണൽ വേരിയബിളിന്റെ എക്സ്റ്റേണൽ സ്റ്റോറേജ് ക്ലാസിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 ചോദിച്ചിരിക്കുന്നത് റൈറ്റ് എ ഫംഗ്ഷൻ ഇൻ സി വിച്ച് ടേക്സ് ദ അഡ്രസ് ഓഫ് എ സിംഗിൾ ഡയമെൻഷണൽ അറേ കണ്ടെയ്നിങ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ദ നമ്പർ ഓഫ് നമ്പേഴ്സ് സ്റ്റോർഡ് ഇൻ ദ അറേ ആസ് ആർഗ്യുമെന്റ്സ് and stores the numbers in the same array in reverse order. Use pointers to access the elements of the array. ആക്ച്വലി ഈ പ്രോഗ്രാം ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്യണം, പിന്നെ പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ട് അറേയിൽ ഇതിനെ പോയിന്റ് ചെയ്ത് നമ്മൾ സീരീസിൽ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു അറേ ഡിക്ലെയർ ചെയ്ത് അറേ ഓഫ് 10 എന്ന് വിചാരിക്കുക, അറേ ഓഫ് 10 അല്ലെങ്കിൽ അറേ ഓഫ് 5 എന്ന് വിചാരിക്കുക. 5 നമ്പേഴ്സ് ഞാൻ പ്രിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റർ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ 25, 32, 45, 50, 60. സോ ഇതിനെ റിവേഴ്സ് ഓർഡറിൽ നമ്മൾ പോയിന്റർ യൂസ് ചെയ്തിട്ട് ഫങ്ഷൻസ് വഴി പ്രിന്റ് ചെയ്യണം. 60, 40, 42 അതേ റിവേഴ്സ് ഓർഡറിൽ വരും. സോ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫങ്ഷൻ യൂസ് ചെയ്യണം, പോയിന്റർ യൂസ് ചെയ്യണം, അറേ യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം കോഡ് ചെയ്യണം. സോ ഇതിൽ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ സി പ്രോഗ്രാം ടു റിവേഴ്സ് ആൻ അറേ യൂസിങ് പോയിന്റേഴ്സ്, ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ യൂസ് ചെയ്ത് പിന്നെ നമ്മൾ പോയിന്റർ ഡിക്ലെയർ ചെയ്ത്. സോ ഇത് പോയിന്റർ വോയിഡ് ടൈപ്പ് കൊടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഫംഗ്ഷൻ്റെ നെയിം, ഇത് ഫംഗ്ഷൻ്റെ നെയിമാണ് പ്രിന്റ് ARR എന്ന് പറയുക. പ്രിന്റ് അറേയുടെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് നെയിം ചെയ്തിരിക്കുകയാണ്, പ്രിന്റ് ARR. സോ ഇതിൽ വരുന്ന ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് അറേ ആണ്. സോ പോയിന്റർ ടു ആൻ അറേ ആൻഡ് ദ സൈസ് ഓഫ് ദ അറേ. സോ നമ്മൾ എത്രയാണ് ഇൻപുട്ട് കൊടുക്കുന്ന നമ്പർ ഓഫ് എലിമെന്റ്സ്, അതാണ് സൈസ്. സോ ഇതിൽ മെയിൻ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് അതിനുശേഷം ARR എന്ന് പറയുന്ന അറേ ഓഫ് ഇൻറ്റീജർ ടൈപ്പ് ആണ്. സോ അതിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 100 ആണ്.
ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ ഈ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എത്രയാണ് ഇൻപുട്ട് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് കൊടുക്കാൻ പോകുന്നത്, അതാണ് സൈസ്. സോ അത് ഇൻറ്റീജർ ടൈപ്പ് നമ്പറാണ്. നെക്സ്റ്റ് നമ്മൾ അറേനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി 2 പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഒന്ന് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് ഒരു പോയിന്റർ വേരിയബിളും റൈറ്റ് എന്ന് പറഞ്ഞ ഒരു പോയിന്റർ വേരിയബിളും. സോ ഈ അറേയിൽ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് അഡ്രസ് ലൊക്കേഷനുണ്ട്, അതേ കണക്ക് റൈറ്റ് മോസ്റ്റ് അഡ്രസ് ലൊക്കേഷനുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 10 സൈസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കും. 10 എലിമെൻറ്റ്സ് ഞാൻ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് എലിമെൻറ്റിനെ പോയിന്റ് ചെയ്യാൻ ലെഫ്റ്റ് എന്നുള്ള പോയിന്റർ വേരിയബിളും അതേ കണക്ക് റൈറ്റ് മോസ്റ്റ് അഡ്രസ് ലൊക്കേഷനിൽ പോയിന്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് എന്ന് പറഞ്ഞ പോയിന്റർ വേരിയബിളും. സോ 2 പോയിന്റർ വേരിയബിളിന് നമ്മൾ ഒരു അറേനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. സോ നെക്സ്റ്റ് നമ്മൾ സൈസ് ഓഫ് ദി അറേ നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റർ ദ സൈസ് ഓഫ് അറേ, സ്കാൻ ഓഫ് %d ആമ്പർസാൻഡ് സൈസ്. സോ ഇത് നമ്മൾ സൈസ് അറേയുടെ സൈസ് എൻ്റർ ചെയ്യുന്ന. നെക്സ്റ്റ് നമ്മൾ അറേയുടെ ഫാർ റൈറ്റ് ഹാൻഡ് മോസ്റ്റ് പോയിന്റ്, നമ്മൾ ഏറ്റവും ലാസ്റ്റ് എലിമെന്റിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ഈക്വൽ ടു ആമ്പർസാൻഡ് അറേ സൈസ് -1. സൈസ് ഓഫ് ദി ലാസ്റ്റ് എലിമെന്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ അറേ സൈസ് ഓഫ് 10 എലിമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ARR ഓഫ് 9 ലാസ്റ്റ് എലിമെന്റ് സ്റ്റോർ ആയിരിക്കുന്നത്. സോ അതുകൊണ്ട് റൈറ്റ് ഈക്വൽ ടു ആമ്പർസാൻഡ് അറേ ARR സൈസ് -1. നെക്സ്റ്റ് പ്രിന്റ് ദ എലിമെന്റ്സ് ഇൻ ദ അറേ. സോ നമ്മൾ എലിമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകും. സോ വൈൽ ലെഫ്റ്റ് ഈസ് ലെസ് ദൻ ഓർ ഈക്വൽ ടു റൈറ്റ്. സോ ലെഫ്റ്റ് മോസ്റ്റ് കോർണറിലുള്ള എലിമെന്റിന് ലെഫ്റ്റ് എന്നുള്ള പോയിന്റർ പോയിന്റ് ചെയ്യും. അതാണ് റൈറ്റ് മോസ്റ്റ് കോർണറിലുള്ള എലിമെന്റിന് റൈറ്റ് എന്നുള്ള പോയിന്റർ പോയിന്റ് ചെയ്യും. സോ വൈൽ ലെഫ്റ്റ് ഈസ് ലെസ് ദൻ ഓർ ഈക്വൽ ടു റൈറ്റ്. സോ അത് നമ്മൾ വേരിയബിൾ പോയിന്റർ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് നിന്ന് റൈറ്റ് മോസ്റ്റിലോട്ട് പോകുമ്പോഴാണ് ഒരു എലിമെന്റ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. സോ സ്കാൻ ഓഫ് %d ലെഫ്റ്റ് ++. സോ ലെഫ്റ്റ് മോസ്റ്റ് എലിമെന്റ് നിന്ന് നമ്മൾ ഓരോരോ നമ്പേഴ്സിന് എൻ്റർ ചെയ്തുകൊണ്ട് വരും. സോ അത് ലെഫ്റ്റ് ++. നെക്സ്റ്റ് സോ ലെഫ്റ്റ് ഇസ് ദ പോയിന്റർ ടു ARR ഫ്രം ദ ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റ്. പ്രിന്റ് എഫ് ARR ബിഫോർ റിവേഴ്സ്. സോ നമ്മൾ അറേ ബിഫോർ റിവേഴ്സിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി സോ നമ്മൾ എന്ത് ചെയ്യും, പ്രിന്റ് ARR അറേ സൈസ്. സോ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ഫംഗ്ഷൻ കോളിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് അറേയും അറേയുടെ സൈസുമാണ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. സോ അതിനുശേഷം എന്താണ് ARR അറേനെ നമ്മൾ ലെഫ്റ്റ് എന്നുള്ള ഇതിനെ പോയിന്റർ വേരിയബിളിന് അസൈൻ ചെയ്യുന്നു. സോ അറേ സ്റ്റാർട്ട് ആവുന്നത് ലെഫ്റ്റ് എന്നുള്ള പോയിന്റർ വേരിയബിൾ. സോ ലെഫ്റ്റ് ഈസ് ലെസ് ദൻ റൈറ്റ്. സോ നമ്മൾ ഈ സ്വാപ്പിംഗ് ഓപ്പറേഷൻസ് ചെയ്യാണ്. സോ നമ്മൾ ഇതിൽ നമ്മൾ നമ്പേഴ്സ് എല്ലാം എൻറ്റർ ചെയ്ത് സൈസും ഡിഫൈൻ ചെയ്ത് അതിനുശേഷം ലെഫ്റ്റിലുള്ള നമ്പറിനെ റൈറ്റിലോട്ടാക്കുന്ന, റൈറ്റിലുള്ള നമ്പർ ലെഫ്റ്റിലോട്ടാക്കുന്നു. സോ ഈ സ്വാപ്പിംഗ് ഓപ്പറേഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് പോയിന്റർ ലെഫ്റ്റ് ഈക്വൽ ടു ഈ ക്യാരറ്റ് ഉണ്ട്, ക്യാരറ്റ് ഈക്വൽ ടു. സോ ഇതെന്തിനാണെന്ന് വെച്ചാൽ പോയിന്റർ ലെഫ്റ്റ് ക്യാരറ്റ് ഈക്വൽ ടു പോയിന്റർ റൈറ്റ്. സോ ഇതെന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് മോസ്റ്റിലുള്ള നമ്പർ റൈറ്റ് മോസ്റ്റിലുള്ള നമ്പറായിട്ട് ഇന്റർചേഞ്ച് ചെയ്യും. അതേ കണക്ക് റൈറ്റ് മോസ്റ്റിലുള്ള നമ്പർ ലെഫ്റ്റ് മോസ്റ്റിൽ ഉള്ള നമ്പറായിട്ട് ഇന്റർചേഞ്ച് ചെയ്യും. സ്വാപ്പിംഗ് എലിമെന്റ് ഫ്രം ദ ലെഫ്റ്റ് ഓഫ് അറേ ടു റൈറ്റ് ഓഫ് അറേ. സോ ഈ സിമ്പിൾ കൊടുത്ത് നമ്മൾ ഈ പോയിന്ററിന്റെ ഈ സിമ്പിളും ഇവിടെ കൊടുത്താൽ അത് ലെഫ്റ്റ് മോസ്റ്റിലുള്ള നമ്പറിന് റൈറ്റ് മോസ്റ്റ് നമ്പറായിട്ട് ഇന്റർചേഞ്ച് ചെയ്യും. വീണ്ടും ലെഫ്റ്റ് പോയിന്റർ ക്യാരറ്റ് സിമ്പിൾ ഈക്വൽ ടു ആസ്ട്രിക്സ് റൈറ്റ്. സോ ഇതേ കണക്ക് കൊടുക്കുമ്പോൾ ലെഫ്റ്റ് മോസ്റ്റിലുള്ളത് റൈറ്റ് മോസ്റ്റിൽ ഇന്റർചേഞ്ച് ആവും. ഇൻക്രിമെന്റ് ലെഫ്റ്റ് അറേ പോയിന്റർ ആൻഡ് ഡിക്രിമെന്റ് റൈറ്റ് അറേ പോയിന്റർ. സോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 5 നമ്പേഴ്സ് കൊടുത്തെന്ന് വിചാരിക്കുക. 5 നമ്പേഴ്സ് എന്താണ് 10, 20, 30, 45, 50. സോ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റിലുള്ള ഇതും റൈറ്റ് മോസ്റ്റിലുള്ള ഇതും ഇന്റർചേഞ്ച് ആവും. പിന്നെ വീണ്ടും ലെഫ്റ്റിലുള്ളത് 1 ഇൻക്രിമെന്റ് ആവും. അതേ കണക്ക് റൈറ്റിലുള്ളത് 1 ഡിക്രിമെന്റ് ആയിട്ട് 45 വരും. വീണ്ടും ഇത് 45ഉം 20ഉം ഇന്റർചേഞ്ച് ആവും. സോ അങ്ങനെയാണ് അവസാനത്തെ പോയിന്റ് വരെ എത്തുന്നത്.
സോ ഇങ്ങനെ ഇൻ്റർചേഞ്ച് ആയതിനു ശേഷം ഇത് ലെഫ്റ്റ് ഇൻക്രിമെൻ്റ് ആവും, റൈറ്റ് ഡിക്രിമെൻ്റ് ആവും. സോ അങ്ങനെ അത് ഇൻ്റർചേഞ്ച് ആവും. സോ അറേ റിവേഴ്സ് ആയതിനു ശേഷം നമ്മളതിനെ പ്രിൻറ്റ് ചെയ്യേണ്ടി വരും, റിവേഴ്സ് ആയതും അതിന് മുമ്പ് ഉള്ളതും. സോ പ്രിൻറ്റ് വീണ്ടും നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, പ്രിൻറ്റ് ARR അറേ സൈസ് നമ്മൾ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫംഗ്ഷനിൽ വരും. സോ അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി അറേ ഇൻറ്റീജർ ARR പോയിന്റർ ടു അറേ ഇൻറ്റീജർ സൈസ്. സോ ഈ പോയിന്റർ ടു അറേനെ നമ്മൾ ഒരു റൈറ്റ് മോസ്റ്റ് ഇതിനെ നമ്മൾ അറേ പ്ലസ് സൈസ് -1. സോ നമ്മൾ മെയിനായിട്ടൊന്നുമില്ല, അതിനെ നമ്മൾ ഫ്രം ദ ഫസ്റ്റ് പോയിന്റ് ടു ദ ലാസ്റ്റ് പോയിന്റ് വരെ നമ്മൾ പ്രിന്റ് ചെയ്യണം. അത് പുതിയ ഇത്. സോ വൈൽ ARR ലെസ് ദൻ ഓർ ഈക്വൽ ടു ARR എൻഡ് printf ARR asterisk ARR പ്ലസ്. സോ ഇത് വേറൊന്നുമല്ല, നമ്മൾ പോയിന്റർ ടു ദ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റിവേഴ്സ് ഓർഡറിൽ ഫസ്റ്റ് എലിമെന്റ് ലാസ്റ്റ് വരെ പ്രിന്റ് ചെയ്യണം. സോ നമ്മൾ ഇത് കണക്കാണ്. സോ അറേ ആഫ്റ്റർ റിവേഴ്സ് പ്രിന്റ് ചെയ്യുന്നു. സോ ഇത് പ്രോഗ്രാം സ്റ്റാർട്ടിങ്. സോ ഇതാണ് സ്റ്റാർട്ടിങ്. ഇവിടുന്ന് നമ്മൾ പോയിന്റർ അസൈൻ ചെയ്ത് അതിനുശേഷം സൈസ് എൻ്റർ ചെയ്തിട്ട് നമ്മളതിനെ സ്വാപ്പ് ചെയ്തതിന് ശേഷം പ്രിന്റ് ചെയ്ത് നമുക്കിതിൻ്റെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഇതിൽ നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്ത് പോയിന്റർ യൂസ് ചെയ്ത് അറേനെ പോയിന്റ് ചെയ്തിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. സോ ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യാം. സോ ഇത് എൻ്റർ സൈസ് ഓഫ് ദി അറേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ 7 എന്ന് കൊടുക്കുകയാണ്. എൻ്റർ ദ 7 എലിമെൻറ്റ്സ് 21, 32, 46, 54, 61, 73, 87. സോ ഇത് അറേ ബിഫോർ റിവേഴ്സ് ഈക്വൽ ടു സെയിം ഇത് തന്നെ, മുകളിൽ നമ്മൾ എൻ്റർ ചെയ്ത് തന്നെ. അറേ ആഫ്റ്റർ റിവേഴ്സ് അത് റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യും. സോ ഇതാണ് റിവേഴ്സിങ് ദ അറേ യൂസിങ് പോയിന്റർ ആൻഡ് ഫങ്ഷൻസ്. സോ ഇതാണ് നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത് വേറൊരു സാമ്പിൾ ഔട്ട്പുട്ടാണ്. സോ ഇവിടെ നമ്മൾ 4 എലിമെന്റ്സ് എൻ്റർ ചെയ്ത് സോ അതിന് റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യണം. പാർട്ട് എയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. വിത്ത് എൻ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പണിംഗ് എ ഫയൽ. സോ ഇത് ഫയൽ ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ഒരു ഫയലിനെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഫയലിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് ഫയൽ ഹാൻഡ്ലിംഗ് മോഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്പണിംഗ് എ ഫയൽ. The fopen function is used to create a file or open an existing file. അപ്പോൾ നമ്മൾ fopen എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും. ആ ഫയൽ എക്സിസ്റ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. FP, so that is file pointer is equal to fopen open bracket constant character file name constant character mode. സോ ഇതെന്താണെന്ന് വെച്ചാൽ fopen ഫയൽ പോയിന്റർ ഈക്വൾ ടു fopen കമാൻഡ് കൊടുത്തിട്ട് അതിനകത്ത് ക്യാരക്ടർ ഫയൽ നെയിം. സോ ആ ഫയൽ നെയിം ടെക്സ്റ്റ് ഫയൽ നെയിം അല്ലെങ്കിൽ ഏതാണ് ഫയൽ നെയിം, ആ ഫയൽ നെയിമിനെ നമ്മൾ നെയിം ചെയ്യണം. എന്നിട്ട് അത് ഏത് മോഡാണെന്നുള്ളത് ഇതിൽ മെൻഷൻ ചെയ്യണം. സോ അത് റീഡ് മോഡാണോ, റൈറ്റ് മോഡാണോ, അപ്പെൻഡ് മോഡാണോ എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യണം. സോ there are many modes for opening a file. So R, open a file in read mode. W, opens or creates a text file in write mode. A, opens a file in append mode. R plus opens a file in both read and write mode.
A plus opens a file in both read and write mode. W plus opens a file in both read and write mode. So here's an example of reading data from a file and writing to it. So hash include stdio.h, include conio.h, main, open floor bracket, file asterisk fp. So pointer to a file, character ch, fp fopen, hello.text, write, printf, enter data, while ch equal to get char, not equal to end of file, open floor bracket, put ch, comma, fp, close bracket, f close fp, fp equal to f open, hello.text, comma, r, while ch equal to get c, fp not equal to end of file, print percentage c, comma, ch, f close fp close. So ഇതൊരു എക്സാമ്പിൾ പ്രോഗ്രാമാണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഫയൽ ഹാൻഡ്ലിങ്, സോ ഏതൊക്കെ മോഡ്സിലാണ് നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ ഇത് നമ്മൾ എഫ് ഫയൽ പോയിന്റർ ഈക്വൽ ടു എഫ് ഓപ്പൺ, കോൺസ്റ്റന്റ് ക്യാരക്ടർ ഫയൽ നെയിം, കോൺസ്റ്റന്റ് ക്യാരക്ടർ മോഡ്. സോ ഇതാണ് ആക്ച്വലി മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. സോ അതിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ പാർട്ട് എ കംപ്ലീറ്റ് ആവും. പാർട്ട് എ 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആവും. സോ നെക്സ്റ്റ് പാർട്ട് എയിൽ ഈച്ച് ക്വസ്റ്റ്യൻ 3 മാർക്സ് ആണ്. സോ ടോട്ടലി 3 മാർക്സ് ഇൻറ്റു 10 ക്വസ്റ്റ്യൻ 30 മാർക്സ് കവറായി. നെക്സ്റ്റ് പാർട്ട് ബി. സോ പാർട്ട് ബിയിൽ ആൻസർ എനി വൺ ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് മോഡ്യൂൾ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 14 മാർക്സ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 11A. Draw a flowchart to find the position of an element in a given sequence using linear sequencing technique. With an example, explain how the flowchart finds the position of a given element. സോ ഇതിൽ നമ്മൾ പ്രോഗ്രാം എഴുതണം. സോ ലീനിയർ സീക്വൻസിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എഴുതണം. എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഫ്ലോ ചാർട്ടും വരയ്ക്കണം. സോ ഇതിൽ പാർട്ട് ബിയിൽ സ്യൂഡോ കോഡും ചോദിച്ചിരിക്കുന്നു, സെയിം പ്രോഗ്രാം. സോ ഈ പ്രോഗ്രാമിൽ നമ്മൾ പ്രോഗ്രാം എഴുതണം, ഫ്ലോ ചാർട്ട് എഴുതണം, അത് കണക്ക് സ്യൂഡോ കോഡും എഴുതണം. സോ ടോട്ടൽ 14 മാർക്സ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വർക്കാവും എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു അറേ ഡിക്ലെയർ ചെയ്യും. അറേ ഡിക്ലെയർ ചെയ്തിട്ട് അതിൽ നമ്മൾ ഒരു 10 എലിമെൻറ്റ്സ് എൻ്റർ ചെയ്യുന്നു. സോ ആ 10 എലിമെൻറ്റ്സ് എൻ്റർ ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ 10, 20, 30, 40, 50, 60, 70, 80, 90, 100. സോ ഇങ്ങനെ 10 എലിമെൻറ്റ്സ് എൻ്റർ ചെയ്തിട്ട് എൻ്റർ ദ കീ എലിമെൻ്റ് എന്ന് ചോദിക്കും. സോ വേറൊരു കീ എലിമെൻറ്റ്. സോ ഞാൻ ആ കീ എലിമെൻറ്റ് 50 എന്ന് കൊടുക്കുകയാണ്. സോ 50 എന്ന് പറയുന്നത് അറേയിലുണ്ട്, 5th പൊസിഷനിലുണ്ട്. സോ ദ കീ എലിമെൻറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ അറേ, ഇറ്റ് ഈസ് ഇൻ ദ 5th പൊസിഷൻ എന്ന് പറഞ്ഞ് ഔട്ട്പുട്ട് കാണിക്കണം. സോ ഇതാണ് ലീനിയർ സെർച്ചിങ് ടെക്നിക്സ്, പൊസിഷൻ ഓഫ് എൻ എലിമെൻറ്റ് ഇൻ എ ഗിവൺ സീക്വൻസ്. സോ ഈ പ്രോഗ്രാം നമുക്ക് നോക്കാം ആദ്യം. സോ പ്രോഗ്രാം എന്നുള്ളത്, C program to input n numbers and store them in an array. Do a linear search for the given key and report success or failure. So ഇത് കമന്റ് ആണ്. സോ നെക്സ്റ്റ് ഇൻക്ലൂഡ് stdio.h, void main, int number. സോ നമ്പർ എത്ര നമ്പേഴ്സ് ആണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ അറേ യൂസ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യും. സോ ഇൻടീജർ i, കീ നമ്പർ. സോ നമ്മൾ ഏത് നമ്പറാണോ സെർച്ച് ചെയ്യാൻ പോകുന്നത് അത് കീ നമ്പർ, കീ നം. ഫൗണ്ട് ഈക്വൾ ടു 0. സോ സപ്പോസ് നമ്മൾ സെർച്ച് ചെയ്യുന്ന നമ്പർ ആ അറേയിൽ ഉണ്ടെങ്കിൽ ഫൗണ്ട് ഈക്വൾ ടു 1 എന്ന് കാണിക്കാൻ വേണ്ടി ഫൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഡേറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്തിരിക്കണം. സോ അതിന് 0 വാല്യൂവിന് ഇനിഷ്യലൈസ് ചെയ്തിരിക്കണം. സോ നെക്സ്റ്റ് printf, enter the number of elements. സോ scanf %d and number. സോ നമ്മൾ എത്ര നമ്പറാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത് അത്ര നമ്പർ നമ്മൾ ഇത് ഈ അഡ്രസ് ലൊക്കേഷനിൽ സ്റ്റോർ ആവും. നെക്സ്റ്റ് അറേ ഡിക്ലെയർ ചെയ്യുന്നത്, അറേ ഓഫ് നമ്പർ. സോ നമ്പർ എത്രയാണ് കൊടുക്കുന്നത് അത്ര അറേയിൽ മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ആവും. printf, enter the elements 1 by 1. സോ നമ്മൾ അറേയിൽ എത്രയാണ് സൈസ് ഉള്ളത് അത്ര എലിമെൻറ്റ്സ് 1 by 1 എൻ്റർ ചെയ്യും. സോ ഇതിനൊരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഫോർ i equal to 0, i less than number, i++.
നെക്സ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന എലിമെൻറ്റ്സ് എല്ലാം അറേ ഓഫ് ഐയിൽ സ്റ്റോർ ആവും. സോ അഡ്രസ് ലൊക്കേഷനിൽ എല്ലാം സ്റ്റോർ ആവും സ്കാൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത്. നെക്സ്റ്റ് പ്രിൻ്റ് ഓഫ് എൻ്റർ ദ എലിമെൻറ്റ് ടു ബി സെർച്ച് ചെയ്യാൻ വേണ്ട എലിമെൻറ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നു. സോ സ്കാൻ ഓഫ് %d ആൻഡ് കീ നമ്പർ. സോ സെർച്ച് ചെയ്യാൻ വേണ്ടി ഒരു ഫോർ ലൂപ്പ് വീണ്ടും ആ എലിമെൻറ്റ്സ് എല്ലാം 1 by 1 ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്ത് സെർച്ച് ചെയ്യും. സോ ഇഫ് കീ നം ഈക്വൽ ടു അറേ ഓഫ് ഐ. സോ അത് സെർച്ച് ചെയ്ത് വരുമ്പോൾ ആ കീ നമ്പർ അറേ ഓഫ് ഐ എലിമെൻറ്റിൽ പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈക്വേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഫൗണ്ട് ഈക്വൽ ടു 1. ഫൗണ്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് അസൈനായിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. സോ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വൺസ് ആ കീ എലിമെൻറ്റ് ഫൗണ്ട് ആകുമ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടായിട്ട് ഈ ലൂപ്പിൽ നിന്ന് വെളിയിലോട്ട് വരും. അതിനുശേഷം if found equal to 1, printf element is present in the array at position %d I plus 1. സോ ഐ എന്നുള്ളത് 0 എന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. അത് ഇന്ന പൊസിഷനിൽ വരുമ്പോൾ 0+1th പൊസിഷൻ എന്ന് നമ്മൾ വായിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ വായിക്കുമ്പോൾ 0th പൊസിഷൻ എന്ന് പറയില്ല, ഫസ്റ്റ് പൊസിഷൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് I+1 എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. എൽസ് printf element is not present in the array. സോ ഇത് ഇവിടെ വെച്ച് പ്രോഗ്രാം കംപ്ലീറ്റ് ആവും. സോ ഇത് നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോൾ എൻ്റർ ദ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എന്ന് ചോദിക്കുന്നു. ഞാൻ 5 എന്ന് കൊടുക്കുകയാണ്. Enter the elements 1 by 1, 10, 20, 30, 40, 50. So 5 എലിമെൻറ്റ് കൊടുത്ത് എൻ്റർ ചെയ്യുന്ന the element to be searched ഏതാണെന്ന് ചോദിക്കുന്നു. സോ ഞാൻ 30 എന്ന് കൊടുക്കാം. 30 എന്ന് കൊടുക്കുമ്പോൾ element is present in the array at position 3. സോ ഇതാണ് കറക്റ്റ്. സോ ഞാൻ ജസ്റ്റ് വേറൊരു ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഇത് 7 എലിമെൻറ്റ്സ് കൊടുത്ത് ഇത് ഇത്ര ഈ നമ്പർ കൊടുത്ത് 20 കൊടുത്തപ്പോൾ എലിമെൻറ്റ് ഇസ് പ്രസൻറ്റ് ഇൻ പൊസിഷൻ 4. സോ 20 ഈസ് പ്രസൻറ്റ് ഇൻ പൊസിഷൻ 4. സോ ഇത് പ്രോഗ്രാമും അതിൻ്റെ ഔട്ട്പുട്ടാണ്. ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലോ ചാർട്ട് നോക്കാം. സോ സ്റ്റാർട്ട് എലിമെൻറ്റ്സ് പ്രസൻറ്റ്. സോ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അറേ എല്ലാം ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്തതിന് ശേഷം എലിമെൻറ്റ്സ് പ്രസൻറ്റ് ആണെന്ന് ചെക്ക് ചെയ്യും. എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ സെർച്ച് ഫോർ ദ എലിമെൻറ്റ് ഇൻ ദ നെക്സ്റ്റ് പൊസിഷൻ. സോ ഇത് സെർച്ച് ചെയ്യും. എന്നിട്ട് എലിമെൻറ്റ് ഫൗണ്ട് ആണെങ്കിൽ എലിമെൻറ്റ് ഫൗണ്ട് ആണെന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും. പ്രിൻറ്റ് ചെയ്തിട്ട് പ്രോഗ്രാം സ്റ്റോപ്പ് ആവും. എലിമെൻറ്റ് പ്രസൻറ്റ് അല്ലെങ്കിൽ ഇത് പുറത്തോട്ട് പോയിട്ട് എലിമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പ്രിൻ്റ് ഔട്ട് ചെയ്ത് മെസ്സേജ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യും. സോ ഇതാണ് അതിൻ്റെ ഫ്ലോ ചാർട്ട്. ഇതൊരു സിമ്പിൾ ഫ്ലോ ചാർട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി ആണ്. അതിൻ്റെ സൂഡോ കോഡ് എഴുതണം. സൂഡോ കോഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കോഡ് കണക്ക് തന്നെയാണ്. സോ ഇതിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബി ആണ്. സോ ഇത് 11B. റൈറ്റ് എ സൂഡോ കോഡ് റെപ്രസെൻറ്റിംഗ് ദ ഫ്ലോ ചാർട്ട് ഫോർ ലീനിയർ സെർച്ചിങ്. സോ ഇതിൽ ഇനിഷ്യലൈസ് ആൻ ഇൻറ്റീജർ അറേ ഓഫ് സൈസ് 20, എനി സൈസ്. സോ നമ്മൾ റിക്വയർഡ് സൈസ് എനി സൈസ്, ഡിക്ലെയർ നമ്പർ കീ എലിമെൻറ്റ് ഐ ഫൗണ്ട്, റീഡ് ദ സൈസ് എൻ ഓഫ് ദ മെൻഷൻഡ് അറേ. സൈസ് എന്ന് പറയുന്നത് നമ്മൾ നമ്പർ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് 3, initialize for loop with index variable I equal to 0 and final value of size of array with step increment. So നമ്മൾ for loop ഡിക്ലെയർ ചെയ്ത് read the entered elements 1 by 1. Read the key element. In function to search for the key element using if condition. If array element is found equal to 1. If found equal to 1, print array element is found with the index number or position number. If key element is not found, print the element is not found. End. So ഇത് ക്വസ്റ്റ്യൻ നമ്പർ
11 എയും ബിയും ആണ്. നെക്സ്റ്റ് ഇതിനൊരു ചോയ്സ് ഉണ്ട്. ഏതായാലും നമ്മൾ ചോയ്സ് ഉണ്ടെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12 എ ആണ്. With the help of a flow chart, explain the bubble sort operation, illustrate with an example. സോ ഇതിനും നമ്മൾ പ്രോഗ്രാമും ഫ്ലോ ചാർട്ടും എഴുതണം. അതേപോലെ ബി ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻ അൽഗോരിതം റെപ്രസെൻറ്റിംഗ് ദ ഫ്ലോ ചാർട്ട്. സോ ഇതിനൊരു അൽഗോരിതം എഴുതിയാൽ 4 മാർക്സ് ആണ്. സോ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. program to bubble sort the given array of numbers. So ഇതിന് hash include stdio.h, hash include conio.h. So ഇത് നമ്മൾ ഇത് ചെയ്യാണ്. സോ ഇതിന് നമ്മളൊരു array ഡിക്ലെയർ ചെയ്യണം. സോ array of 15 numbers. 15 numbers നമ്മൾ സോർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു array of numbers എൻ്റർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു array of 5 numbers എന്ന് വിചാരിക്കുക. സോ 5 numbers 10, 20, 5 to 1. സോ ഇങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ സോർട്ട് ചെയ്തിട്ട് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. സോ ഇതെന്താണ് 2, 5, 10, 20, 1, 2, 5, 5, 10, 20. സോ അത് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. സോ അതിന് വേണ്ടത് array of 15 numbers or any numbers, index variable I, index variable j, temporary variable t, and number of elements to be entered n. സോ ഇത് എൻ്റർ ദ ലിമിറ്റ് എന്ന് ചോദിക്കുമ്പോൾ സ്കാൻ ഓഫ് %d ആംപർസാൻഡ് n. സോ ഇത് നമ്മൾ നമ്പർ എത്ര എലിമെൻറ്റ്സ് ആണോ എൻ്റർ ചെയ്യാൻ പോകുന്നത്. പ്രിന്റ് ഓഫ് എൻ്റർ ദ നമ്പേഴ്സ്. സോ നമ്പേഴ്സ് 1 by 1 എൻ്റർ ചെയ്യാൻ വേണ്ടി ഫോർ ലൂപ്പ് ഇനിഷ്യലൈസ് ചെയ്യുന്ന i = 0, i less than n, i++. സ്കാൻ ഓഫ് %d ആംപർസാൻഡ് a of i. സോ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഓരോ നമ്പറും അഡ്രസ് ലൊക്കേഷൻ അറേയുടെ അഡ്രസ് ലൊക്കേഷനിൽ സ്റ്റോർ ആവുന്നു. നെക്സ്റ്റ് നമ്മൾ നെസ്റ്റഡ് ഫോർ ലൂപ്പ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. നെസ്റ്റഡ് ഫോർ ലൂപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അറേയിലെ നമ്പേഴ്സ് ഇന്റർചേഞ്ച് ചെയ്തിട്ട് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. സോ ഫോർ i = 0, i less than n minus 1, i++. ഫോർ j = i+1, j less than n, j++. സോ ഇത് ഫസ്റ്റ് 2 നമ്പേഴ്സിനെ കമ്പയർ ചെയ്തിട്ട് അത് ഏതാണ് ഫസ്റ്റ് നമ്പർ ലെസ്സർ ദൻ ആണെങ്കിൽ ഓക്കെ, ലെസ്സർ ദൻ അല്ല ഗ്രേറ്റർ ദൻ ആണെങ്കിൽ അതിനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് ലാസ്റ്റിലോട്ട് ആക്കും. സോ അങ്ങനെ എല്ലാ നമ്പേഴ്സിലും നമ്മൾ ഈ ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യും. സോ ഈ നെസ്റ്റഡ് ഫോർ ലൂപ്പും ഇതും. സോ ഈ a of i is greater than a of j ഇന്റർചേഞ്ച് ഓപ്പറേഷൻ ചെയ്യും. സോ ഫസ്റ്റ് എലിമെന്റിനെ ടെമ്പററി വേരിയബിളിൽ കോപ്പി ചെയ്യും, സെക്കൻഡ് വേരിയബിളിനെ ഫസ്റ്റ് വേരിയബിൾ ലൊക്കേഷനിൽ കോപ്പി ചെയ്യും, ടെമ്പററി വേരിയബിളിലുള്ളത് സെക്കൻഡ് ലൊക്കേഷനിൽ കോപ്പി ചെയ്യും. സോ ഇങ്ങനെ ഇന്റർചേഞ്ച് ആവും. സോ എല്ലാ എലിമെന്റ്സും കമ്പയർ ചെയ്തിട്ട് അതിന് ഈ ഓപ്പറേഷൻ ഇത് എക്സിക്യൂട്ട് ചെയ്ത് അതിനെ ഇന്റർചേഞ്ച് ചെയ്ത് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യും. ദ സോർട്ടഡ് നമ്പേഴ്സ് ആർ, എന്നിട്ട് ആ സോർട്ട് ചെയ്ത നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യും. സോർട്ടഡ് നമ്പേഴ്സ് ആർ ഫോർ i = 0, i less than n, i++. ഒരു ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ സോർട്ട് ചെയ്ത നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യും. സോ ഇതാണ് പ്രോഗ്രാമിൻ്റെ എൻഡ്. സോ ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ എൻ്റർ ദ ലിമിറ്റ് എന്ന് ചോദിക്കുന്നത് ഞാൻ 5 എന്ന് കൊടുക്കാം. 5 എന്ന് കൊടുത്തിട്ട് 12, 3, 0, 25, 7. സോ 5 നമ്പേഴ്സായി. സോ ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ ദ സോർട്ടഡ് നമ്പേഴ്സ് ആർ 0, 3, 7, 12, 25. സോ ഇത് സോർട്ടായിരിക്കുകയാണ്. സോ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കാം. സോ നമ്മൾ പ്രോഗ്രാം ചെയ്ത് ഫ്ലോ ചാർട്ട്. സോ ആക്ച്വലി നമുക്ക് ഔട്ട്പുട്ട് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എഴുതിയാലും അത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. സോ അത് മാർക്ക് ഫെച്ച് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് പ്രോഗ്രാം എഴുതാൻ അറിയാം, അതിൻ്റെ പ്രൊസീജിയർ മനസ്സിലായി എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് ഫ്ലോ ചാർട്ടാണ്. സ്റ്റാർട്ട് ദ പ്രോഗ്രാം, read the limit and the variables or numbers, initialize the for loop, read the array, nested for loop,
condition if the a of I is greater than a of j, interchange, sort using temporary variable t and print the sorted array. So ഇതാണ് അതിൻ്റെ ഫ്ലോ ചാർട്ട്. നെക്സ്റ്റ്, റൈറ്റ് ആൻ അൽഗോരിതം റെപ്രസെൻറ്റിംഗ് ദ ഫ്ലോ ചാർട്ട് ഫോർ ബബിൾ സോർട്ട്. ഇത് 4 മാർക്സ് ആണ്. സോ ഇതിന് ഡിക്ലെയർ അറേ ലിമിറ്റ്, ഇൻഡെക്സ് വേരിയബിൾ ആൻഡ് ടെമ്പററി വേരിയബിൾ, read the limit, read the numbers into the array. സോ നമ്മൾ എത്ര എലിമെൻ്റ് ആണ് എൻ്റർ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്പേഴ്സ് 1 by 1 എൻ്റർ ചെയ്യും. ഇനീഷ്യലൈസ് നെസ്റ്റഡ് ഫോർ ലൂപ്സ്, ചെക്ക് ഇഫ് ദ ഫസ്റ്റ് വേരിയബിൾ ഗ്രേറ്റർ ദാൻ സെക്കൻഡ് വേരിയബിൾ, ഇന്റർചേഞ്ച് യൂസിങ് ഡമ്മി വേരിയബിൾ ടി, പ്രിന്റ് ദ സോർട്ടഡ് നമ്പേഴ്സ്, സ്റ്റോപ്പ്. സോ ഇത് 12th ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13A, write a C program to read an English alphabet through keyboard and display whether the given alphabet is in uppercase or lowercase. ഇത് 6 മാർക്സിന് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ആൽഫബറ്റ് ക്യാപിറ്റൽ എ എന്ന് എൻ്റർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എ ഈസ് അപ്പർ കേസ് എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അതിനകത്ത് സ്മോൾ എ എന്ന് എൻ്റർ ചെയ്താൽ സ്മോൾ എ ഈസ് ഇൻ ലോവർ കേസ് എന്ന് കാണിക്കണം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് പ്രോഗ്രാം എഴുതുന്ന, സോ ഇത് ചോദിച്ചിരിക്കുന്ന പ്രോഗ്രാം എഴുതാൻ വേണ്ടി തന്നെ. സോ ഇത് പ്രോഗ്രാം #include studio.h int main open floor bracket character ch, print of enter the character, scan of %c and ch. സോ നമ്മൾ ക്യാരക്ടർ നമ്മൾ ഏതാണ് എൻ്റർ ചെയ്യുന്നത് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള അഡ്രസ് ലൊക്കേഷനാണ്. സോ ഇഫ് ch is greater than or equal to 65 and ch lesser than or equal to 90, print of character is in uppercase letters. Else print of character is not uppercase letters. Return 0. സോ ഇത് പ്രോഗ്രാം ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആവാണ്. സോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റർ ദ ക്യാരക്ടർ എന്ന് ചോദിക്കുമ്പോൾ സ്മോൾ ഐ എൻ്റർ ചെയ്താൽ ക്യാരക്ടർ ഇസ് നോട്ട് അപ്പർ കേസ് ലെറ്റേഴ്സ്. സോ ഇത് നമ്മൾ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ എൻ്റർ ദ ക്യാരക്ടർ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ക്യാപിറ്റൽ എ എന്ന് കൊടുക്കുകയാണ്. ക്യാപിറ്റൽ എ കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ ക്യാരക്ടർ ഈസ് അപ്പർ കേസ് ലെറ്റർ എന്ന് കാണിക്കും. വീണ്ടും ഒന്നും കൂടെ റൺ ചെയ്താൽ എൻ്റർ ദ ക്യാരക്ടർ എന്ന് ചോദിക്കുന്നു. ഞാൻ സ്മോൾ ക്യൂ കൊടുക്കുകയാണ്. ക്യാരക്ടർ ഈസ് നോട്ട് അപ്പർ കേസ് ലെറ്റേഴ്സ്. സോ ഇത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. സോ ഇതിന് 6 മാർക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13B നോക്കാം. 13B എന്നുള്ളത് എക്സ്പ്ലെയിൻ ഹൗ വൺ ക്യാൻ യൂസ് ദ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഇൻ C scanf to read values of different data types. Also explain using examples how one can use the built-in function in C printf for text formatting. So built-in function scanfും printfും എങ്ങനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ printf യൂസ് ചെയ്ത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എങ്ങനെ ചെയ്യാൻ പറ്റും. So a function in which a prototype already predefined in the library is called a built-in function. So built-in function എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ കണക്കല്ല. സോ അത് ഈ built-in function എന്ന് പറയുന്നത് ഓൾറെഡി പ്രോട്ടോടൈപ്പ് നമ്മൾ C ലൈബ്രറിയിൽ ഉള്ളതാണ്. സോ ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പുതിയതായിട്ട് കോഡ് എഴുതേണ്ട ആവശ്യമില്ല. സോ ഇത് ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. There is no need to write program for calling library functions or built-in functions. The name of the library function cannot be changed as its prototype is already predefined in the compiler. So നമുക്ക് അതിൻ്റെ ലൈബ്രറിയും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. Library functions are used in each and every program irrespective of complexity. So നമ്മൾ each and every ഏത് പ്രോഗ്രാം നോക്കിയാലും അറ്റ്ലീസ്റ്റ് #include studio.h എങ്കിലും യൂസ് ചെയ്യും. സോ അത് യൂസ് ചെയ്താൽ ആ ഇൻബിൽഡ് ഫംഗ്ഷന് വർക്കാവും. Library functions are used in each and every program irrespective of complexity. The library functions like scanf and printf are already present in the header file #include studio.h. To use these functions, we need to include the header file in our program. For example,
if you want to use printf function, which is a formatted output statement, the header file stdio.h should be included. So നമുക്ക് printf ഫംഗ്ഷനും scanf ഫംഗ്ഷനും യൂസ് ചെയ്യണമെങ്കിൽ #include stdio.h header file include ചെയ്താലും ഇത് വർക്ക് ആവും. The printf statements used in different data types used are as given below. So printf statement നമ്മൾ ഓരോ ഡേറ്റ ടൈപ്പിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. So #include stdio.h int main displays the string inside quotations. So printf C programming return 0 output C programming. So ഇതിൽ printf സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. printf സ്റ്റേറ്റ്മെന്റ് നമ്മൾ സാധാരണ നിലയിൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതാണ്. നെക്സ്റ്റ് ഇൻറ്റീജർ ഔട്ട്പുട്ട്. ഇൻറ്റീജർ ഔട്ട്പുട്ടിൽ നമ്മളൊരു ഇൻറ്റീജർ വേരിയബിൾ യൂസ് ചെയ്യാണ്. ടെസ്റ്റ് ഇൻറ്റീജർ എന്നുള്ള ഒരു ഇൻറ്റീജർ ടൈപ്പ് വേരിയബിൾ, അതിനെ നമുക്ക് 5 എന്ന് പറഞ്ഞ് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. പ്രിന്റ് ഓഫ് നമ്പർ ഈക്വൽ ടു %d ടെസ്റ്റ് ഇൻറ്റീജർ റിട്ടേൺ 0. സോ ഇത് നമ്മൾ ഒരു വേരിയബിൾ ഇൻറ്റീജറിനെ നമ്മൾ പ്രിന്റ് ചെയ്യണം. സോ ഇത് നമ്മൾ എന്താണ് പ്രിന്റ് എഫും സ്കാനഫും എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള മീനിങ് ആണ്. We use %d format specifier to print integer types. Here the %d inside the quotations will be replaced by the value of test integer. So ഇത് printf എങ്ങനെ വർക്ക് ആവുന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് ഡബിൾ ആൻഡ് ഫ്ലോട്ട് ഔട്ട്പുട്ട് വരുമ്പോൾ എങ്ങനെയാണ് വർക്ക് ആവുന്നത്? സെയിം അതേ കണക്ക് തന്നെയാണ്. സോ ഇൻറ്റീജറിന് പകരം നമ്മൾ ഫ്ലോട്ട് നമ്പറും ഡബിൾ നമ്പറും ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. സോ അതിൻ്റെ വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 13.51 12.4. സോ അതിനെ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ നമ്പർ ഈക്വൽ ടു % നമ്പർ 1. സോ ഇത് 13.5 പ്രിന്റ് ചെയ്യും. നമ്പർ 2 ഈക്വൽ ടു % ലോങ് ഫ്ലോട്ട് നമ്പർ 2. സോ ലോങ് ഡബിൾ എന്ന് പറയുന്ന നമ്പർ ഹൈ പ്രിസിഷൻ ആണ്. ഡെസിമലിന് ശേഷം 8 ഫ്ലോട്ടിംഗ് പോയിന്റ്സ് ഡിസ്പ്ലേ ചെയ്യും. സോ അതിന് നമ്മൾ ലോങ് ഫ്ലോട്ട് കൊടുക്കുന്നു. സോ ഇത് ക്ലോസ് ആവും. സോ ഇത് വെച്ച് നമുക്ക് വേറെ ഒന്നുമില്ല, ജസ്റ്റ് അതെങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഡേറ്റാസിന് നമ്മൾ ഈ പ്രിന്റ് എഫ് സ്കാനഫ് യൂസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള എക്സാമ്പിളാണ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ടാണത്. To print float, we use %f format specifier. Similarly, we use %lf to print double values. Next, character type data. Print characters. So #include stdio.h chr equal to a between single inverted comma. So print character equal to %d chr return 0. So output equal to a. Print character use %c format specifier. സോ നമ്മൾ പ്രിന്റ് എഫ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രിന്റ് എഫ് ഒരു പ്രോഗ്രാം യൂസ് ചെയ്താൽ ആ ഹെഡർ ഫയൽ #include stdio.h യൂസ് ചെയ്തില്ലെങ്കിൽ പ്രോഗ്രാം വർക്ക് ആവില്ല, എറർ കാണിക്കും. നെക്സ്റ്റ് സ്കാനഫ് സ്റ്റേറ്റ്മെന്റ്. ഇൻ സി പ്രോഗ്രാമിംഗ്, സ്കാനഫ് ഈസ് വൺ ഓഫ് ദ കോമൺലി യൂസ്ഡ് ഫംഗ്ഷൻ ടു ടേക്ക് ഇൻപുട്ട് ഫ്രം ദ യൂസർ. ദ സ്കാനഫ് ഫംഗ്ഷൻ റീഡ്സ് ഫോർമാറ്റഡ് input from the standard input such as keyboards. So നമ്മൾ സ്കാനഫ് സ്റ്റേറ്റ്മെന്റ് ഇൻപുട്ട് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ എൻറ്റർഡ് വാല്യൂസ് സേവ് ചെയ്ത അഡ്രസ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് സ്കാനഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്, റീഡ് ചെയ്യാൻ വേണ്ടി. എക്സാമ്പിൾ ഓഫ് ഇൻറ്റീജർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് #include stdio.h int main int test integer %f enter integer scanf %d and test integer. സോ ഇത് ഇൻറ്റീജർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ % ഇത് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യും. സോ ഇത് മെയിനായിട്ട് നമ്മൾ നോക്കുന്ന സ്കാനഫ് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ്. സോ ഇത് റീഡ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യും. അതേപോലെ ഇൻ ദിസ് കേസ് ഇഫ് വി use scanf statement without the include stdio.h header file, we get an error. സോ പ്രിന്റ് എഫിനെ പോലെ തന്നെ നമ്മൾ stdio.h ഇല്ലാതെ ഹെഡർ ഫയൽ ഇല്ലാതെ സ്കാനഫ് യൂസ് ചെയ്താൽ വർക്ക് ആവില്ല, എറർ കാണിക്കും.
Here we have used %d format specifier inside the scanf function to take int input from the user. When the user enters an integer, it is stored in the test integer variable. So we have used ampersand test integer inside scanf. It is because and test integer gets the address of test integer and the value entered by the user is stored in that address. So, and the next example is float double input or output. So, we float double variables ullappo nammal scanf statement enganeyanu kodukkendathu. Enter the number num1. So, idu nammal sadharana idu enakku thanne studio.h main num1 num2 enter a number. So, idu nammal scanf statement use cheyyunnadinte example aanu കാണിക്കുന്നത്. So, number read ചെയ്തിട്ട് അതിനെ print ചെയ്യുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ട് 12.523 10.2. When a character is entered by the user in the above program, the character itself is not stored. Instead, an integer value as C value is stored. So, and when we display that value using %C text format, the entered character is displayed. If we use %d to display the character, its ASCII value is printed. So അതൊരു കോഡാണ്. സോ നമ്മൾ ഓരോ ആൽഫബറ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ആ കോഡ് നമ്പറിലാണ് ഇതാവുന്നത്, സേവ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ എ ഇസ് 65 അങ്ങനെ ഒരു കോഡ് വരും. സോ ആ കോഡാണ് അതിൽ സേവ് ആവുന്നത്. The printf lies in its formatting string. The text can be packed with plain text, escape sequences, and conversion characters, which insert values into the text output. So, next question number 14. 14a, with suitable examples, explain various operators in C. സോ ഇത് 10 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. സോ 10 മാർക്സിന് ചോദിക്കുമ്പോൾ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. സോ ഇതിൽ C ഓപ്പറേറ്റേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് ടൈപ്സ്: അർത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. സോ ഈച്ച് ഓപ്പറേറ്റർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. First, arithmetic operators. C supports all the basic arithmetic operators. The following table shows all the basic arithmetic operators. So first, plus operator. It adds two operands. For example, എയും ബിയും രണ്ട് ഓപ്പറാൻഡ് ആണെന്ന് വിചാരിക്കുക. സോ പ്ലസ് എന്ന് പറയുന്ന അത് ഓപ്പറേറ്ററാണ്. നെക്സ്റ്റ് മൈനസ്. സബ്ട്രാക്ട് സെക്കൻഡ് ഓപ്പറാൻഡ്സ് ഫ്രം ഫസ്റ്റ്. സോ എ മൈനസ് ബി എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് asterisk. So multiply two operands. Slash എന്ന് പറയുന്നത് ഡിവൈഡിന് യൂസ് ചെയ്യുന്നതാണ്. ഡിവൈഡ് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. മോഡുലസ് ഓപ്പറേറ്റർ. സോ പെർസെൻറ്റേജ് എന്ന് പറയുന്ന മോഡുലസ് ഓപ്പറേറ്റർ ആണ്. റിമൈൻഡർ ഓഫ് ഡിവിഷൻ. സോ നമ്മൾ എ ബൈ ബി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിമൈൻഡർ കിട്ടുന്ന അതാണ് മോഡുലസിൻ്റെ ഔട്ട്പുട്ട്. പ്ലസ് പ്ലസ്. സോ ഇത് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ആണ്. ഇൻക്രീസസ് ഇൻറ്റീജർ വാല്യൂ ബൈ 1. Minus minus decrement operator ആണ്. Decreases in integer value by 1. Next, relational operator. The following table shows all relational operators supported by C. Equal to, check if two operands are equal. Not equal to, check if two operands are not equal. Greater than, check if operand on the left is greater than operand on the right. Lesser than, check operand on the left is smaller than operand on the right. Greater than or equal to, check left operand is greater than or equal to right operand. Lesser than or equal to, check if operand on the left is smaller than or equal to right operand. Next heading, logical operators. C language supports the following three logical operators. Suppose A equal to 1 and B equal to 0. Ampersand operator. Description, logical and. Example,
A ampersand ampersand B is false. Suppose A is equal to 1 and B is equal to 0, or either of any one input is 0, the output is false. Logical OR. A or B is true. Any one of the input is 1 or true, the output is true. Not operator. Logical not is inverse. Not A is false. So that is, if A is equal to 1, if it is input to logical not, the output will be 0 or false. Next is bitwise operators. Bitwise operators perform manipulations of data at bit level. These operators also perform shifting of bits from right to left. Bitwise operators are not applied to float or double. So operators ampersand, bitwise and, or bitwise or, caret symbol, bitwise exclusive or, left shift. So that is lesser than symbol. Greater than symbol is right shift. Next is assignment operator. Assignment operators supported by C language are as follows. Is equal to assigns values from right side operands to left side operand. That is, the value of B is assigned to the value of A. Plus equal to adds right operand to the left operand and assign the result to the left. So that is, A plus equal to B is same as A equal to A plus B. So that is, B is added to A and the value is assigned to A. Next, minus equal to subtracts right operand from the left operand and assign the result to left operand. A minus equal to B is same as A equal to A minus B. That is, B is subtracted from A and the value is assigned to A. Asterisk equal to multiply left operand with the right operand and assign the result to left operand. A as a asterisk equal to B is same as A equal to A into B. That is, A is multiplied with B and the value is assigned to or copied to A. Next, slash equal to divides left operand with the right operand and assign the result to left operand. A slash equal to B is same as B is divided from A and the value is assigned to A. Modulus equal to calculate modulus using two operands and assign the result to the left operand. So A modulus equal to B is same as A equal to A modulus B. B is divided by A. B is divided from A. A is divided by B and the remainder is assigned to A. Next is conditional operator. The conditional operator in C are known by two or more names: ternary operator and equal to operator, question mark operator. So it is actually the if condition that we use in C language decision making. But using the conditional operator, we turn the if condition statement into a short and simple operator. The syntax of a conditional operator is expression 1 question mark, expression 2 semicolon, and expression 3. The question mark in the syntax represents the if part. The first expression 1, generally returns either true or false, based on which it is decided whether expression 2 will be executed or expression 3. If expression 1 returns true, then the expression on the left side of semicolon, that is expression 2, is executed. If expression 1 returns false, then the expression on the right side of semicolon, that is expression 3, is executed. So this symbol is colon. So ഇതെങ്ങനെ വർക്കാവുമെന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സ്പ്രഷൻ 1 എവാലുവേറ്റ് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2 എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 3 എക്സിക്യൂട്ട് ചെയ്യും. സോ ഇതാണ് ടെർണറി ഓപ്പറേറ്ററിൻ്റെ വർക്കിംഗ്. നെക്സ്റ്റ് സ്പെഷ്യൽ ഓപ്പറേറ്റർ, സൈസ് ഓഫ്.
returns the size of a variable. സോ നമ്മളൊരു ഇൻറ്റീജർ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തെന്ന് വിചാരിക്കുക. സോ ആ എക്സിൻ്റെ സൈസ് 2 bytes ആണോ എത്ര ബൈറ്റ്സ് ആണെന്ന് അറിയാൻ വേണ്ടി സൈസ് ഓഫ് എക്സ് എന്ന് കൊടുത്താൽ അത് 2 എന്ന് പറഞ്ഞ് ഉള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. സോ ഫ്ലോട്ട് ഓഫ് എക്സ് എന്ന് കൊടുത്താൽ 4 bytes എന്ന് റിട്ടേൺ ചെയ്യും വാല്യൂ. സോ അത് ഒരു വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പിനനുസരിച്ചുള്ള അതിൻ്റെ സൈസ് ഡിഫൈൻ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. ആംപർസാൻഡ് റിട്ടേൺസ് ദ അഡ്രസ് ഓഫ് എ വേരിയബിൾ. സോ നമ്മളൊരു വേരിയബിളിനെ അസൈൻ ചെയ്ത് അതിൻ്റെ അഡ്രസ് ലൊക്കേഷൻ മെമ്മറി ലൊക്കേഷനിൽ അഡ്രസ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അഡ്രസ്സിന് അസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആംപർസാൻഡ് യൂസ് ചെയ്യുന്നു. സോ ആംപർസാൻഡ് എക്സ് റിട്ടേൺ ദ അഡ്രസ് ഓഫ് വേരിയബിൾ എക്സ്. സോ നമ്മളൊരു വേരിയബിൾ എക്സിൽ ഒരു വാല്യൂ കൊടുത്തിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു എക്സ് ഈക്വൽ ടു 100 എന്ന് വിചാരിക്കുക. സോ എക്സിന് ഒരു അഡ്രസ്സ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഇത് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഈ എക്സ് എന്ന് പറഞ്ഞുള്ള വേരിയബിൾ സ്റ്റോർ ആയിരിക്കുന്ന ഒരു അഡ്രസ് ലൊക്കേഷനിലാണ്. ഫോർ എക്സാമ്പിൾ ഒരു 1000 എന്ന് വിചാരിക്കാം. സോ അഡ്രസ്സിന് അസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആംപർസാൻഡ് യൂസ് ചെയ്യും. ആസ്ട്രിക്സ് പോയിന്റർ ടു എ വേരിയബിൾ. സോ ഇത് ഒരു പോയിന്ററിന് നമ്മൾ ഒരു വേരിയബിളിനെ നമ്മൾ പോയിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പോയിന്റർ വേരിയബിളിനെ യൂസ് ചെയ്യുന്ന ആസ്ട്രിക് സിമ്പിളാണ്. സോ ആസ്ട്രിക്സ് എക്സ് എന്ന് കൊടുത്താൽ എക്സ് ഇസ് എ പോയിന്റർ വേരിയബിൾ. It will be a pointer to another variable x. So next question 14b ആണ്. Explain how characters are stored and processed in C. ഇത് 4 marksന് ചോദിച്ചിരിക്കുകയാണ്. 14b ആണ്. Explain how characters are stored and processed in C. So ഇത് computers work in binary. As a result, all characters, whether they are letters, punctuations or digits, are stored as binary numbers. So നമ്മളെ CPU വർക്ക് ആവുന്നത് ബൈനറി ആണ്, 1s and 0s. സോ അത് നമ്മൾ ലെറ്റേഴ്സ് അല്ലെങ്കിൽ പങ്ക്ച്വേഷൻ, കോമ, ഇൻവേർട്ടഡ് കോമ, ആസ്ട്രിക്സ്, അതേ കണക്ക് ഡിജിറ്റ്സ്. സോ 0 to 9. സോ ഇതെല്ലാം വർക്ക് ആവുന്നത് സ്റ്റോർ ആയിരിക്കുന്നത് ബൈനറി നമ്പേഴ്സിലാണ്. അതേ കണക്ക് നമ്മൾ കീബോർഡിൽ ഒരു ബട്ടൺസ് ഉണ്ടല്ലോ, അതെല്ലാം ആസ്കി ക്യാരക്ടറിൽ കൺവേർട്ട് ആവും. ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ്. സോ നെക്സ്റ്റ്, ഓൾ ദ ക്യാരക്ടേഴ്സ് ദാറ്റ് എ കമ്പ്യൂട്ടർ ക്യാൻ യൂസ് ആർ കോൾഡ് ആസ് ദ ആസ്കി ക്യാരക്ടർ സെറ്റ്. സോ കമ്പ്യൂട്ടർ കീബോർഡിൽ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ എല്ലാം ആസ്കി ക്യാരക്ടർ സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ദ ആസ്കി ക്യാരക്ടർ സെറ്റ് is a set of numbers from 0 to 255. സോ ഓരോരോ വേർഡ്സിന്, ഓരോ ആൽഫബറ്റിന് ഓരോ നമ്പേഴ്സ് ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. സോ അത് 0 to 255 വരെ ഓരോ ആൽഫബറ്റും സ്പെഷ്യൽ സിമ്പിൾസും പങ്ക്ച്വേഷൻസും ഡിവൈഡ് ആവും. where each number in the set represents a unique character. For example, the number 48 is used to represent the digit 0. 65 represents the character capital A. 97 represents the character small a. So ഇതേപോലെ 0ക്ക് 48 എന്നുള്ള നമ്പറും ക്യാപിറ്റൽ എക്ക് 65ഉം 97ന് സ്മോൾ എയുമാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. Formatting characters are also represented in the ASCII character set. The blank space character is ASCII 32. The tab character is ASCII 9. And the carriage written is represented by 13. When we look at a text file, every symbol seen and every non-visible formatting technique is represented by an ASCII character. In what follows, the assumption is made that data is being read from the keyboard. Every keystroke made is recorded in an area of memory called keyboard buffer. സോ നമ്മൾ കീബോർഡിൽ എൻട്രി ചെയ്യുന്ന എല്ലാം കീബോർഡ് ബഫർ എന്നുള്ള സ്ഥലത്ത്, മെമ്മറിയിലുള്ള ഒരു സ്ഥലത്ത് റെക്കോർഡായിരിക്കും. ദിസ് ഈസ് വെയർ ഡേറ്റ ഈസ് ഹെൽഡ് അൺടിൽ നീഡഡ് ബൈ എ പ്രോഗ്രാം. സോ നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നവർ ആ സ്ഥലത്ത് ഹെൽഡ് ആയിരിക്കും. സോ വെൻ ആൻ ഇൻപുട്ട് കമാൻഡ് സച്ച് ആസ് ഗെറ്റ് കെയർ or scanf appears in a C program, the program will first check the keyboard buffer
to see if any data is present. So നമ്മൾ ഒരു കമാൻഡ് കൊടുക്കും, ഫോർ എക്സാമ്പിൾ ഗെറ്റ് കെയർ അല്ലെങ്കിൽ സ്കാൻഎഫ് കമാൻഡ് കൊടുക്കുമ്പോൾ അത് ആ പ്രോഗ്രാം ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ് കീബോർഡ് ബഫർ. If data is present, the program will extract the data out of the keyboard buffer. In this way, the input command is satisfied. If there is no data in the buffer, the program will pause and wait for the user to type something. So ഇത് ഇങ്ങനെയാണ് നമ്മൾ characters are stored and processed in C. So ഇത് 4 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. So question number 15A. Write a function in C which takes a two-dimensional array storing a matrix of numbers and the order of the matrix, numbers of rows and columns, as arguments and displays the sum of the elements stored in each row. So ഇത് 6 മാർക്സിനുള്ള പ്രോഗ്രാമാണ്. സോ നമ്മളൊരു മാട്രിക്സിനെ ഡിഫൈൻ ചെയ്യണം. അത് 2-dimensional array ആണ് മാട്രിക്സ് എന്ന് പറയുന്നത്. റോയും ഉണ്ട് കോളവും ഉണ്ട്. സോ അതിനെ നമ്മൾ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റോസിനും കോളംസിനെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്തിട്ട് നമ്മൾ ഫംഗ്ഷൻ വഴി നമ്മൾ അതിൻ്റെ മാട്രിക്സിന് ഡിസ്പ്ലേ ആണ്. സോർട്ടിങ് ദ മാട്രിക്സ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ഡിസ്പ്ലേസ് ദ സം ഓഫ് എലിമെൻറ്റ്സ് സ്റ്റോർഡ് ഇൻ എ റോ. സോ ഈച്ച് റോയിലുള്ള എലിമെൻറ്റ്സിൻ്റെ നമ്മൾ സമ്മ് കാണിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു 3x3 മാട്രിക്സ് ആണെന്ന് വിചാരിക്കാം. സോ ഫസ്റ്റ് റോയിലുള്ളത് 1 2 3, സെക്കൻഡ് റോയിലുള്ളത് 4 5 6, തേർഡ് റോയിലുള്ളത് 7 8 9 ആണെന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് റോയിലുള്ള നമ്പേഴ്സ് 1 + 2 + 3 = 6. സെക്കൻഡ് റോയിലുള്ള നമ്പറിൻ്റെ സം എന്ന് പറയുന്നത് 5 + 6 + 7 18. അതേ കണക്ക് തേർഡ് റോയിലുള്ള നമ്പർ 8 + 9 സെക്കൻഡ് റോയിലുള്ള നമ്പർ 4 + 5 + 6 ദറ്റ് ഈസ് 15. തേർഡ് റോയിലുള്ള സം എന്ന് പറയുന്നത് 7 + 8 + 9, സോ ദറ്റ് ഈസ് 24. സോ ഇതാണ് പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഡയറക്റ്റ് പ്രോഗ്രാമാണ്. സി പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് റോസ് ഇൻ എ മാട്രിക്സ്. സോ ഇത് കോമെന്റ് ആണ്. നെക്സ്റ്റ് ഇൻക്ലൂഡ് stdio.h ഹെഡർ ഫയലാണ്. പിന്നെ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ. സോ വോയിഡ് ആഡ് റോസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ നെയിമാണ്. സോ അതിൽ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാൻ പോകുന്നത് അറേ ആണ്. സോ അറേ ഓഫ് 10 × 10. സോ ഇതൊരു 2-dimensional അറേ ആയതുകൊണ്ട് അറേ ഓഫ് 10 × 10. സോ നമ്മൾ ഇൻറ്റീജർ ടൈപ്പ് എലിമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ്. അത് കണക്ക് റോസ് ഇൻറ്റ് റോസ് ഇൻറ്റ് കോളംസ്. സോ നമ്മൾ റോസും കോളംസും അതും പാസ് ചെയ്യാണ്. നെക്സ്റ്റ് ഇൻഡെക്സ് വേരിയബിൾ i, j. സോ 2-dimensional അറേ ആയതുകൊണ്ട് 2 ഇൻഡെക്സ് വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്, ഐയും ജെയും. സോ അത് രണ്ടും ഇൻറ്റീജർ ടൈപ്പ് ഡേറ്റ ആണ്. സോ നെക്സ്റ്റ് നമ്മൾ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാണ്. ഫോർ i = 0, i < rows, i++. സം = 0. സോ നമ്മൾ സം ഓഫ് എലിമെന്റ്സ് ഇൻ ദ റോ ആണ് എടുക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇൻറ്റീജർ സം = 0 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്യാണ്. സോ അതിൻ്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യും മുമ്പേ 0 ആണ്. സോ നെക്സ്റ്റ് കോളമിന് വേണ്ടി നമ്മൾ ഇനിയൊരു ഫോർ ലൂപ്പ്. സോ ഇത് ആക്ച്വലി ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പാണ്. സോ നമ്മൾ മാട്രിക്സിനകത്ത് നെസ്റ്റഡ് ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫോർ j = 0, j < columns, j++. സം = സം പ്ലസ് array of i of j. Close bracket. The sum of elements of row അത് ആക്ച്വലി %d 1 ഇൻ മാട്രിക്സ് = സം. സോ അത് ആക്ച്വലി റോയുടെ ഇത്. സോ ഇത് ഫംഗ്ഷൻ്റെ പാർട്ടാണ്. സോ ഇത്രയും നമ്മൾ ആദ്യം വായിച്ചത് ഫംഗ്ഷൻ്റെ പാർട്ടാണ്. സോ ഇതാണ് പ്രോഗ്രാം. സോ പ്രീവിയസ് ക്വസ്റ്റ്യനും ഒന്ന് ഇത് ചെയ്യാം, സ്ക്രോൾ ചെയ്യാം. Question number 14. Question number 15. സോ ഇത് ഇവിടെ നിന്നാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ആവുന്നത്. സോ ഇത് കോമന്റ് സെക്ഷൻ, ഹെഡർ ഫയൽ, പിന്നെ നമ്മൾ ഫംഗ്ഷൻ, ഇത് ഫംഗ്ഷൻ്റെ പാർട്ടാണ്.
So sum equal to sum plus array of I of j. So ഇത് സമ്മിലുള്ളത് 0 plus array of I of j element by element ആഡ് ചെയ്യും. എന്നിട്ട് പ്രിന്റ് ചെയ്യും ആസ് പെർ റോ. നെക്സ്റ്റ് നമ്മൾ മെയിൻ ഫംഗ്ഷനിലോട്ട് പോവുകയാണ്. സോ ഇൻറ്റീജർ മെയിൻ ഇൻറ്റ് ഐ കമ ജെ ഇൻഡെക്സ് വേരിയബിൾസ് ആണ്. റോസ് കോളംസ് എന്ന് പറയുന്ന റോസും കോളംസും റെപ്രസെൻറ്റ് ചെയ്യുന്ന വേരിയബിൾസ് ആണ്. എ ഓഫ് 10 എന്ന് പറയുന്നത് മാട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 2-dimensional array ആണ്. നെക്സ്റ്റ് പ്രിന്റ് ഓഫ് എൻറ്റർ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. സോ ഇതൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്കാൻ ഓഫ് %d ആംപർസാൻഡ് റോസ് ആംപർസാൻഡ് കോളംസ്. സോ നമ്മൾ ഫോർ എക്സാമ്പിൾ 3x3 മാട്രിക്സിനെ നമ്മൾ എൻറ്റർ ചെയ്യുന്നത് 3 എന്ന് പറയുന്ന റോസിലും 3 എന്ന് പറയുന്ന കോളംസിലും സേവ് ആവും. നെക്സ്റ്റ് പ്രിന്റ് ഓഫ് പ്ലീസ് എൻറ്റർ ദ റോ ആൻഡ് കോളം എലിമെന്റ്സ് ഓഫ് മാട്രിക്സ്. സോ നമ്മൾ മാട്രിക്സിന്റെ റോയും കോളം എൻറ്റർ ചെയ്യുമ്പോൾ അതിനുവേണ്ടി നമ്മളൊരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്ന ഫോർ i equal to 0 i less than rows i plus plus, for j is equal to 0 j less than columns j plus plus. എന്നിട്ട് സ്കാൻ ഓഫ് %d ആംപർസാൻഡ് a of i of j. സോ ഇത് നമ്മൾ എല്ലാ എലിമെന്റ്സും ഇതിൽ സ്റ്റോർ ആവും. ഈ 2-dimensional arrayയിൽ അറേയുടെ അഡ്രസ്സിൽ സ്റ്റോർ ആവും. നെക്സ്റ്റ് ഫംഗ്ഷൻ ആഡ് റോസ് ഓഫ് എ റോസ് കോളംസ്. സോ ഇത് 3 ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. എ എന്ന് പറയുന്ന അറേ പാസ് ചെയ്യാനുള്ള ആക്ച്വൽ ആർഗ്യുമെന്റ് ആണ്. റോസ് എന്ന് പറയുന്നത് പിന്നെ കോളംസ് എന്ന് പറയുന്നതും റോസും കോളംസും പാസ് ചെയ്യുന്ന ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആണ്. എന്നിട്ട് റിട്ടേൺ 0 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഈ നമ്മൾ ആഡ് റോസ് എന്ന് പറഞ്ഞ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റ് ഫംഗ്ഷനിലോട്ട് പോകും. സോ ഇത് കോൾഡ് ഫംഗ്ഷൻ ആണ്. സോ ഇവിടുന്ന് നേരത്തെ പറഞ്ഞ കണക്ക് ഈ അറേ എന്ന് പറഞ്ഞ പാർട്ടും റോസ് എന്ന് പറയുന്നതും കോളംസ് എന്ന് പറയുന്നതും ഇത് ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് നമുക്ക് ഫംഗ്ഷനിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇൻഡെക്സ് വേരിയബിൾസ് യൂസ് ചെയ്ത് സം ഈക്വൽ ടു 0 j is equal to 0 j less than column j plus plus, sum is equal to sum plus a of array of I of j എന്നിട്ട് പ്രിന്റ് ചെയ്യും. സോ ഇതാണ് പ്രോഗ്രാമിൻ്റെ വർക്കിംഗ്. സോ ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഇവിടെ പ്രോഗ്രാം കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. സോ റൺ ചെയ്യുന്ന പ്ലീസ് എൻറ്റർ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. സോ ഞാൻ 3 എന്ന് കൊടുക്കുകയാണ്. സോ 3 റോസ് ആൻഡ് 3 കോളംസ് ആയിട്ട് അത് റീഡ് ചെയ്യും, സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് പ്ലീസ് എൻറ്റർ ദ റോ ആൻഡ് കോളം എലിമെന്റ്സ് ഓഫ് ദ മാട്രിക്സ്. സോ മാട്രിക്സിൻ്റെ അതേ സ്റ്റൈലിൽ തന്നെ എൻറ്റർ ചെയ്യുന്ന 1 space 2 space 3, next line 4 space 5 space 6 7 space 8 space 9. സോ ഇത് 9 എലിമെന്റ്സ് എൻറ്റർ ചെയ്ത് എൻറ്റർ പ്രസ് ചെയ്യുന്നു. സോ അത് 1 plus 2 plus 3 equal to 6. So sum of elements of row 1 in matrix equal to 6. Sum of elements of row 2 equal to 15 in matrix equal to 15. Sum of elements of row 3 in matrix equal to 24. So ഇത് കിട്ടാണ്. സോ ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ആവുന്നത്. സോ ഈ ജസ്റ്റ് പ്രോഗ്രാം എഴുതി ഈ ഒരു സാമ്പിൾ ഔട്ട്പുട്ടും എഴുതിയാൽ ഫുൾ മാർക്സ് കിട്ടും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15B ആണ്. 15B, write a C program to check whether a given matrix is a diagonal matrix. സോ ഇത് 8 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ഡയഗണൽ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോയും ഡയഗണൽ എലിമെന്റ്സ് മാത്രം നമ്പേഴ്സ് ആയിരിക്കും, ബാക്കിയുള്ള സൈഡിലുള്ള എലിമെന്റ്സ് എല്ലാം 0 ആയിരിക്കും. only the numbers in the diagonal is number, others are 0. സോ അതിൻ്റെ ഒരു പ്രോഗ്രാം നോക്കാം. A matrix having non-zero elements only in the diagonal running from the upper left to the lower right is called a diagonal matrix. So ഈ പ്രോഗ്രാം ഡയറക്റ്റ് പോയാണ്. ഹാഷ് ഇൻക്ലൂഡ് stdio.h header file integer main, next row underscore size column underscore size. So ഈ diagonal element മാട്രിക്സിന്റെ ഓർഡർ ആണ്. row underscore size column underscore get size of the matrix. So ഇത് നമ്മൾ enter the
row size of the matrix. So row entry ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന row read ചെയ്ത് scan of percentage d ampersand row underscore size. Enter the column size of the matrix, scan of percentage d ampersand column underscore size. Next നമ്മൾ arrayനെ define ചെയ്യണം, declare ചെയ്യണം. So matrix row underscore size column underscore size. So അത് integer type ആണ്. Next taking input of the matrix. So matrixന്റെ elements നമ്മൾ read ചെയ്യണം. So അതിന് നമ്മൾ രണ്ട് ഇൻഡെക്സ് വേരിയബിൾ ഡിഫൈൻ ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം, i, j. എൻ്റർ ദ മാട്രിക്സ് എലിമെന്റ് എന്ന ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. സോ പിന്നെ നെസ്റ്റഡ് ഫോർ ലൂപ്പ് ഫോർ i equal to 0 i less than row underscore size i plus plus, for j is equal to 0 j less than column underscore size j plus plus. എന്നിട്ട് നമ്മൾ സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ഡി ആംപർസാൻഡ് മാട്രിക്സ് ഓഫ് i of j. സോ ഇത് നമ്മൾ എല്ലാ എലിമെന്റ്സും എൻ്റർ ചെയ്യുന്നത് റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് ചെക്കിംഗ് എലിമെന്റ്സ് എക്സെപ്റ്റ് ഡയഗണൽ ആർ 0 ഓർ നോട്ട്. സോ ഡയഗണൽ എലിമെന്റ്സ് മാത്രം നോൺ സീറോ ആയിരിക്കണം, ബാക്കി എല്ലാ എലിമെന്റ്സും സീറോ ആയിരിക്കണം, എന്നാലും അത് ഡയഗണൽ മാട്രിക്സ് ആവും. സോ ഇൻറ്റ് പോയിന്റ് ഈക്വൽ ടു 0. സോ ഇത് നമ്മളൊരു കണ്ടീഷനായിട്ട് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്, പോയിന്റ് ഈക്വൽ ടു 0. സോ നെക്സ്റ്റ് ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്ന അറേയുടെ ഈച്ച് ആൻഡ് എവറി എലിമെന്റ് റീഡ് ചെയ്യാൻ വേണ്ടി. സോ ഈച്ച് ആൻഡ് എവറി എലിമെന്റ് 1 by 1 റീഡ് ചെയ്ത് രണ്ട് ഇൻഡെക്സ് വേരിയബിൾ നെസ്റ്റഡ് ഫോർ ലൂപ്പിൽ യൂസ് ചെയ്തിട്ട് ഓരോ എലിമെന്റ് 1 by 1 റീഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു അറേനെ നമ്മൾ ജനറൽ ഫോം ആയിട്ട് റീഡ് ചെയ്താൽ A1 A00 A01 A02, അത് കണക്ക് A10 A11 A12 A02 A20 A21 A22. സോ ഇതാണ് വരുന്നത് ആക്ച്വലി. സോ നമ്മൾ i, j ഫോർമാറ്റിലും അതാണ് ജനറിക് ആയിട്ട് പറയുന്നത്. സോ ഇതൊരു ഇഫ് കണ്ടീഷൻ ഉണ്ട്. ഇഫ് i നോട്ട് ഈക്വൽ ടു j ആൻഡ് മാട്രിക്സ് ഓഫ് i of j നോട്ട് ഈക്വൽ ടു 0. സോ ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രവും ഇത് പോയിന്റ് ഈക്വൽ ടു 1 ആവും. സോ ഈ കണ്ടീഷൻ ട്രൂ ആവണമെങ്കിൽ എന്താണ്, ഡയഗണൽ എലിമെന്റ് നോൺ സീറോ ആയിരിക്കണം. സോ മാട്രിക്സ് i of j നോട്ട് ഈക്വൽ ടു 0 എന്നൊരു കണ്ടീഷനുണ്ട്. അത് കണക്ക് i നോട്ട് ഈക്വൽ ടു j എന്നും ഒരു കണ്ടീഷനുണ്ട്. സോ i നോട്ട് ഈക്വൽ ടു j എന്ന് പറഞ്ഞാൽ i ഈക്വൽ ടു j ആവുന്ന ഡയഗണൽ എലിമെന്റ്സിന്റെ മാത്രമായിരിക്കും, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ i നോട്ട് ഈക്വൽ ടു j ആണ്. സോ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആകുമ്പോഴും പോയിന്റ് ഈക്വൽ ടു 1ന്റെ വാല്യൂ വരും. നെക്സ്റ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അതിന് ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. നെക്സ്റ്റ് ക്ലോസ് ബ്രാക്കറ്റ്, ഇഫ് പോയിന്റ് ഈക്വൽ ടു 1, സോ മാട്രിക്സ് ഇസ് നോട്ട് എ ഡയഗണൽ മാട്രിക്സ്, else the given matrix is diagonal matrix. So ഇത് ആക്ച്വലി റിവേഴ്സ് ആണ് പറഞ്ഞത്. ഇഫ് i ഈക്വൽ ടു j i നോട്ട് ഈക്വൽ ടു j, സോ i നോട്ട് ഈക്വൽ ടു j ആക്ച്വലി ഡയഗണൽ എലിമെന്റ്സിലാണ് i ഈക്വൽ ടു j വരുന്നത്, ആൻഡ് മാട്രിക്സ് ഓഫ് i of j നോട്ട് ഈക്വൽ ടു 0. സോ റൈറ്റ് അത് തന്നെ. സോ ഇഫ് പോയിന്റ് ഈക്വൽ ടു 1 ദ മാട്രിക്സ് ഇസ് നോട്ട് എ ഡയഗണൽ മാട്രിക്സ്, എൽസ് ഗിവൻ മാട്രിക്സ് ഇസ് ഡയഗണൽ മാട്രിക്സ്. സോ ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് റൺ ചെയ്യണം. റൺ ചെയ്യുമ്പോൾ എൻ്റർ ദ റോ സൈസ് ഓഫ് ദി മാട്രിക്സ് 3 എന്ന് കൊടുക്കുന്ന, എൻ്റർ ദ കോളം സൈസ് ഓഫ് ദി മാട്രിക്സ് അതും 3 ആണ്. നെക്സ്റ്റ് എൻ്റർ ദ മാട്രിക്സ് എലിമെന്റ്. സോ ഇത് ഫസ്റ്റ് എലിമെന്റ് 1, സെക്കൻഡ് എലിമെന്റ് 0, തേർഡ് എലിമെന്റ് 0. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലിമെന്റ് 0, സെക്കൻഡ് എലിമെന്റ് 2, തേർഡ് എലിമെന്റ് 0. നെക്സ്റ്റ് തേർഡ് റോയിൽ ഫസ്റ്റ് എലിമെന്റ് 0, സെക്കൻഡ് എലിമെന്റ് 0, തേർഡ് എലിമെന്റ് 3. സോ ഇത് ചെയ്യുമ്പോൾ ദ ഗിവൺ മാട്രിക്സ് ഈസ് ഡയഗണൽ മാട്രിക്സ് എന്ന് കാണിക്കും. നെക്സ്റ്റ് ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തിട്ട് റോ 3 കൊടുക്കാം, കോളം 3 കൊടുക്കാം. അത് കണക്ക് നമുക്ക് ഡയഗണൽ അല്ലാത്ത ഒരു മാട്രിക്സ് എൻ്റർ ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഗിവൺ മാട്രിക്സ് ഈസ് നോട്ട് എ ഡയഗണൽ മാട്രിക്സ് എന്ന് കാണിക്കും. സോ ഇത്
സോ ഇവിടെ വെച്ച് 8 മാർക്സിൻ്റെ ഇത് കംപ്ലീറ്റ് ആയി. സോ ഇതാണ് പ്രോഗ്രാം. studio.h main row column. സോ ഇവിടെ വെച്ച് പ്രോഗ്രാം കംപ്ലീറ്റ് ആവും. സോ ഇതൊരു സാമ്പിൾ ഒരു ഔട്ട്പുട്ട് എഴുതിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. Question number 16a, without using any built-in string processing function like string length, string cat, etc., write a program to concatenate two strings. So നമ്മൾ സാധാരണ string handling functions ഉണ്ട്. string cat, string length, അത് ഈ ഫങ്ഷൻസ് 10 സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷനുണ്ട്. സോ അതിൽ നമുക്ക് സ്ട്രിങ് ക്യാറ്റ് യൂസ് ചെയ്താൽ 2 സ്ട്രിങ്സിനെ നമുക്ക് ഈസി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പ്രോഗ്രാമിൽ ചോദിച്ചിരിക്കുന്ന 8 മാർക്കിനാണ്. സോ ഇത് നമ്മൾ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാതെ നമ്മൾ 2 സ്ട്രിങ്ങിനെ കോൺകാറ്റിനേറ്റ് ചെയ്യണം. കോൺകാറ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ 2 വേർഡ്സിനെ നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഒരു സിംഗിൾ വേർഡായിട്ട് മാറ്റണം. സോ ഈ പ്രോഗ്രാം ഇതാണ്. ഹാഷ് ഇൻക്ലൂഡ് studio.h int main open floor bracket character first string of 20. സോ ഫസ്റ്റ് സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ടൈപ്പ് ഡേറ്റ ആണ്. സോ അത് 20 ആൽഫബറ്റ്സ് യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു വേർഡിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേ കണക്ക് സെക്കൻഡ് സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ടൈപ്പ് 1 ഡയമെൻഷണൽ അറേയാണ്. അതും നമുക്ക് 20 ആൽഫബറ്റ്സ് യൂസ് ചെയ്ത് ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഐ എന്ന് പറയുന്നത് ഇൻഡെക്സ് വേരിയബിൾ ആണ്. എൻ്റർ ദ ഫസ്റ്റ് സ്ട്രിങ്. So printf statement, enter the first string, scanf percentages first string. So first string read ചെയ്ത് നെക്സ്റ്റ് printf enter the second string. So scanf percentages second string റീഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഇൻഡെക്സ് വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്. ഫോർ ഐ ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്ത് ഫോർ ലൂപ്പ് ഡിഫൈൻ ചെയ്യണം. സോ ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദെൻ ഫോർ ഐ ഈക്വൽ ടു 0. സോ ഇത് ആക്ച്വലി 2 ഇൻഡെക്സ് വേരിയബിൾ ഉണ്ട്, ഐയും ജെയും. ഐ കോമ ജെ 2 ഇൻഡെക്സ് വേരിയബിൾസ് ഉണ്ട്. സോ ഫോർ ഐ ഈക്വൽ ടു 0, ഫസ്റ്റ് അണ്ടർസ്കോർ സ്ട്രിങ് ഓഫ് ഐ നോട്ട് ഈക്വൽ ടു /0. സോ നമ്മൾ ഈ സി പ്രോഗ്രാമിൽ കമ്പൈലർ ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്ത് ആ ലാസ്റ്റ് ആൽഫബറ്റ് കഴിയുമ്പോൾ നെക്സ്റ്റ് വേറെ ഒന്നും വായിക്കാനില്ലെങ്കിൽ അത് /0 എന്നാണ് കൗണ്ട് ചെയ്യുന്നത്. സോ അത് ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എൻഡ് ഓഫ് ലൈനിൽ യൂസ് ചെയ്യുന്നത് /0 എന്നാണ്. സോ അത്രയും സ്ട്രിങ്ങിൻ്റെ അവസാനത്തെ ആൽഫബറ്റ് വരെ റീഡ് ചെയ്യാൻ വേണ്ടി നോട്ട് ഈക്വൽ ടു /0 എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്യും. സോ പ്ലസ് ഐ പ്ലസ് പ്ലസ് അഗെയിൻ ഫോർ ഇൻറ്റ് ജെ ഈക്വൽ ടു 0, സെക്കൻഡ് സ്ട്രിങ് ജെ നോട്ട് ഈക്വൽ ടു /0 ജെ പ്ലസ് പ്ലസ്. സോ ഇത് നമ്മൾ ആ 2 സ്ട്രിങ്ങിനെയും ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്ത് ആൽഫബറ്റ് ബൈ ആൽഫബറ്റ് റീഡ് ചെയ്യാൻ വേണ്ടി ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഓപ്പൺ ഫ്ലോർ ബ്രാക്കറ്റ്, ഫസ്റ്റ് സ്ട്രിങ് ഓഫ് ഐ ഈക്വൽ ടു സെക്കൻഡ് സ്ട്രിങ് ഓഫ് ജെ. ആക്ച്വലി അത് ഫസ്റ്റ് സ്ട്രിങ് ഓഫ് ഐ ഈക്വൽ ടു സെക്കൻഡ് സ്ട്രിങ് ഓഫ് ഐ പ്ലസ് പ്ലസ് എന്നുള്ള ഇൻക്രിമെൻറ്റ് വേരിയബിൾ കൊടുക്കുകയാണ്. സോ നെക്സ്റ്റ് ക്ലോസ് ബ്രാക്കറ്റ്, ഫസ്റ്റ് സ്ട്രിങ് ഓഫ് ഐ ഈക്വൽ ടു /0. ഫസ്റ്റ് സ്ട്രിങ് ഓഫ് ഐ ഈക്വൽ ടു /0 എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് printf after concatenation the string will look like percentages first string. സോ ഇത് ആക്ച്വലി സെക്കൻഡ് സ്ട്രിങ്ങിലുള്ള വാല്യൂ ഫസ്റ്റ് സ്ട്രിങ്ങിൽ സ്റ്റോർ ആയിട്ട് ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ഉള്ള വാല്യൂയുടെ കൂടെ ആഡ് ആവും. സോ രണ്ടും കോൺകാറ്റിനേറ്റ് ആവും. സോ ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ആവുന്നത്. സോ ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുമ്പോൾ എൻ്റർ ദ ഫസ്റ്റ് സ്ട്രിങ് എന്ന് ചോദിച്ചാൽ കേരള എന്ന് കൊടുക്കുന്നത്, എൻ്റർ ദ സെക്കൻഡ് സ്ട്രിങ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി എന്ന് കൊടുക്കണം. സോ ഇതൊരു വായിക്കാൻ റീഡബിൾ ആയിട്ടിരിക്കാൻ വേണ്ടി ഒരു അണ്ടർസ്കോറും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. സോ അത് ഔട്ട്പുട്ട് വരുമ്പോൾ ആഫ്റ്റർ concatenation the string would look like കേരള യൂണിവേഴ്സിറ്റി. സോ ഇത് നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാം ഇതിനെ. സോ കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യുന്ന
സോ എൻ്റർ ദ ഫസ്റ്റ് സ്ട്രിങ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ കേരള എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ദ സെക്കൻഡ് സ്ട്രിങ് എന്ന് ചോദിക്കുമ്പോൾ അണ്ടർസ്കോർ യൂണിവേഴ്സിറ്റി എൻ്റർ ചെയ്യുമ്പോൾ ആഫ്റ്റർ കൺകാറ്റിനേഷൻ ദ സ്ട്രിങ് വുഡ് ലുക്ക് ലൈക്ക് കേരള അണ്ടർസ്കോർ യൂണിവേഴ്സിറ്റി. ഇതാണ് പ്രോഗ്രാം. സോ 16A പ്രോഗ്രാം 8 മാർക്സിനാണ്. സോ നമ്മൾ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ 2 സ്ട്രിങ്സിന് കോൺകാറ്റിനേറ്റ് ചെയ്തു. സോ നമ്മൾ പ്രോഗ്രാം എഴുതി ഔട്ട്പുട്ടും കൂടെ സാമ്പിൾ ഔട്ട്പുട്ടും കൂടെ എഴുതിയാൽ ഫുൾ മാർക്സ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16B ആണ്. 16B റൈറ്റ് എ സി പ്രോഗ്രാം ടു പെർഫോം ബബിൾ സോർട്ട്. സോ 6 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബബിൾ സോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അറേ 1 ഡയമെൻഷണൽ അറേ ഓഫ് നമ്പേഴ്സ് ഡിഫൈൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ 5 നമ്പേഴ്സിനെ നമ്മൾ റാൻഡമായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ 25, 2, 5, 16, 7. സോ ഇത് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുന്നു. സോ ഇതാണ് ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ പ്രോഗ്രാം എഴുതണം. സോ റൈറ്റ് എ ബബിൾ സോർട്ട് പ്രോഗ്രാം ടു ബബിൾ സോർട്ട് ദ ഗിവൺ അറേ ഓഫ് നമ്പേഴ്സ്. സോ ഇതിന് ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് conio.h, ഇൻറ്റീജർ മെയിൻ, ഓപ്പൺ ഫ്ലോർ ബ്രാക്കറ്റ്, ഇൻറ്റീജർ അറേ ഓഫ് 15. സോ എ എന്ന് പറയുന്ന ഒരു അറേ ഓഫ് 15. സോ മാക്സിമം ഒരു 15 നമ്പേഴ്സ് വരെ എനിക്ക് കൊടുക്കാം പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ. സോ നെക്സ്റ്റ് ഇൻഡെക്സ് വേരിയബിൾസ് i, j, ടെമ്പററി വേരിയബിൾ ടി. സോ ടി എന്ന് പറയുന്നത് നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്പേഴ്സിനെ ഇന്റർചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വീണ്ടും നമുക്ക് റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. സോ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ടെമ്പററി വേരിയബിൾ ടീനെ നമ്മൾ യൂസ് ചെയ്യുന്നു. എന്നിട്ട് n എന്ന് പറയുന്ന നമ്പേഴ്സ് ലിമിറ്റ് ഓഫ് നമ്പേഴ്സ്. സോ നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എത്ര നമ്പേഴ്സാണ് ബബിൾ സോർട്ട് ചെയ്യാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. സോ എനിക്കിപ്പോൾ പ്രോഗ്രാം എളുപ്പത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു 5 നമ്പേഴ്സ് കൊടുക്കും. മാക്സിമം 15 നമ്പേഴ്സ് വരെ ഈ പ്രോഗ്രാമിൽ കൊടുക്കും. സോ ഇത് ഞാൻ 50 എന്നാക്കിയാൽ 50 നമ്പേഴ്സ് വരെ എനിക്ക് ബബിൾ സോർട്ട് ചെയ്യാൻ പറ്റും. സോ എൻ്റർ ദ ലിമിറ്റ്. സോ എൻ്റർ ദ ലിമിറ്റ് എന്ന് ചോദിക്കുമ്പോൾ %d ആംപർസാൻഡ് n. സോ നമ്മൾ എത്രയാണ് ലിമിറ്റ് കൊടുക്കുന്നത് ആ നമ്പർ അതിൽ സ്റ്റോർ ആവും, എന്നിൻ്റെ അഡ്രസ് ലൊക്കേഷനിൽ സ്റ്റോർ ആവും. പ്രിന്റ് എൻ്റർ ദ നമ്പേഴ്സ്. സോ നമ്പേഴ്സിന് എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നു. അപ്പോൾ ഫോർ i = 0, i <n, i++. സോ നമ്മൾ അറേ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യും, അതിലൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. സോ 1 by 1 അറേ എൻ്റർ ചെയ്യുമ്പോൾ അറേയുടെ 1 by 1 മെമ്മറി ലൊക്കേഷനിൽ ആ നമ്പേഴ്സ് സ്റ്റോർ ആവും. സോ അറേ ഓഫ് ഐയിൽ ആ നമ്പേഴ്സ് 1 by 1 സ്റ്റോർ ആവും. എന്നിട്ട് അതിനുശേഷം നമ്മൾ സോർട്ടിങ് ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്. സോ ഒരു നെസ്റ്റഡ് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്ന, സോ അതിൽ 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. സോ ഇത് ആക്ച്വലി നമ്മൾ ഫസ്റ്റ് i = 0, i <n -1, i++. സോ ഇത് ആക്ച്വലി എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 നമ്പേഴ്സ് ഇമാജിൻ ചെയ്യുക. സോ 5 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 22, 3, 15, 6. സോ ഇത് നമ്മൾ ബബിൾ സോർട്ട് ചെയ്യണമെങ്കിൽ എന്താണ്, ഫസ്റ്റ് നമ്പർ ഈസ് അസൈൻ ടു i. സോ ഈ 22 എന്ന് പറയുന്ന ഐയിൽ അസൈൻ ആവും. സോ ഈ i ലാസ്റ്റ് n - 1 വരെ പോകും. സോ n - 1 n4 ആണെങ്കിൽ 15 വരെ ഇത് i എന്ന് പറയുന്ന ഇതാവും. അതേ കണക്ക് j എന്ന് പറയുന്ന i+1 നമ്പർ ഫസ്റ്റ് എടുക്കും. സോ ഇത് j+1ൻ്റെ ഫസ്റ്റ് നമ്പറാണ്. പിന്നെ jയുടെ ലാസ്റ്റ് നമ്പർ 6 ആണ്. സോ ഇതേ കണക്ക് ഐയും ജെയും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സോർട്ട് ആവും. സോ if a of i greater than a of j. സോ ഇത് ആക്ച്വലി if കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് a of iയിലുള്ളത് 22 ആണ്, a of jയിലുള്ളത് 3 ആണ്. സോ ഇത് രണ്ടും ചെക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ i എന്ന് പറയുന്നത് ജെയിനേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യും. സോ ഈ കണ്ടീഷൻ ട്രൂ ആണ്, 22 is greater than 3. സോ അതുകൊണ്ട് നമ്മളിത് ഇന്റർചേഞ്ച് ചെയ്യണം. ഇന്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യും. 22 is assigned to the temporary variable t, 3 is assigned to a of i. അഗെയിൻ ടെമ്പററി വേരിയബിളിലുള്ള കണ്ടന്റ് 3 ഇരിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ സേവ് ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്നത്. സോ ഇതിൽ എന്താണ്, ഈ a of i is greater than a of j, a of iയിലുള്ള കണ്ടന്റ് ടെമ്പററി വേരിയബിളിൽ കോപ്പി ചെയ്യും. അതാണ് a of jയിലുള്ള കണ്ടന്റ് a of iയിലുള്ള സ്പേസിൽ കോപ്പി ചെയ്യും. പിന്നെ ടെമ്പററി വേരിയബിളിലുള്ള കണ്ടന്റ് a of jയിൽ കോപ്പി ചെയ്യും. സോ ഈ സൈക്കിളിൽ നമ്മൾ എവറി എലിമെന്റ് ക്രോസ് ചെക്ക് ചെയ്യും അൺടിൽ ദ a of i is not greater than a of j. സോ ഇത് ഈ എൻഡ് ആവുന്നവരെ എവറി എലിമെന്റ് അങ്ങനെ റീഅറേഞ്ച് ചെയ്ത്
അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യും. നെക്സ്റ്റ് അതിനെ പ്രിന്റ് ചെയ്യും. ദ സോർട്ടഡ് നമ്പേഴ്സ് ഓർ ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദെൻ എൻ, ഐ പ്ലസ് പ്ലസ് പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് ഡി എ ഓഫ് ഐ. സോ അത് സോർട്ട് ചെയ്തതിനു ശേഷം അതിനെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. സോ ഇതാണ്. സോ ഇത് നമ്മളൊരു എക്സാമ്പിൾ ഔട്ട്പുട്ടാണ്. എൻറ്റർ ദ ലിമിറ്റ് എന്ന് ചോദിക്കുമ്പോൾ 5 എന്ന് കൊടുക്കുന്നു. സോ എൻറ്റർ ദ നമ്പേഴ്സ് 22, 1, 9, 0, 3. ഇത് ആക്ച്വലി റാൻഡം ഓർഡറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വരേണ്ടത് 0 ആണ്, പിന്നെ 1 ആണ്, പിന്നെ 3 ആണ്, പിന്നെ 9 ആണ്, പിന്നെ 22 ആണ്. ഇത് ഈ ലോജിക് യൂസ് ചെയ്തിട്ട് സോർട്ട് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നതാണ്. സോ ജസ്റ്റ് നമുക്ക് പ്രോഗ്രാം ഒന്ന് സ്ക്രോൾ ചെയ്യാം. സോ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം, റൺ ചെയ്യാം. കോപ്പി. സോ എൻറ്റർ ദ ലിമിറ്റ് എന്ന് ചോദിക്കുന്നു. നമുക്ക് ഒരു 6 എന്ന് കൊടുക്കാം. 6 എന്ന് കൊടുത്ത് എൻറ്റർ ചെയ്യാം. ഇപ്പോൾ 6 നമ്പേഴ്സ് റാൻഡമായിട്ട് എൻറ്റർ ചെയ്യണം. സോ 55, 22, 1, 2, 0, 99, പിന്നെ ഒരു 40. സോ 6 നമ്പേഴ്സ് റാൻഡമായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് എൻറ്റർ ചെയ്യുമ്പോൾ ദ സോർട്ടഡ് നമ്പേഴ്സ് ആർ 0, 2, 22, 40, 55, 99. സോ ഇത് സോർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും. സോ ഇതാണ് ബബിൾ സോർട്ട് ഓഫ് നമ്പേഴ്സ്. So next question number 17A ആണ്. Write a function namely myFact in C to find the factorial of a given number. So write a function to namely myFact in C to find the factorial of a given number. Also write another function in C namely NCR which accepts two positive integer parameters n and r and returns the value of the mathematical function C, nr n factorial divided by r factorial into n minus r factorial. So it actually NCR is equal to n factorial divided by r factorial into n minus r factorial. So ഇത് നമ്മൾ രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഫാക്ടോറിയൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരു ഫംഗ്ഷനും പിന്നെ NCR ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേറൊരു ഫംഗ്ഷനും യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പ്രോഗ്രാം എഴുതണം. The function NCR is expected to make use of the factorial function myFact. So ഇത് NCR myFactഉം യൂസ് ചെയ്യേണ്ടി വരും. സോ ഇത് 10 മാർക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് നോക്കാം. സോ ഫസ്റ്റ് ഹാഷ് ഇൻക്ലൂഡ് std.h int myFact. സോ myFact എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ടൈപ്പ് ഫംഗ്ഷൻ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന int ആണ്. നെക്സ്റ്റ് ഇൻറ്റീജർ ടൈപ്പ് ആർഗ്യുമെന്റ് ആണ്. സോ ഇത് നമ്മൾ ഈ നമ്പറിന്റെ ഫാക്ടോറിയൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ നമ്പറിനെയാണ് ഈ ഫംഗ്ഷൻ വഴി പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്ത ഇനി ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, അത് NCR. സോ ഇത് ആക്ച്വലി നോക്കേണ്ടത് n സ്മോൾ n, ഇത് ക്യാപിറ്റൽ C, ഇത് സ്മോൾ r ആണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ NCR എന്ന് പറഞ്ഞ രണ്ട് ഇതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫംഗ്ഷൻ. സോ ഇവിടെ ഒരു NCR ഉണ്ട്, ഇത് ആക്ച്വലി ഒരു വേരിയബിൾ ആണ്. സോ NCR എന്ന് പറയുന്ന ഇത് രണ്ടാണ്. ഇത് n ക്യാപിറ്റൽ C ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ഒരുപാട് വലുതായി പോയി. സോ എനിവേ സോ ഇത് ഫസ്റ്റ് നമ്മൾ ഈ ഹാഷ് ഇൻക്ലൂഡ് std.h int myFact int. സോ ഇത് ഒരു ഫംഗ്ഷനാണ്. നെക്സ്റ്റ് n ക്യാപിറ്റൽ C ക്യാപിറ്റൽ R എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫംഗ്ഷനാണ്. സോ ഇതിലാണ് നമ്മൾ NCR ഈക്വൽ ടു ഫാക്ടോറിയൽ n ബൈ ഫാക്ടോറിയൽ n മൈനസ് r ഇൻറ്റു ഫാക്ടോറിയൽ r ഇത് ചെയ്യാൻ പോകുന്നു. സോ ഇതിൽ ഇത് സ്മോൾ n ക്യാപിറ്റൽ C സ്മോൾ r, അതേ കണക്ക് നമ്മൾ വോയിഡ് മെയിൻ ഡിഫൈൻ ചെയ്യുന്ന
ഡിഫൈൻ ചെയ്തിട്ട് വോയിഡ് മെയിൻ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ അതിന് അഡീഷണൽ ആയിട്ടുള്ള സ്മോൾ എൻ, സ്മോൾ ആർ, പിന്നെ സ്മോൾ എൻ സി ആർ. സോ ഇത് ഒരു ഡേറ്റ ടൈപ്പാണ്, ഇതൊരു വേരിയബിളാണ്. സോ എൻ സി ആർ എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. സോ ഈ എൻ ക്യാപിറ്റൽ സി സ്മോൾ ആർ എന്ന് പറയുന്നത് ഫങ്ഷനും ഇത് വേരിയബിളാണ്. പിന്നെ എൻ എന്ന് പറയുന്നത് വേറൊരു നമ്പറാണ്, നമ്മൾ ഫാക്ടോറിയൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് നമ്മൾ പ്രിന്റ് ഓഫ് എൻറ്റർ ദ വാല്യൂ ഓഫ് ഇൻറ്റീജർ ഫോർ ഫൈൻഡിങ് ഫാക്ടോറിയൽ. സോ ഇത് കൊടുക്കുമ്പോൾ അതൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ എന്താണ്, സ്കാൻ ഓഫ് %d %n. സോ നമ്മൾ എൻറ്റർ ചെയ്യുന്ന നമ്പർ, ഫോർ എക്സാമ്പിൾ എനിക്ക് 10ന്റെ ഫാക്ടോറിയൽ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഞാൻ 10 എന്ന് എൻറ്റർ ചെയ്യുന്നത് എന്നിൻ്റെ അഡ്രസ് ലൊക്കേഷനിൽ സ്റ്റോർ ആവും. നെക്സ്റ്റ് ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യാണ്, ഇൻറ്റ് ഫാക്ട് ഈക്വൽ ടു മൈ ഫാക്ട് ഓഫ് n. സോ മൈ ഫാക്ടോറിയൽ ഓഫ് n എന്ന് കൊടുക്കുമ്പോൾ അത് ആക്ച്വലി ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതാണ്. സോ n എന്ന് പറയുന്നത് ഈ നമ്പർ ആക്ച്വൽ ആർഗ്യുമെന്റ് ആണ്. സോ ഇത് കൊടുത്ത ഉടനെ എന്താവും, ഈ ഫംഗ്ഷൻ പാർട്ടിലോട്ട് പോകും. സോ ഫംഗ്ഷൻ പാർട്ടിൽ ആക്ച്വലി ഇതാണുള്ളത്. സോ ഇൻറ്റ് മൈ ഫാക്ട് ഓഫ് ഇൻറ്റീജർ n. സോ n എന്ന് പറയുന്നത് ഫോർമൽ പാരാമീറ്റർ ആണ് ഇവിടെ ഫംഗ്ഷന്റെ പാർട്ടിൽ. അതിനുശേഷം ഇൻറ്റീജർ j എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യുന്ന ഫാക്ട് ഈക്വൽ ടു 1. സോ ഫാക്ട് ഈക്വൽ ടു 1, ഫാക്ടോറിയൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഫാക്ടോറിയൽ ഓഫ് 0 ഈക്വൽ ടു 1 എന്ന് പറയുന്നില്ല, അത് കണക്ക് ഫാക്ടോറിയൽ ഈക്വൽ ടു 1 എന്ന് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. സോ ഫോർ j ഈക്വൽ ടു 1, j ലെസ് ദൻ ഓർ ഈക്വൽ ടു n, j പ്ലസ് പ്ലസ്. സോ ഇതൊരു ഫോർ ലൂപ്പ് ഡിഫൈൻ ചെയ്തിട്ട് ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻ ടു j. സോ നമ്മൾ ഒരു 10ന്റെ ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യണമെങ്കിൽ അപ് ടു 10 വരെ എന്താണ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു അങ്ങനെ സോ ഓൺ അപ് ടു 9 ഇൻറ്റു 10 വരെ അത് മൾട്ടിപ്ലൈ ചെയ്ത് ഫാക്ട് എന്നുള്ള വാല്യൂവിൽ സ്റ്റോർ ആവും. സ്റ്റോർ ചെയ്തിട്ട് ഈ ഫാക്ടിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. സോ ഇത് റിട്ടേൺ ഫാക്ട് കൊടുക്കുമ്പോൾ എന്താവും, വീണ്ടും അത് മെയിൻ ഫംഗ്ഷനിൽ പോയിട്ട് അത് പ്രിന്റ് ചെയ്യും. സോ നമ്മൾ നേരത്തെ ഫംഗ്ഷൻ കോൾ ചെയ്ത സ്ഥലത്ത് പ്രിന്റ് ചെയ്യും, ദ ഫാക്ടോറിയൽ ഓഫ് ദ നമ്പർ 10 ഈസ് സോ ഓൺ സോ, ഈ നമ്പർ 32,800 അങ്ങനെ എന്തോ കിട്ടുന്നതാണ്. സോ ഈ നമ്പർ ഇവിടെ പ്രിന്റ് ചെയ്യും ഈ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ. നെക്സ്റ്റ് നമ്മൾ NCRന്റെ ഇത് ചെയ്യാൻ പോകണം പാർട്ട്. സോ എൻറ്റർ ദ നമ്പർ എന്ന് പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണ്, സ്കാൻ ഓഫ് %d %n. സോ നമ്മൾ എന്നിന്റെ വാല്യൂ റീഡ് ചെയ്ത് NCRന് വേണ്ടിയുള്ള ഇത്. നെക്സ്റ്റ് പ്രിന്റ് ഓഫ് എൻറ്റർ ദ നമ്പർ R. സോ ആറിന്റെ വാല്യൂ റീഡ് ചെയ്തു. സോ ഇത് സ്ലാഷ് ന്യൂ ലൈൻ കൊടുത്തിരിക്കുന്ന ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിൽ ഇത് വേണമെങ്കിൽ ഒരു സ്പേസ് കൊടുക്കാം ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി. സോ ഇത് ഔട്ട്പുട്ട് ഒരു ന്യൂ ലൈനിൽ കാണിക്കും നമ്മൾ ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് അതിന് ആറിന്റെ വാല്യൂ റീഡ് ചെയ്ത് നെക്സ്റ്റ് നമ്മൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, സ്മോൾ NCR ഈക്വൽ ടു ക്യാപിറ്റൽ NCR ഫംഗ്ഷൻ ഓഫ് n ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ C ആണിത്. സോ അതുകൊണ്ടാണ് ക്യാപിറ്റൽ NCR എന്ന്. സോ ആക്ച്വലി നെക്സ്റ്റ് NCR ഓഫ് R ഇൻറ്റു NCR ഓഫ് n മൈനസ് R. സോ ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതിനകത്ത് ഫംഗ്ഷനും കോൾ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എന്നിനെ പാസ് ചെയ്യുന്നു, ഇതിനകത്ത് n പാസ് ചെയ്യുന്നു, ഇതിൽ R പാസ് ചെയ്യുന്നു, ഇത് n മൈനസ് R പാസ് ചെയ്യുന്നു, ഇത് 1 ഇതായിട്ട് ഇത് മൈനസ് ചെയ്യുന്നു. പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ ഫോർ എക്സാമ്പിൾ 10C5 എന്ന് കൊടുക്കാം. സോ എന്നിന്റെ വാല്യൂ 10ഉം ആറിന്റെ വാല്യൂ 5 എന്ന് വിചാരിച്ചാൽ 10 മൈനസ് 5 ഈക്വൽ ടു 5 ആയി. സോ 5ന്റെ വാല്യൂ ഇങ്ങോട്ട് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യും. സോ ഇത് എന്താവും, ഫസ്റ്റ് NCR. സോ n 10 ആണെങ്കിൽ ഫസ്റ്റ് 10 ഇതിലോട്ട് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യും. എന്നിട്ട് അതേ കണക്ക് നേരത്തെ ചെയ്ത കണക്ക് അതിന്റെ ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യാണ്, ഫാക്ടോറിയൽ n ബൈ ഫാക്ടോറിയൽ R ഇൻറ്റു ഫാക്ടോറിയൽ n മൈനസ് R. സോ ഇതാണ് ചെയ്യുന്നത്, ഫാക്ടോറിയൽ n ബൈ ഫാക്ടോറിയൽ R ഇൻറ്റു ഫാക്ടോറിയൽ n മൈനസ് R. സോ ഇത് ചെയ്യാണ്. സോ ഇതിനു വേണ്ടി നേരത്തെ ചെയ്ത ഫാക്ടോറിയലിന്റെ അതേ കണക്ക് തന്നെ ഇൻഡെക്സ് വേരിയബിൾ ആയും ഫാക്ട് ഈക്വൽ ടു 1 എന്നോ എഫ് എന്ന് പറഞ്ഞാണ് ഇവിടെ ഡിഫൈൻ ചെയ്ത്, എഫ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഒരു ഫോർ ലൂപ്പ് കൊടുക്കുന്നു, ഫോർ I ഈക്വൽ ടു 1, I ലെസ് ദൻ ഓർ ഈക്വൽ ടു n, I പ്ലസ് പ്ലസ്, എഫ് ഈക്വൽ ടു എഫ് ഇൻറ്റു I, റിട്ടേൺ എഫ്. സോ ഇത് ക്ലോസ് ബ്രാക്കറ്റ്. ഇത് ചെയ്ത് ഇത് നെക്സ്റ്റ് തിരിച്ച് റിട്ടേൺ ആവും. റിട്ടേൺ ആയിട്ട് സെയിം അതേ കണക്ക് ആറും പാസ്സാവും. സോ ആറും ഇതേ കണക്ക്
ഇവിടെ എന്നിൽ വന്ന് അതിൻ്റെ ഫാക്ടോറിയൽ ആർ വരും. സോ അത് കണക്ക് 3ന്റെ വാല്യൂ റിട്ടേൺ ആവും, എൻ ആർ എൻ മൈനസ് ആർ. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യും. ദ വാല്യൂ ഓഫ്, സോ ഇത് മൂന്നും ഈ മാത്തമാറ്റിക്കൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ദ വാല്യൂ ഓഫ് എൻ സി ആർ ഈക്വൽ ടു സോ ഓൺ സോ നമ്പർ. സോ ഇത് ഇങ്ങനെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആവും. സോ നമുക്കൊന്ന് ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. സോ ഔട്ട്പുട്ട് നമ്മൾ ഒരു സാമ്പിൾ ഔട്ട്പുട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റർ ദ വാല്യൂ ഓഫ് ഇൻറ്റീജർ ഫോർ ഫൈൻഡിങ് ഫാക്ടോറിയൽ. ഇത് 4 എന്ന് കൊടുക്കുന്ന. സോ ഫാക്ടോറിയൽ ഓഫ് നമ്പർ 4 ഈസ് 24. നെക്സ്റ്റ് എൻട്രി നമ്പർ n 10, എൻട്രി നമ്പർ ആർ 5. സോ ഇത് വാല്യൂ ഓഫ് 10C5 ഈക്വൽ ടു 252. സോ ഇത് കണക്കാണ് വരുന്നത്. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കോപ്പി പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യുന്ന. എൻ്റർ ദ വാല്യൂ ഓഫ് ഇൻറ്റീജർ ഫോർ ഫൈൻഡിങ് ഫാക്ടോറിയൽ 10 എന്ന് കൊടുക്കുന്നു. എൻ്റർ കൊടുക്കുമ്പോൾ ഫാക്ടോറിയൽ ഓഫ് നമ്പർ 10 ഈസ് 362880. സോ എൻ്റർ ദ വാല്യൂ ഓഫ് n എന്ന് കൊടുക്കുന്നു. 10. എൻ്റർ ദ വാല്യൂ ഓഫ് r 5. എൻ്റർ ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് 10C5 ഈക്വൽ ടു 252. സോ ഇതാണ്. സോ 2 ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒന്നിൻ്റെ ഫാക്ടോറിയലും ഫൈൻഡ് ചെയ്ത് അത് കണക്ക് NCRൻ്റെ വാല്യൂം ഫൈൻഡ് ചെയ്ത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17B ആണ്. വാട്ട് ഈസ് റിക്കർഷൻ ഗിവൻ എക്സാമ്പിൾ? 4 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. സോ റിക്കർഷൻ മീൻസ് ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ് സെൽഫ്. ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ വീണ്ടും റിപ്പീറ്റഡ്ലി കോൾ ചെയ്യും. സോ അൺടിൽ ദ കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ് ഓർ അൺടിൽ ദ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ. So recursion is the technique that defines a function in terms of itself. A function which performs a particular task is repeatedly called itself. There should be an exclusive stopping statement, terminating condition. Otherwise, the function will not be terminated. It becomes circular. So ഈ ഫംഗ്ഷനെ നമ്മൾ റിപ്പീറ്റഡ്ലി അത് തന്നെ കോൾ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ടെർമിനേറ്റിംഗ് കണ്ടീഷൻ കൊടുക്കും. സോ ആ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ വരുമ്പോൾ അവിടെ വെച്ച് ആ ലൂപ്പ് സ്റ്റോപ്പ് ആവും. സോ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് റിക്കറിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫാക്ടോറിയൽ ഓഫ് നമ്പർ ഫൈൻഡ് ചെയ്യുന്ന പ്രോഗ്രാം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ 4ന്റെ ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ 4 എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റ് ഫാക്ടോറിയൽ 3 ഫൈൻഡ് ചെയ്യും. നെക്സ്റ്റ് ഇൻടു മൾട്ടിപ്ലൈ ബൈ 3 ചെയ്തിട്ട് ഫാക്ടോറിയൽ 2 എടുക്കും. അത് കണക്ക് 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫാക്ടോറിയൽ 1 എടുക്കും. സോ അതാണെങ്കിൽ ഫാക്ടോറിയൽ 0 ആകുമ്പോഴും 1 തന്നെ കിട്ടും. സോ അത് 4 into 3 into 2 into 1 ചെയ്യുമ്പോൾ 24 കിട്ടും. സോ ഇതിന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി റിക്കർസീവ് ഫംഗ്ഷൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യാനാണ്. പ്രോഗ്രാം ആക്സെപ്റ്റ്സ് എ നമ്പർ ഫ്രം ദ കീബോർഡ് ആൻഡ് കോമ്പ്യൂട്ട്സ് ഇറ്റ്സ് ഫാക്ടോറിയൽ ബൈ റിക്കർസീവ് ഫംഗ്ഷൻ. സോ റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവാണ്, ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. സോ ഇൻക്ലൂഡ് stdio.h int main ഓപ്പൺ ബ്രാക്കറ്റ് int num, fact. സോ നമ്മൾ ഫാക്ടോറിയലിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഒരു ഫാക്ട് എന്ന് പറഞ്ഞ വേരിയബിളും നമ്മൾ ഏത് നമ്പറിൻ്റെ ഫാക്ടോറിയലാണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് അതിന് സേവ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു വേരിയബിളിന് ഡിഫൈൻ ചെയ്ത്. സോ എൻ്റർ ദ നമ്പർ %d നമ്പർ. സോ നമ്മൾ ഫോർ എക്സാമ്പിൾ 10ന്റെ ഫാക്ടോറിയലാണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ 9ന്റെ ഫാക്ടോറിയലാണെങ്കിൽ നമ്പർ 9 സേവ് ചെയ്യാൻ വേണ്ടി ഒരു അഡ്രസ് സ്പേസ്. നെക്സ്റ്റ് ഫംഗ്ഷൻ ഡെഫിനിഷൻ ചെയ്യാണ്. സോ ഫംഗ്ഷൻ കോൾ ആണ് ചെയ്യുന്നത്. ഫാക്ട് ഈക്വൽ ടു rec_function number. സോ ഇത് നം എന്ന് പറയുന്ന ആക്ച്വൽ ആർഗ്യുമെന്റ് ആണ്. സോ ഇത് rec_function എന്ന് പറയുന്ന ഒരു റിക്കർസീവ് ഫംഗ്ഷന്റെ പേരാണ്. സോ ഇത് നം എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് പാസ്സായിട്ട് ഫംഗ്ഷനിലോട്ട് പോകും. സോ റിക്കർസീവ് ഫംഗ്ഷൻ ഫോർ ഫാക്ടോറിയൽ, സോ ഈ പാർട്ടിലോട്ട് പോകും.
So int rec underscore function n. So num എന്ന് പറയുന്നതിൻ്റെ ഫോർമൽ പാരാമീറ്റർ ആണ് n എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന n ഇൻറ്റീജർ n എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഫാക്റ്റിൻ്റെ വാല്യൂ അതിൻ്റെ ഒരു കോപ്പി FCT ആയിട്ട് ഡിഫൈൻ ചെയ്തു. ഇത് n ഈക്വൾ ടു 0 എന്ന് പറയുന്ന സ്റ്റോപ്പിംഗ് കണ്ടീഷനാണ്. സോ നമ്മൾ നമ്പറിനെ നമ്മൾ n-1 ഡിക്രീസ് ചെയ്ത് ഡിക്രിമെൻറ്റ് ചെയ്ത് അതിന് 0 ആകുമ്പോൾ അത് സ്റ്റോപ്പിംഗ് കണ്ടീഷനാണ്. So if n equal to 0, return 1. Else fact equal to n into recursive function of n-1. So നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ n-ന്റെ വാല്യൂ 9 ആണെങ്കിൽ 9 into recursive function of 9-1 8. സോ അത് പിന്നെ വീണ്ടും തിരിച്ചു പോകും. സോ റിട്ടേൺ FCT വീണ്ടും ഈ ഫംഗ്ഷനെ വീണ്ടും റിട്ടേൺ പോയിട്ട് ഇത് വീണ്ടും സെൻഡ് ചെയ്യും. സോ 8-ന്റെ വാല്യൂ തിരിച്ച് n-ലോട്ട് സെൻഡ് ചെയ്യും. വീണ്ടും 9 into 8. സോ ഇതിൽ 9 into 8 into 8-1. സോ 8-1 7 ആണ്. സോ 7 വീണ്ടും റിട്ടേൺ ആവും. അത് വീണ്ടും സെൻഡ് ചെയ്ത് കോൾ ചെയ്ത് തിരിച്ചിവിടെ വരും. സോ 9 into 8 into 7 into 6 അങ്ങനെ ഫൈനലി 0 ആവുമ്പോൾ ഇത് ഈ ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് പോകും. സോ അപ്പോഴത്തേക്ക് ഫാക്റ്റിൽ സ്റ്റോർ ആയിരിക്കുന്ന വാല്യൂ 9 into 8 into 7 into 6 into 5 into 4 into 3 into 2 into 1. സോ ഈ വാല്യൂ സ്റ്റോർ ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്യുന്നതാണ്. സോ ഇത് ആ സേവ് ഫാക്റ്റ് റിട്ടേൺ ആയിട്ട് ഈ ഫാക്റ്റിൽ സ്റ്റോർ ആവും. അതിനുശേഷം പ്രിന്റ് ഫാക്ടോറിയൽ ഓഫ് നമ്പർ 9 ഈക്വൽ ടു നമ്പർ എന്താണ് അത് പ്രിന്റ് ചെയ്യും. സോ ജസ്റ്റ് ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം പ്രോഗ്രാം. ഇത് പ്രോഗ്രാമിൻ്റെ ബിഗിനിങ് ആണ്. സോ ഇത് പ്രോഗ്രാം എൻഡിങ് ഇവിടെയാണ്. സോ നെക്സ്റ്റ് നമ്മൾ ഔട്ട്പുട്ട് ഒരു സാമ്പിൾ ഔട്ട്പുട്ട് ചെയ്താൽ എൻ്റർ ദ നമ്പർ എന്ന് ചോദിക്കുമ്പോൾ 5 എന്ന് കൊടുത്താൽ ഫാക്ടോറിയൽ ഓഫ് 5 is 120. സോ ഇത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കോപ്പി പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യുന്ന. സോ എൻ്റർ ദ നമ്പർ എന്ന് ചോദിക്കുന്നത് ഞാൻ 9 എന്ന് കൊടുക്കുകയാണ്. 9 എന്ന് കൊടുക്കുമ്പോൾ ഫാക്ടോറിയൽ ഓഫ് 9 is 362,880. സോ ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ നമ്പർ 10. 362,880. ഒന്നും കൂടെ റൺ ചെയ്യാം. എൻ്റർ ദ നമ്പർ 6 കൊടുക്കാം. 6. സോ ഫാക്ടോറിയൽ ഓഫ് 6 is 720. സോ അത് വർക്കിംഗ് ആണ്. സോ ചിലപ്പോൾ എന്തെങ്കിലും ലിമിറ്റിൻ്റെ പുറത്തോട്ട് പോയാൽ നമ്മൾ ലോങ് ഇൻറ്റ് കൊടുക്കേണ്ടി വരും. സോ ലോങ് ഇൻറ്റ് %d ലോങ് LD എന്ന് കൊടുക്കുമ്പോൾ അത് നമ്മൾ ഹയർ നമ്പർ കൊടുത്താലും അത് പ്രിന്റ് ചെയ്ത് കാണിക്കും. ചിലപ്പോൾ നമ്മൾ 9-10 എന്നൊക്കെ പറയുമ്പോൾ ഒരു 7 to 8 ഡെസിമൽ സ്പേസ് പോകുമ്പോൾ അത് ചിലപ്പോൾ എറർസ് കാണിക്കുന്നതാണ്. ഇത് വർക്ക് ആവുന്നുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ നമ്പർ 18 എന്നുള്ളത് 18A with a suitable example explain the differences between a structure and a union in C. ഇത് 6 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് നമ്മൾ 2 ടേബിൾ ഡിഫൈൻ ചെയ്ത് അതിൽ ഓരോരോ പാരാമീറ്റേഴ്സിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഡിഫറൻസ് ആയിട്ട് വരുമെന്ന്. ഇത് ആൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള രണ്ടും സിമിലർ ആയിട്ടുള്ളതാണ്, പക്ഷെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കീവേഡ്. ദ സ്ട്രക്ചറിൻ്റെ കീവേഡ് എന്ന് പറയുന്നത് സ്ട്രക്ട് എന്നതാണ്. സ്ട്രക്ട് കീവേഡ് ഈസ് യൂസ് ടു ഡിഫൈൻ ദ സ്ട്രക്ചർ. നെക്സ്റ്റ് യൂണിയൻ്റെ കീവേഡ്. യൂണിയൻ കീവേഡ് ഈസ് യൂസ് ടു ഡിഫൈൻ ദ യൂണിയൻ. നെക്സ്റ്റ് സൈസ്. When variables or members are associated with a structure, the compiler allocates the memory for each member. The size of a structure is equal to or greater than the sum of sizes of its members. So, for example, നമ്മളൊരു സ്ട്രക്ചറിൽ ഒരുപാട് മെമ്പേഴ്സ് കാണും. ഇൻറ്റീജർ മെമ്പർ കാണും, ഫ്ലോട്ട് മെമ്പർ. ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്ട്രക്ചർ ഓഫ് സ്റ്റുഡൻറ്റ് എടുത്താൽ സ്റ്റുഡൻറ്റ് നെയിം കാണും, ക്ലാസ് കാണും, സെമിസ്റ്റർ കാണും, മാർക്സ് കാണും. സോ ഇതെല്ലാം 4 ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്പാണ്. സോ നെയിം എന്ന് പറയുന്നത് ക്യാരക്ടർ ടൈപ്പാണ്.
ക്ലാസ് എന്ന് പറയുന്നത്, സെമിസ്റ്റർ എന്ന് പറയുന്നത് അത് ഇൻറ്റീജർ ടൈപ്പാണ്. മാർക്സ് എന്ന് പറയുന്നത്, പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഫ്ലോട്ട് ടൈപ്പ് ഡേറ്റ ആണ്. സോ അതെല്ലാം ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സിനും അതിന് മെമ്മറി അലൊക്കേറ്റ് ചെയ്യും. സോ അത് എല്ലാ ഡിഫറെൻറ്റ് മെമ്പേഴ്സിനും ഫുൾ മെമ്മറി അലൊക്കേറ്റ് ചെയ്യും. സോ അത് ടോട്ടൽ മെമ്മറി സ്പേസ്, മെമ്മറി ആ സ്ട്രക്ചറിൻ്റെ മെമ്മറി അറിയണമെങ്കിൽ അതിൻ്റെ എല്ലാ മെമ്പേഴ്സിൻ്റെയും ഇൻഡിവിജ്വൽ മെമ്മറി കൗണ്ട് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ സ്ട്രക്ചറിൻ്റെ ടോട്ടൽ മെമ്മറി കിട്ടും. പക്ഷേ യൂണിയനിൽ ഡിഫറെൻ്റ് ആണ് സൈസ്. വെൻ എ വേരിയബിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ യൂണിയൻ, the compiler allocates the memory considering the size of the largest memory. So the size of the union is the size of the largest memory. So union നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ മെമ്മറി സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയാണ്. സോ അതുകൊണ്ട് യൂണിയനിലും ഇതേ കണക്ക് ക്യാരക്ടറും ഫ്ലോട്ടും അതേ കണക്ക് ഇൻറ്റീജർ ടൈപ്പ് മെമ്പർ ഉണ്ടെങ്കിൽ ഫ്ലോട്ട് എന്നുള്ളത് മാക്സിമം ആണ്, 4 bytes അലൊക്കേറ്റ് ആവുന്നതാണ്. സോ ഫ്ലോട്ട് എന്നുള്ള ഇതിൽ അതിനനുസരിച്ചുള്ള മെമ്മറി സ്പേസ് ആണ് അലൊക്കേറ്റ് ആവുന്നത്. സോ കമ്പൈലർ അലൊക്കേറ്റ് ആവുന്ന ഫ്ലോട്ടിന്റെ 4 bytes ആണ് അലൊക്കേറ്റ് ആവുന്നത്. അതിൽ തന്നെ ബാക്കി എല്ലാ മെമ്പേഴ്സും അക്കോമഡേറ്റ് ചെയ്യണം. സോ ദ സൈസ് ഓഫ് ദ യൂണിയൻ ഇസ് ദ സൈസ് ഓഫ് ദ ലാർജസ്റ്റ് മെമ്പർ. നെക്സ്റ്റ്, മെമ്മറി. Each member within a structure is assigned a unique storage area of location. സോ ഓരോ മെമ്പറിനും ഒരു സെപ്പറേറ്റ് സ്റ്റോറേജ് ഏരിയ ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ യൂണിയനിൽ മെമ്മറി അലോക്കേറ്റഡ് ഇസ് ഷെയർഡ് ബൈ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് യൂണിയൻ. സോ നമ്മൾ ഹയസ്റ്റ് മെമ്പറിന് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി സ്പേസ് തന്നെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും ഷെയർ ചെയ്യണം. നെക്സ്റ്റ്, വാല്യൂ ഓൾട്ടറിങ്. ഓൾട്ടറിങ് ദ വാല്യൂ ഓഫ് എ മെമ്പർ വിൽ നോട്ട് അഫക്ട് ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ സ്ട്രക്ചർ. ഇപ്പോൾ നമ്മൾ സ്ട്രക്ചറിൽ ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്താൽ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്താൽ അതർ മെമ്പേഴ്സിൻ്റെ ഇതിൽ എഫക്റ്റ് ആവില്ല, വാല്യൂവിന് ഒരു ഇതും സംഭവിക്കില്ല, ചേഞ്ച് സംഭവിക്കില്ല. പക്ഷേ യൂണിയനിൽ ആൾട്ടറിങ് ദ വാല്യൂ ഓഫ് എനി വൺ ഓഫ് ദ മെമ്പർ വിൽ ഓൾട്ടർ അതർ മെമ്പർ വാല്യൂസ്. സോ നമ്മൾ എല്ലാത്തിൻ്റെയും മെമ്മറി സ്പേസ് നമ്മൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് യൂണിയനിൽ ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ, ആൾട്ടർ ചെയ്താൽ അതർ മെമ്പേഴ്സിൻ്റെ വാല്യൂ എഫക്റ്റ് ആവും. നെക്സ്റ്റ്, ആക്സസിങ് മെമ്പേഴ്സ്. ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ക്യാൻ ബി ആക്സസ്ഡ് അറ്റ് എ ടൈം. സോ സ്ട്രക്ചറിൽ നമ്മൾ ഓരോ മെമ്പേഴ്സിനെ നമുക്ക് ഒരുമിച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഒരു സമയത്ത് നമുക്ക് എല്ലാ മെമ്പേഴ്സിനെയും ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ യൂണിയനിൽ only one member can be accessed at a time. സോ ഒരു തവണ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു മെമ്പറിനെ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ്, ഇനിഷ്യലൈസേഷൻ ഓഫ് മെമ്പേഴ്സ്. Several members of a structure can be initialized at once. സോ മെമ്പറിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും സ്ട്രക്ചറിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും നമുക്ക് ഒരു ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ only one member of an union can be initialized. സോ യൂണിയനിൽ ഒരു മെമ്പറിനെ മാത്രം ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. സോ ഇത് സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ STUD എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ ഷോർട്ട് ഫോം, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് എന്ന് തന്നെ കൊടുക്കാം. ഇതൊരു സ്ട്രക്ചറിൻ്റെ പേരാണ്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ പേരാണ്. അതിലുള്ള മെമ്പേഴ്സാണ് രജിസ്റ്റർ നമ്പർ, നെയിം, ബ്രാഞ്ച്, സെമിസ്റ്റർ, ടോട്ടൽ മാർക്സ്. സോ ഇതാണ് ഒരു സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിൾ. സോ അതാണ് യൂണിയൻ എന്ന് പറയുന്നത്. നമ്പർ എന്ന് പറയുന്ന ഒരു യൂണിയൻ്റെ പേരാണ്. സോ അതിലുള്ള മെമ്പേഴ്സാണ് നമ്പർ 1, നമ്പർ 2. സോ ഇതാണ് എൻ്റെ എക്സാമ്പിൾ. സോ ജസ്റ്റ് ഒന്നും കൂടെ ആ ടേബിളിനെ സ്ക്രോൾ ചെയ്യാണ്. സോ എക്സാം വാല്യൂഷൻ ചെയ്യുമ്പോൾ ഈ സ്പെസിഫിക് കീവേഡ്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ മാർക്സ് കിട്ടും. സോ എക്സാമിനർ എക്സ്പെക്ട് ചെയ്യുന്നതും വാല്യൂഷൻ ചെയ്യുന്ന ആൾ എക്സ്പെക്ട് ചെയ്യുന്നതും ഈ പോയിന്റ്സ് തന്നെയാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഈ പോയിന്റ്സ് എഴുതിയാൽ ഇതൊരു ജസ്റ്റ് ഒരു ടേബിളാണ്, പക്ഷേ ഇത് ഫുൾ മാർക്സ് കിട്ടുന്നതാണ്. സോ നമ്മൾ 6 മാർക്സിന് ആ ടേബിളിലുള്ള ഈ കറക്റ്റ് പോയിന്റ്സ് എഴുതിയാൽ ഫുൾ മാർക്സ് കിട്ടുന്നതാണ്. സോ ഇത് ക്വസ്റ്റ്യൻ നമ്പർ 18A കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18B.
Declare a structure, namely student, to store the details, roll number, name, mark for C of a student. Then write a program in C to find the average mark obtained by the students in a class for the subject programming in C using the field mark for C. Use array of structures to store the required data. സോ ഇത് 8 മാർക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതെന്താണ് എന്ന് പറഞ്ഞാൽ, ഈ ക്വസ്റ്റിന് ഒരു ക്ലാസ്സിൽ ഒരു 10 സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 5 സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഈ 5 സ്റ്റുഡൻറ്റിൻ്റെയും റോൾ നമ്പറും പേരും പിന്നെ പ്രോഗ്രാമിങ്ങിന് സി എന്നുള്ള ആ സബ്ജക്റ്റിൽ സ്കോർ ചെയ്ത മാർക്സും എൻട്രി ചെയ്യണം. എൻട്രി ചെയ്തിട്ട് ഈ 5 കുട്ടികളുടെയും ടോട്ടൽ മാർക്സ് എടുത്തിട്ട് അതിനെ ആവറേജ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 5 കുട്ടികളും 25 ഔട്ട് ഓഫ് 25 സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 5 കുട്ടികളുടെ ആവറേജ് 25 ആണ്. സോ അത് നമ്മൾ 5 കുട്ടികളുടെ പേര്, റോൾ നമ്പറും പിന്നെ മാർക്സും എൻട്രി ചെയ്തിട്ട് അതേപോലെ ഈ മാർക്സ് മാത്രം ടോട്ടൽ ചെയ്ത് അതിൻ്റെ ആവറേജ് ഫൈൻഡ് ചെയ്യണം. സോ ഇതാണ് നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പോകണം. ഇതിന് 8 മാർക്സ് ആണ്. സോ ഇത് ഡയറക്റ്റ് പ്രോഗ്രാം എഴുതിയാൽ മതി. പ്രോഗ്രാം എഴുതിയാൽ ഫുൾ മാർക്സ് ആണ്. സോ അതിൻ്റെ കോമൻറ്റ് ആണ്, ഇവിടെ വെച്ചാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ആവുന്നത്. പ്രോഗ്രാം ആക്സെപ്റ്റ്സ് ദ റോൾ നമ്പർ, നെയിം ആൻഡ് മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ വൺ ടെസ്റ്റ് ഓഫ് സ്റ്റുഡൻറ്റ് ഓഫ് എ ക്ലാസ് and displays the roll number, name, marks of C and average. So include stdio.h, void main, open floor bracket, struct student underscore record. So student underscore record in the short form ആയിട്ട് stud underscore rec എന്ന് കൊടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഇൻറ്റ് റോൾ നമ്പർ. സോ റോൾ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഇൻറ്റിജർ ടൈപ്പ് ഡേറ്റ ടൈപ്പ് ആണ്. നെയിം റീഡ് ചെയ്യാൻ വേണ്ടി നെയിം ഓഫ് 20. സോ മാക്സിമം 20 വേർഡ്സ് ഉള്ള ഒരാളുടെ പേര് കൊടുക്കാം. അത് ക്യാരക്ടർ ടൈപ്പ് ഡേറ്റ ആണ്. മാർക്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി, നമ്മൾ സ്കോർ ചെയ്ത മാർക്ക് റീഡ് ചെയ്യാൻ വേണ്ടി മാർക്ക് ഫോർ സി എന്നുള്ള ഒരു വേരിയബിൾ ആണ്. സോ അത് ഇൻറ്റീജർ ടൈപ്പ് ആണ്. സോ ഈ എല്ലാ കുട്ടികളെയും ആവറേജ് ഓഫ് മാർക്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ആവറേജ് എന്നുള്ള ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡേറ്റ ആണ്. സോ ഇത് സ്ട്രക്ചർ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്, ക്ലോസ് സെമിക്കോളൺ. നെക്സ്റ്റ് നമുക്ക് ബാക്കിയുള്ള അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ ടൈപ്സ് വേണം. അത് ഒരു ഇൻഡെക്സ് വേരിയബിൾ ആണ്. സോ നമ്മൾ ആ സ്റ്റുഡൻറ്റിൻ്റെ പേര് എൻട്രി ചെയ്യാനും അത് മാർക്സ് 1 by 1 ഇത് ചെയ്യാനും ഒക്കെ നമുക്ക് ഇൻഡെക്സ് വേരിയബിളിൻ്റെ ആവശ്യമുണ്ട്. എന്ന് പറയുന്ന ടോട്ടൽ ലിമിറ്റ്. ഇപ്പം എനിക്കിപ്പോൾ ഈ പ്രോഗ്രാമിൽ സോ ഇവിടെ ഞാൻ സ്ട്രക്ട് സ്റ്റുഡ് റെക്കോർഡ് എസ് ഓഫ് 100 എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഇത് എനിക്ക് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ആണിത്. ഞാനിപ്പോൾ 10 കുട്ടികളെ സ്ട്രക്ചർ എടുക്കണമെങ്കിൽ ഇതൊരു അറേ ഓഫ് 100 സ്റ്റുഡൻസ്. സോ ഈ പ്രോഗ്രാമിൽ എനിക്ക് 100 സ്റ്റുഡൻസിൻ്റെ ഡേറ്റ എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. സോ 100 സ്റ്റുഡൻറ്റ്. സോ ഫോർ ദ ടൈം ബീയിങ് എനിക്ക് പ്രോഗ്രാം എളുപ്പം എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഞാൻ n എന്ന് പറഞ്ഞൊരു ലിമിറ്റ് കൊടുക്കുകയാണ്. സോ ഈ ലിമിറ്റ് 5 ആയിരിക്കാം, അല്ലെങ്കിൽ 10 ആയിരിക്കാം. സോ എത്ര കുട്ടികളാണ് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി n-ൻ്റെ വാല്യൂ അതൊരു ലിമിറ്റാണ്. സോ ടോട്ടൽ മാർക്സ്, സോ ഇത്രയും കുട്ടികളെ ടോട്ടൽ മാർക്സ് ചെയ്യാൻ വേണ്ടി ടോട്ടൽ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇനീഷ്യലൈസ് ചെയ്യാണ്. സോ അത് വേറൊരു വേരിയബിൾ ആണ്, അത് ഇൻറ്റീജർ ടൈപ്പ് ആണ്. സോ ഇത് അറേ ഓഫ് സ്ട്രക്ചർ ആണ്. സ്ട്രക്ട് സ്റ്റുഡൻറ് അണ്ടർസ്കോർ റെക്കോർഡ് യെസ് സബ്സ്ക്രിപ്റ്റ് 100. സോ 100 സ്റ്റുഡൻസ് വരെ എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. സോ ഇതൊരു അറേ ഓഫ് സ്ട്രക്ചേഴ്സ്. നെക്സ്റ്റ് ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, പ്രിന്റ് ഓഫ് എൻ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് /ന്യൂ ലൈൻ. സോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണ്. സോ ഞാൻ ലിമിറ്റ് ഡിഫൈൻ ചെയ്യാണ്, സ്കാൻ ഓഫ് %d %n. സോ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു 5 സ്റ്റുഡൻസ് ആണെങ്കിൽ %d %n 5 എന്നുള്ളത് n എന്നുള്ള അഡ്രസ്സിൽ സ്റ്റോർ ആവും. പ്രിന്റ് ഓഫ് ടൈപ്പ് ഇൻ ദ ഇൻഫർമേഷൻ ഓഫ് 5 സ്റ്റുഡൻസ്. സോ അത് %g സ്റ്റുഡൻസ് n എന്ന് കൊടുക്കുമ്പോൾ 5 സ്റ്റുഡൻസ് ഇതാവും. എന്നിട്ട് നമ്മൾ ഫോർ ലൂപ്പ് ഡിഫൈൻ ചെയ്യുന്നു. സോ ഇൻഡെക്സ് i = 0, i <n, i++. സോ 5 സ്റ്റുഡൻസിൻ്റെ ഡേറ്റ നമ്മൾ 1 by 1 എൻട്രി ചെയ്യണം. സോ ഇത് പ്രിന്റ് ഓഫ് എൻറ്റർ ദ റോൾ നമ്പർ, നെയിം ആൻഡ് മാർക്സ് ഫോർ സി ഓഫ് സ്റ്റുഡൻറ്റ് %d i+1. സോ ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, പേര്, മാർക്സ് എൻട്രി ചെയ്യാൻ വേണ്ടി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് കാണിക്കുകയാണ്. സോ അതിനെ നമ്മൾ 1 by 1 എൻട്രി ചെയ്യണം. സ്കാൻ ഓഫ് %d %s %d S of I റോൾ നമ്പർ, S of I നെയിം, S of I മാർക്ക് ഫോർ സി. സോ ഇത് ആ 1 by 1 നമ്മൾ 5 സ്റ്റുഡൻറ്റിൻ്റെ നമ്മൾ സ്കാൻ ഓഫ് ഇൻഡെക്സ് വേരിയബിൾ ഇൻക്രിമെൻ്റ് ആവുന്നതിനനുസരിച്ച് അത് 1 by 1 അത് റീഡ് ചെയ്യും. സോ അതിനു വേണ്ടിയുള്ള സ്കാൻ ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഈ ഫോർ ലൂപ്പ് അപ് ടു 5 സ്റ്റുഡൻസ് വരെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. സോ ഞാൻ 5 സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പർ, നെയിം, മാർക്സ് എൻട്രി ചെയ്യുന്നത് അത് ഇതിലോട്ട് സേവ് ആയിക്കൊണ്ട് പോകും.
So 5 students complete ആകുമ്പോൾ 5 is not less than 5. So അത് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. പ്രിന്റ് റോൾ നമ്പർ നെയിം മാർക്സ് ഫോർ സി എൻറ്റേർഡ്. സോ നമ്മൾ എൻട്രി ചെയ്ത റോൾ നമ്പർ നെയിം മാർക്സ് ഇതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് എൻട്രി ടൈപ്പ് ചെയ്ത് കാണിക്കും, പ്രിന്റ് ചെയ്ത് കാണിക്കും. സോ അതിനോട് വീണ്ടും ഒരു ഫോർ ലൂപ്പാണ്. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദെൻ എൻ, ഐ പ്ലസ് പ്ലസ്. അതൊന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. നമ്മൾ എൻട്രി ചെയ്ത വാല്യൂ തന്നെ ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇതൊക്കെയാണ് നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാണ്. ടോട്ടൽ പ്ലസ് ഈക്വൽ ടു എസ് ഓഫ് വൈ മാർക്ക് ഫോർ സി. സോ ഇതിനും വീണ്ടും ഫോർ ലൂപ്പിന്റെ ആവശ്യമുണ്ട്. ഇൻഡെക്സ് വേരിയബിൾ ഡിഫൈൻ ചെയ്ത് 5 കുട്ടികളെയും മാർക്സും പേരും മാർക്സ് റീഡ് ചെയ്യാൻ വേണ്ടി. സോ എസ് ഓഫ് ഐ ഡോട്ട് മാർക്ക് ഫോർ സി. സോ ഞാൻ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് സി മാർക്സ് മാത്രം ആക്സസ് ചെയ്ത് അതിനെ ടോട്ടലിൽ ആഡ് ചെയ്യാണ്. സോ ടോട്ടൽ ഈക്വൽ ടു 0. സോ ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ഈക്വൽ ടു 0 എന്നുള്ളത് ഈ 1/1 മാർക്കിന്റെ ആഡ് ചെയ്തിട്ട് ടോട്ടലിൽ സേവ് ആവും. സോ ടോട്ടൽ പ്ലസ് ഈക്വൽ ടു എസ് ഓഫ് ഐ ഡോട്ട് മാർക്ക് ഫോർ സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് എസ് ഓഫ് ഐ ഡോട്ട് മാർക്ക് ഫോർ സി. സോ അത് ടോട്ടലിലോട്ട് ആഡ് ചെയ്തിട്ട് എല്ലാ വാല്യൂവും ടോട്ടലിൽ സേവ് ആവും. നെക്സ്റ്റ് എസ് ഓഫ് ഐ ഡോട്ട് ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ബൈ എൻ. സോ ആ ടോട്ടൽ മാർക്കിനെ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ചെയ്യുമ്പോൾ ആവറേജിൽ ആ ആവറേജ് മാർക്സ് സേവ് ആവും. സേവ് ആയിട്ട് നെക്സ്റ്റ് അത് പ്രിന്റ് ചെയ്യും. ആവറേജ് മാർക്സ് ഓഫ് സി ഫോർ ദ ക്ലാസ് ഓഫ് സോ മെനി സ്റ്റുഡൻസ് ഈക്വൽ ടു എസ് ഓഫ് ഐ ഡോട്ട് ആവറേജ് ക്ലോസ്. സോ ഇതൊരു സാമ്പിൾ ഔട്ട്പുട്ടാണ്. എൻറ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് ചോദിക്കുമ്പോൾ 5 എന്ന് കൊടുത്ത് ടൈപ്പ് ഇൻ ദ ഇൻഫർമേഷൻ ഓഫ് 5 സ്റ്റുഡൻസ്. സോ എൻറ്റർ ദ റോൾ നമ്പർ നെയിം ആൻഡ് മാർക്സ് ഫോർ സി ഓഫ് സ്റ്റുഡൻറ് 1. So 5 Babu, roll number 5 Babu, 25 marks. So next enter the roll number name and marks for C of student 2. Roll number 3 Ramu, 21. So adanakku roll number 4 Binu, 20. Roll number 1 Adil, 19. Roll number 2 Somu, 17. So adu print team. Roll number name marks for C entered are 5 Babu, 25. Ade idile print ചെയ്ത് കാണിക്കും. എന്നിട്ട് ഇതെല്ലാം ആഡ് ചെയ്യും. 25 plus 21, 20, 19, 17 ആഡ് ചെയ്ത് ദ ആവറേജ് മാർക്സ് ഫോർ സി ഫോർ ദ ക്ലാസ് ഓഫ് 5 സ്റ്റുഡൻസ് ഈസ് 20 എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. സോ ഇതാണ് പ്രോഗ്രാം. ജസ്റ്റ് ഇതൊന്ന് പ്രോഗ്രാമിനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കാം. കോപ്പി പേസ്റ്റ് ചെയ്ത് സോ എൻറ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പെട്ടെന്ന് ആവാൻ വേണ്ടി 4 എന്ന് കൊടുക്കാം. ടൈപ്പ് ഇൻ ദ ഇൻഫർമേഷൻ ഓഫ് 4 സ്റ്റുഡൻസ്. എൻറ്റർ ദ റോൾ നമ്പർ നെയിം ആൻഡ് മാർക്സ് ഫോർ സി ഓഫ് 4 students. So roll number 1 Anil, 25 marks. Roll number 2 Babu, 20 marks. Roll number 3 Sibyl, 18 marks. Roll number 4 Dinesh, 25 marks. സോ ഇത് നമ്മൾ 4 കുട്ടികളെ മാർക്ക് ചെയ്ത് സോ ഇത് റോൾ നമ്പർ 1 അനിൽ 25. സോ ഇത് കണക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കും. സോ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ റോൾ നമ്പർ 1 അനിൽ 25, 2 ബാബു 20, 3 സിബിൽ 18, 4 ദിനേശ് 25. ദ ആവറേജ് മാർക്സ് ഓഫ് സി ഫോർ ദ ക്ലാസ് ഓഫ് 4 സ്റ്റുഡൻസ് ഇസ് 22. സോ ഇതാണ് പ്രോഗ്രാം. So which program? So it's actually 8 marks on. Next question number 19. So question number 19A, with a suitable example, explain the concept of pass by reference. So this 6 marks in choichirikkunna.
സോ പാസ് ബൈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ സോ പാരാമീറ്റർ പാസിംഗ് മെക്കാനിസമാണ്. നമ്മൾ ഫംഗ്ഷനിൽ നമ്മൾ ആർഗ്യുമെന്റ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ വാല്യൂ ആണ് ഇതുവരെ പാസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ പ്രീവിയസ് പ്രോഗ്രാം ഒക്കെ നോക്കിയാൽ നമ്മൾ ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യുമ്പോൾ അതിൽ ആക്ച്വൽ വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. സോ അത് നമ്മൾ ഫംഗ്ഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ ആ വാല്യൂ ചേഞ്ച് ആവില്ല. സോ മെയിൻ ഫംഗ്ഷനിലുള്ള വാല്യൂ സെയിം ആയിരിക്കും. പക്ഷെ പാസ് ബൈ റെഫറൻസിൽ നമ്മൾ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഫംഗ്ഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ ആക്ച്വൽ ആർഗ്യുമെന്റും ചേഞ്ച് ആവും. സോ അതാണ് പാസ് ബൈ റെഫറൻസ്. സോ അതിൻ്റെ പോയിന്റ്സ് 1 by 1 ആണ്. ആക്ച്വൽ വാല്യൂസ് ആർ നോട്ട് പാസ്ഡ്, ഇൻസ്റ്റെഡ് their addresses are passed. Next point, there is no copying of values from called function to calling function since their memory locations are referenced. If any modification is made to the values in the called function, then original values get changed within the calling function. സോ കോൾഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. അത് കോൾഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കോളിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്ന മെയിൻ ഫംഗ്ഷൻ ആണ്, മെയിൻ പ്രോഗ്രാം ആണ്. സോ മെക്കാനിസം ബൈ വിച്ച് പോയിന്റേഴ്സ് ക്യാൻ ബി പാസ്ഡ് ആസ് ആർഗ്യുമെന്റ്സ് ടു ദ ഫംഗ്ഷൻസ്. Thus, the data items of the calling program can be accessed by the called program function. So called program എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്. No value is copied when pointers are passed as arguments, as in call by value method. So call by value methodൽ നമ്മൾ വാല്യൂ നമ്മൾ ഇത് ചെയ്യില്ല. നമ്മൾ കോൾ ബൈ വാല്യൂ മെത്തേഡിൽ നമ്മൾ ആക്ച്വൽ വാല്യൂ ആണ് കോപ്പി ചെയ്യുന്നത്. പക്ഷേ ഇൻ കോൾ ബൈ റെഫറൻസിൽ വാല്യൂ അല്ല കോപ്പി ചെയ്യുന്നത്, പക്ഷേ പോയിന്റേഴ്സ് ആണ്. പോയിന്റേഴ്സ് ആർ പാസ്ഡ് ആസ് ആർഗ്യുമെന്റ്സ്. Unlike call by value method, if the values are changed in the function, this will modify the original contents of the actual parameters. So when the pointers are passed as arguments, then the following 2 points must be considered. So in the calling program, the function is invoked with the function name and address of the actual parameters enclosed within parenthesis. So ഇവിടെ നമ്മൾ ഫംഗ്ഷനിൽ നമ്മളിപ്പോൾ ഫംഗ്ഷൻ നെയിം കൊടുത്തിട്ട് നമ്പർ വാല്യൂവിന് പകരം അഡ്രസ് വേരിയബിൾ 1, അഡ്രസ് വേരിയബിൾ 2 ആൻഡ് അഡ്രസ് വേരിയബിൾ. ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് അതിൽ ആക്ച്വൽ ആർഗ്യുമെന്റ്സിനെ നമ്മൾ വിത്ത് അഡ്രസ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. സോ അഡ്രസ്സാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സോ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് അഡ്രസ് സ്പേസ് ആണ്. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് പോയിന്റ് ആണ്. സെക്കൻഡ് പോയിന്റ്, ഇൻ ദ കോൾഡ് പ്രോഗ്രാം parameter list, each and every formal parameters in the called program parameter list, each and every formal parameters pointers must be preceded by an indirection operator asterisk star. സോ നമ്മൾ ഫംഗ്ഷനിൽ നമ്മൾ കോൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ അതൊരു പോയിന്ററായിട്ട് നമ്മൾ വേരിയബിളിൻ്റെ കൂടെ സ്റ്റാർ എന്നുള്ളൊരു പോയിന്റ് ആഡ് ചെയ്യും. സോ ഇതൊരു എക്സാമ്പിളാണ്. സോ ഇതെല്ലാം കോൾ ബൈ റെഫറൻസിൻ്റെ പോയിന്റ്സ് ആണ്. സോ എക്സാമ്പിൾ ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് എഴുതിയാൽ ഫുൾ മാർക്സ് ആണ്. സോ ഇതിൻ്റെ കൂടെ നമ്മൾ എല്ലാ കംപ്ലീറ്റ് പോയിന്റ്സ് കവർ ആവും ആക്ച്വലി. സോ അതിൻ്റെ കൂടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം കൂടെ എഴുതിയാൽ അത് കൺവിൻസിങ് ആയിരിക്കും. സോ ഇല്ലസ്ട്രേറ്റ്സ് ദ കോൾ ബൈ റെഫറൻസ് മെത്തേഡ് ടു ഇന്റർചേഞ്ച് ദ കണ്ടന്റ്സ് ഓഫ് 2 integer വേരിയബിൾസ്. സോ നമ്മൾ കോൾ ബൈ റെഫറൻസ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ പോവുകയാണ്. ഹാഷ് ഇൻക്ലൂഡ് stdio.h integer main integer num1, num2. സോ 2 നമ്പറിനെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു കോൾ ബൈ റെഫറൻസ് ചെയ്യാൻ പോകണം. ഇന്റർചേഞ്ച്. സോ നമ്മൾ 2 നമ്പറിനെ ഇന്റർചേഞ്ച് ചെയ്യാൻ പോകണം. 2 നമ്പറിന്റെ വാല്യൂസിനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യാൻ പോകണം. സോ ഇന്റർചേഞ്ച് എന്നുള്ളത് ഒരു ഫംഗ്ഷന്റെ പേരാണ്. സോ ഇത് സ്റ്റാർ n1. സോ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഡിഫൈൻ ചെയ്യണം. സോ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഡിഫൈൻ ചെയ്യുമ്പോൾ സ്റ്റാർ n1 എന്നുള്ളത് ഫോർമൽ പാരാമീറ്റർ ആണ്. സ്റ്റാർ n2 എന്നുള്ളത് ഫോർമൽ പാരാമീറ്റർ ആണ്. നെക്സ്റ്റ്, എൻ്റർ ദ 2 numbers. സോ എൻ്റർ ദ 2 numbers എന്ന് ചോദിക്കുന്നു. സ്കാൻ ഓഫ് %d ആംപർസെൻഡ് നമ്പർ 1 ആംപർസെൻഡ് നമ്പർ 2. സോ 2 നമ്പേഴ്സും സേവ് ചെയ്യാൻ വേണ്ടി 2 അഡ്രസ് ലൊക്കേഷൻ കൊടുക്കുകയാണ്. പ്രിന്റ് ഓഫ് നമ്പർ 1 ഈക്വൾ ടു %d ആൻഡ് നമ്പർ 2 ഈക്വൾ ടു %d ബിഫോർ കോളിംഗ് ഫംഗ്ഷൻ. സോ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യും മുമ്പേ അതിൻ്റെ വാല്യൂ ഒരു തവണ പ്രിന്റ് ചെയ്ത് കാണിക്കും. നമ്പർ 1 നമ്പർ 2 എന്ന് എൻ്റർ ചെയ്തത്.
നെക്സ്റ്റ് അതിനുശേഷം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നമ്പർ 1 10 എന്ന് കൊടുത്ത് നമ്പർ 2 20 എന്ന് കൊടുത്തെന്ന് വിചാരിക്കാം. സോ അത് ഒരു തവണ പ്രിന്റ് ചെയ്യും. നമ്പർ 1 ഈക്വൾ ടു 10 ആൻഡ് നമ്പർ 2 ഈക്വൾ ടു 20 ബിഫോർ കോളിംഗ് ഫംഗ്ഷൻ. നെക്സ്റ്റ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ഇന്റർ അണ്ടർസ്കോർ ചേഞ്ച് അഡ്രസ് ഓഫ് നമ്പർ 1 ആൻഡ് അഡ്രസ് ഓഫ് നമ്പർ 2. ഇത് ഫോർ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആണ്. ഇത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതാണ്, ഫംഗ്ഷൻ റെഫറൻസ് ആണ്. സോ ഇത് നമ്പർ 1 ആൻഡ് അഡ്രസ് ഓഫ് നമ്പർ 1 ആൻഡ് അഡ്രസ് ഓഫ് നമ്പർ 2 എന്നുള്ളത് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആണ്. സോ ഇത് കോൾ ചെയ്ത ഉടനെ എന്താവും, ഫംഗ്ഷനിലോട്ട് പോകും. സോ ഇത് പിന്നെയാണ് റിട്ടേൺ ചെയ്യുമ്പോഴാണ് പ്രിന്റ് ചെയ്യുന്നത്. സോ ഫംഗ്ഷൻ ടു ഇന്റർചേഞ്ച് ദ വാല്യൂസ് ഓഫ് 2 വേരിയബിൾസ് യൂസിങ് പോയിന്റേഴ്സ്. സോ ഇന്റർചേഞ്ച്. സോ ഇത് ഫോർമൽ പാരാമീറ്റേഴ്സ് ആണ്. നേരത്തെ നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ നോക്കിയത് അത് തന്നെയാണ്. സോ ഇവിടെ വരുമ്പോൾ നമ്മൾ ആസ്റ്റിക്സ് സിമ്പിൾ കൊടുത്തിട്ട് ആ നമ്പർ 1ന്റെ കോപ്പി, അഡ്രസ്സിന്റെ കോപ്പി N1ലും നമ്പർ 2ന്റെ അഡ്രസ്സിന്റെ കോപ്പി N2ലും സേവ് ചെയ്യും. സോ അത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ടെമ്പററി വേരിയബിൾ എന്ന് പറഞ്ഞാൽ ടെമ്പ് എന്നുള്ള ടെമ്പററി വേരിയബിൾ ഡിഫൈൻ ചെയ്യും. എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ പോയിന്റർ N1 എന്ന് പറഞ്ഞാൽ അതിലുള്ള കണ്ടന്റ് തന്നെയാണ്. സോ ഞാൻ ഇപ്പോൾ നമ്പർ 1ൽ 10 എന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ N1 പോയിന്റർ N1 എന്ന് കൊടുത്താൽ സ്റ്റാർ N1 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. 10 എന്നുള്ളത് ടെമ്പിൽ കോപ്പി ആവും. അത് കണക്ക് 20 എന്നുള്ളത് N2 ആണ്. സോ കണ്ടന്റ് 20 സ്റ്റാർ N2ൽ സേവ് ആയിട്ടുണ്ട്. സോ അത് സ്റ്റാർ N1ൽ കോപ്പി ചെയ്യും. സോ 20 എന്നുള്ളത് N1ൽ കോപ്പി ചെയ്യും. ടെമ്പിലുള്ള വാല്യൂ 10 ആണ്. സോ 10 N2ൽ കോപ്പി ചെയ്യും. കോപ്പി ചെയ്തിട്ട് ക്ലോസ് ബ്രാക്കറ്റ്. സോ ഇത് പ്രോഗ്രാം എൻഡ് ആവും. സോ ഇത് ഇവിടെ വെച്ച് നെക്സ്റ്റ് നമ്മൾ പ്രിന്റ് ഓഫ് നമ്പർ 1 ഈക്വൾ ടു 20 നമ്പർ 2 ഈക്വൾ ടു 10 ആഫ്റ്റർ ഫംഗ്ഷൻ ഇസ് കോൾഡ് എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്ത് കാണിക്കും. സോ ഇതാണ് പ്രോഗ്രാം. സോ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാം. സോ ഒരു സാമ്പിൾ ഔട്ട്പുട്ട് നോക്കിയാൽ എൻ്റർ ദ 2 നമ്പേഴ്സ് num1 equal to 56, num2 equal to 88. So num1 equal to 56, num2 equal to 88 before calling function. num1 equal to അത് ഇന്റർചേഞ്ച് ചെയ്യാൻ ശേഷം num1 equal to 88, num2 equal to 56 after function is called. ഇത് നമുക്ക് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. സോ ഇത് റൺ ചെയ്യുമ്പോൾ എൻ്റർ 2 നമ്പേഴ്സ് എന്ന് ചോദിക്കുന്നത്. സോ നമുക്കൊരു 111ഉം 333ഉം കൊടുക്കാം. സോ ഇത് നമ്പർ 1 ഈക്വൽ ടു 111 ആൻഡ് നമ്പർ 2 ഈക്വൽ ടു 333 ബിഫോർ കോളിംഗ് ഫംഗ്ഷൻ. സോ ഇത് നമ്പർ 1 ഈക്വൽ ടു 333 ആൻഡ് നമ്പർ 2 ഈക്വൽ ടു 1111 ആഫ്റ്റർ ഫംഗ്ഷൻ ഇസ് കോൾഡ്. സോ ഇങ്ങനെയാണത് ഇന്റർചേഞ്ച് ചെയ്യുന്നത്. സോ ഇത് കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ 1ന്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്താണ്. സോ നമ്പർ 1 മറ്റേ ഇതിൽ കോൾ ബൈ വാല്യൂവിൽ അത് ചേഞ്ച് ആവില്ല. നമ്മളിവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാലും നമ്പർ 1ന്റെ വാല്യൂ അത് തന്നെ ആയിരിക്കും. പക്ഷേ കോൾ ബൈ റെഫറൻസിൽ നമ്മൾ അഡ്രസ്സ് പാസ് ചെയ്യുന്നതുകൊണ്ട് അഡ്രസ്സിലുള്ള കണ്ടന്റ് നമുക്ക് ആക്സസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇതാണ് കോൾ ബൈ റെഫറൻസിന്റെ മീനിങ്. സോ നെക്സ്റ്റ് 19B ആണ്. സോ 19B with a suitable example, explain how pointers can help in changing the content of a single dimensional array passed as an argument to a function in C. സോ ഇതെന്താണെന്ന് വെച്ചാൽ 8 മാർക്സ് ആണ്. നമ്മളൊരു അറേയെ നമ്മൾ പോയിന്ററായിട്ട് ഫംഗ്ഷനായിട്ട് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാണ്. സോ ഒരു ഫംഗ്ഷനിൽ ഒരു അറേ, സോ നമ്മൾ ഇത്രയും നേരം ചെയ്തത് ഒരു ഒരു നമ്പറാണ്. സോ ഇത് ഈ നമ്പറിനെ പോലെ തന്നെ ഒരു അറേനെ നമ്മൾ പാസ് ചെയ്യാണ്, ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്തിട്ട് അതിൽ നമ്മൾ ചേഞ്ചസ് വരുത്താണ്. അറേ പാസ്ഡ് ആസ് എൻ ആർഗ്യുമെന്റ്, ചേഞ്ചിങ് ദ കണ്ടന്റ് ഓഫ് എ 1 ഡയമെൻഷണൽ അറേ പാസ്ഡ് ആസ് എൻ ആർഗ്യുമെന്റ്. സോ നമ്മൾ ഒരു അറേയുടെ കണ്ടന്റ് നമ്മൾ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്തിട്ട് അറേയിലുള്ള ഡീറ്റെയിൽസിന് നമ്മൾ ചേഞ്ച് ചെയ്യണം, അറേയിലുള്ള നമ്പേഴ്സിനെ ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അത് 8 മാർക്സ് ആണ്. സോ അത് നമ്മൾ പോയിന്റേഴ്സ് യൂസ് ചെയ്യണം, അറേ യൂസ് ചെയ്യണം, പിന്നെ ഫംഗ്ഷനും യൂസ് ചെയ്യണം. സോ ഫംഗ്ഷനും പോയിന്റേഴ്സും അറേയും യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. സോ ഇതാണ് പ്രോഗ്രാം. സോ ഈ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു അറേ പാസ് ചെയ്തിട്ട് അറേയിലെ 3rd and 4th എലിമെന്റിനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യും പോയിന്റർ യൂസ് ചെയ്തിട്ട്.
So ഇതാണ് program starting. Program passes the third element of an array and interchanges with the fourth element and finally prints the resultant array. So ഇത് എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആവും. ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന, പോയിന്റർ യൂസ് ചെയ്യുന്ന, പിന്നെ നമ്മൾ ആ അറേയിൽ ചേഞ്ചസ് വരുത്തണം, അറേ യൂസ് ചെയ്തിട്ട് ചേഞ്ചസ് വരുത്തണം. സോ ഇത് അതിൻ്റെ കോമൻറ്റ് ആണ്. ഹാഷ് ഇൻക്ലൂഡ് stdio.h integer main, int main open for bracket int x of 10. സോ എക്സ് എന്ന് പറയുന്ന ഒരു അറേ ആണ്, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 ആണ്. എനിക്ക് മാക്സിമം 10 എലിമെൻറ്റ്സ് വരെ എൻ്റർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ അറേ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു 1 ഡയമെൻഷണൽ അറേ ഇൻഡെക്സ് വേരിയബിൾ ഐ ആൻഡ് എൻ. സോ ലിമിറ്റ്, സോ എനിക്ക് എത്രത്തോളം അറേ എലിമെൻറ്റ്സ് എൻ്റർ ചെയ്യാമോ അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഒരു ലിമിറ്റ് n കൊടുത്തിരിക്കുകയാണ്. സോ ഇൻഡെക്സ് വേരിയബിളും ലിമിറ്റും. സോ ഇത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്. സോ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. സോ ഇൻറ്റീജർ പോയിന്റർ സ്റ്റാർ പോയിന്റർ 1 ഇൻറ്റ് സ്റ്റാർ പോയിന്റർ 2. സോ എനിക്ക് ആക്ച്വലി ഇത് രണ്ടും സ്വാപ്പ് ചെയ്യാൻ വേണ്ടി 2 പോയിന്റർ വേരിയബിൾ യൂസ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് പ്രിന്റ് ഓഫ് ഹൗ മെനി എലിമെന്റ്സ്, എത്ര എലിമെന്റ്സ് ആണ്. സ്കാൻ ഓഫ് %d %n. സോ ഞാനിപ്പോൾ ഒരു 6 എലിമെന്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ 6 എന്നുള്ളത് അഡ്രസ് ഓഫ് n സേവ് ആവും. enter the elements one by one. Print of enter the elements one by one. So ഒരു for loop with index variable for i equal to 0, i less than n, i plus plus. Scan of %d x plus i. So ഇത് നമ്മൾ അറേനെ നമ്മൾ 1 by 1 സേവ്, എക്സ് ഓഫ് സബ്സ്ക്രിപ്റ്റ് ഐ എന്നും കൊടുക്കാം, എക്സ് പ്ലസ് ഐ എന്നും കൊടുക്കാം, രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. നെക്സ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. swap 34 എന്നുള്ളത് ഫംഗ്ഷൻ്റെ പേരാണ്. swap 34 എന്നുള്ളത് ഫംഗ്ഷൻ്റെ പേരാണ്. എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 3. സോ ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ തേർഡ് എലിമെൻറ്റിനെ എക്സ് പ്ലസ് 2 എന്ന് പറയും, ഫോർത്ത് എലിമെൻറ്റിനെ എക്സ് പ്ലസ് 3 എന്ന് പറയും. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ ഫോർ ഇന്റർചേഞ്ചിങ് ദ തേർഡ് എലിമെൻറ്റ് ബൈ ഫോർത്ത്. സോ നമ്മൾ പാസ് ചെയ്യുന്ന അറേയിലുള്ള തേർഡ് എലിമെൻറ്റും ഫോർത്ത് എലിമെൻറ്റും മാത്രമാണ്. പ്രിന്റ് ഓഫ് റിസൾട്ടൻ്റ് അറേസ്. സോ ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത ഉടനെ ഇതൊക്കെ പിന്നെയാണ് വരുന്നത്, നേരെ ഇവിടെ വരും. സോ ഫംഗ്ഷനിലോട്ട് വരും. സോ ഈ ഫംഗ്ഷനിൽ ഫംഗ്ഷൻ ടു ഇന്റർചേഞ്ച് ദ എലിമെന്റ്സ്. സോ ഇൻറ്റ് swap 34 ഇൻറ്റ് പോയിന്റർ 1 ഇൻറ്റ് പോയിന്റർ സ്റ്റാർ പോയിന്റർ 2. സോ ഇൻറ്റ് സ്റ്റാർ പോയിന്റർ 1, ഇൻറ്റ് സ്റ്റാർ പോയിന്റർ 2. സോ ഇത് തേർഡ് എലിമെന്റ് സ്റ്റാർ പോയിന്റർ 1 കോപ്പി ആവും, ഫോർത്ത് എലിമെന്റ് സ്റ്റാർ പോയിന്റർ 2 കോപ്പി ആവും. നെക്സ്റ്റ്, സോ ആക്ച്വലി അതിൻ്റെ അഡ്രസ്സാണ് പാസ്സാവുന്നത്. പോയിന്റർ 1 തേർഡ് എലിമെന്റിന്റെ അഡ്രസ്സും പോയിന്റർ 2 ഫോർത്ത് എലിമെന്റ് അഡ്രസ്സും. സോ സ്റ്റാർ പോയിന്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എലിമെന്റിന്റെ വാല്യൂ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ വീണ്ടും നേരത്തെ ചെയ്താണെങ്കിൽ ഒരു ടെമ്പററി വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ആ ടെമ്പററി വേരിയബിളിൽ തേർഡ് എലിമെന്റിന്റെ വാല്യൂ ടെമ്പിൽ കോപ്പി ചെയ്ത്, അതാണെങ്കിൽ ഫോർത്ത് എലിമെന്റിന്റെ വാല്യൂ തേർഡ് എലിമെന്റിൽ കോപ്പി ചെയ്ത്, ടെമ്പിന്റെ വാല്യൂ ഫോർത്ത് എലിമെന്റിൽ കോപ്പി ചെയ്ത്. സോ ഇത് ചെയ്തിട്ട് റിട്ടേൺ ആവും. റിട്ടേൺ ആയിട്ട് ദ റിസൾട്ടൻ്റ് അറേ ഈസ് for i equal to 0, i less than n, i plus plus, എലിമെന്റ് നമ്പർ 1 ഇതാണ്, 2 ഇതാണ്, 3 ഇതാണെന്ന് പറഞ്ഞ് അത് പ്രിന്റ് ചെയ്യും. സോ ഇത് നമുക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം പ്രോഗ്രാമിനെ. സോ ഇവിടെ വെച്ചാണ് പ്രോഗ്രാം എൻഡ് ആവുന്നത്. സോ ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കോപ്പി പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യുന്ന. എൻ്റർ ഹൗ മെനി എലിമെന്റ്സ് എന്ന് ചോദിക്കും. 6 എന്ന് കൊടുക്കുകയാണ്. എൻ്റർ ദ എലിമെന്റ്സ് 1 by 1. 12, 16, 21, 55 അല്ല 555, 0, 77. സോ ഇപ്പോൾ ഇത്ര 1 2 3 4 5 6 എലിമെന്റ്സ് ആയി. സോ ഇത് ആക്ച്വലി തേർഡ് എലിമെന്റ് 21ഉം ഫോർത്ത് എലിമെന്റ് 555ഉം ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ
Resultant array is element 1 equal to 12, element 2 equal to 26, element 3 equal to 555, element 4 equal to 21, element 5 equal to 0, element 6 equal to 77. So ഇത് നമ്മൾ array പാസ് ചെയ്തിട്ട് നമ്മൾ അറേയിൽ ചേഞ്ചസ് വരുത്തി. സോ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്ത്. സോ ഇതാണ് ഈ പ്രോഗ്രാം. സോ ഇത് 8 മാർക്സ് ആണ്. നെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതും ഒരു 3 അറേ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വയർഡ് ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സീക്വൻഷ്യൽ ഫയൽസ് ആൻഡ് റാൻഡം ആക്സസ് ഫയൽസ്. 4 മാർക്സ് ആണ്. സോ ഇത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 20. സോ ഇതൊരു ടേബിളിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Sequential files. Sequential access to a data file means that the computer system reads or writes information to the file sequentially, starting from the beginning of the file and proceeding step by step. So ഇത് sequential file എന്ന് പറഞ്ഞാൽ sequential orderൽ തന്നെ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ ചെയ്യും കമ്പ്യൂട്ടറിൽ. സോ ഇൻഫർമേഷൻ ആ ഫയലിൽ എല്ലാം സീക്വൻഷ്യൽ ആയിട്ടാണ് എൻ്റർ ആവുന്നത്. സോ തുടക്കത്തിൽ നിന്ന് അവസാനം വരെ അതേ ഓർഡറിൽ തന്നെ ഇതാവും റീഡും റൈഡ് ഓപ്പറേഷനും ചെയ്യുന്നത്. നെക്സ്റ്റ് റാൻഡം ആക്സസ് ഫയൽസ്. Random access to a file means that the computer system can read or write information anywhere in the data file. This type of operation is called direct access because the computer knows where the data is stored using indexing and hence goes directly and reads the data. സോ റാൻഡം ആക്സസ് ഫയൽ എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ട് നമുക്ക് റീഡും റൈറ്റും ചെയ്യാം. എവിടെയാണോ ഇൻഡെക്സ് ഉള്ളത്, സോ ഇൻഡെക്സിൽ നമ്മൾ ചാപ്റ്റർ 1 വേണമെങ്കിൽ ചാപ്റ്റർ 1 ഓപ്പൺ ചെയ്ത് എടുക്കുമല്ലോ, അതാണെങ്കിൽ അത് റാൻഡം ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഇതാണ് റാൻഡം ആക്സസ് ഫയലിൻ്റെ ഫസ്റ്റ് ഇത് പോയിന്റ്. നെക്സ്റ്റ് സീക്വൻഷ്യൽ ആക്സസിൻ്റെ സെക്കൻഡ് പോയിന്റ്. സീക്വൻഷ്യൽ ആക്സസ് ഹാസ് അഡ്വാൻറ്റേജസ് വെൻ യു ആക്സസ് ഇൻഫർമേഷൻ ഇൻ ദ സെയിം ഓർഡർ ഓൾ ദ ടൈം. ഓൾസോ ഈസ് ഫാസ്റ്റർ ദെൻ റാൻഡം ആക്സസ്. സോ സീക്വൻഷ്യൽ ആക്സസിൽ എന്താണെന്ന് വെച്ചാൽ ഇത് അഡ്വാൻറ്റേജസ് എപ്പോഴാവുന്നെന്ന് വെച്ചാൽ നമ്മൾ ഇൻഫർമേഷൻ അതേ സീക്വൻഷ്യൽ ഓർഡറിൽ ആവശ്യം വരുമ്പോൾ ഇത് ഫാസ്റ്ററായിട്ട് നമുക്ക് റാൻഡം ആക്സസിനേക്കാളും ഫാസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് റാൻഡം ആക്സസ്. റാൻഡം ആക്സസ് ഫയൽ ഹാസ് ദ അഡ്വാൻറ്റേജ് ദാറ്റ് യു ക്യാൻ സെർച്ച് ത്രൂ ഇറ്റ് ആൻഡ് ഫൈൻഡ് ദ ഡേറ്റ യു നീഡ് മോർ ഈസിലി യൂസിങ് ഇൻഡെക്സിങ് ഫോർ എക്സാമ്പിൾ. റാൻഡം ആക്സസ് മെമ്മറി RAM in computers works like that. So random access നമ്മൾക്ക് അഡ്വാൻറ്റേജ് എപ്പോഴാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ പർട്ടിക്കുലർ പോയിന്റിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇൻഡെക്സിങ് ആണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. സോ റാൻഡം ആക്സസ് മെമ്മറിയും ഇതേ പോയിന്റ് ഇതിലാണ് വർക്ക് ആവുന്നത്. നെക്സ്റ്റ് സീക്വൻഷ്യൽ ആക്സസ്. ടേപ്പ് സ്റ്റോറേജ് ഡിവൈസസ് യൂസ്ഡ് ഫോർ ഓഫ്ലൈൻ ബാക്കപ്സ് യൂസ് സീക്വൻഷ്യൽ ആക്സസ്. സോ സീക്വൻഷ്യൽ ആക്സസ് യൂസ് ചെയ്യുന്നത് ടേപ്പ് സ്റ്റോറേജ് ഡിവൈസസ് ആണ്. Next, modern computer hard disk are using random access. So computer hard disk use ചെയ്യുന്നത് random access ആണ്. Next, sequential drive stores files in data in a specific order. So ഇതൊരു specific orderലാണ് sequential ഇത് സ്റ്റോർ ചെയ്യുന്നത്. റാൻഡം ആക്സസ് സ്റ്റോർ ചെയ്യുന്നത് റാൻഡം ആക്സസ് ഡ്രൈവ് പുട്ട്സ് ദം ഓൾ ഓവർ ദ പ്ലേസ്. സോ അത് റാൻഡം ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ്. സോ ഇത് 4 മാർക്സിനുള്ളതാണ്. ഒരു 5 പോയിന്റ്സ് ഉണ്ട്, 4 പോയിന്റ്സ് ഉണ്ട്. ഇത് സഫീഷ്യൻ്റ് ആണ് 4 പോയിന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20B ആണ്. 20B, യൂസിങ് ദ പ്രോട്ടോടൈപ്സ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷണാലിറ്റി പ്രൊവൈഡഡ് ബൈ ദ ഫോളോയിങ് ഫങ്ഷൻസ്. 10 മാർക്സ് ആണ്. സോ 5 എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. fseek, ftell, fread, fwrite, rewind. സോ ഇത് 5 ആണ്. സോ ഫസ്റ്റ് fseek നോക്കാം. fseek is used to move a file pointer associated with a given file to a specific position. സോ ഇത് എല്ലാം ഫയൽ ഹാൻഡ്ലിംഗ് ഫങ്ഷൻസിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ fseek എന്നുള്ളത് നമ്മളൊരു ഫയലിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് ആ ഫയലിൽ എന്തെങ്കിലും ഡേറ്റ റീഡ് ചെയ്തിട്ട് അത് ഏത് പോയിന്റ് ആണോ നമുക്ക് അത് സീക്ക് ചെയ്യാൻ പറ്റും. എൻഡ് ഓഫ് ദി ലൈൻ ആണോ, അത് ബിഗിനിങ് ഓഫ് ദി ലൈൻ ആണോ, അത് മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ ആണോ, എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അത് സീക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ സിൻടാക്സ് ആണ് ഇൻറ്റീജർ fseek ഓപ്പൺ ബ്രാക്കറ്റ് ഫയൽ സ്റ്റാർ പോയിന്റർ. സോ ഇത് ഫയലിന്റെ പോയിന്റർ ആണ്. ലോങ് ഇൻറ്റ് ഓഫ്സെറ്റ്. സോ എത്ര ബൈറ്റ്സ് ആണ് നമുക്ക് മുന്നോട്ടോ ബാക്കിലോട്ടോ സീക്ക് ചെയ്യാൻ പറ്റുന്നത്. ലോങ് ഇൻറ്റ് ഓഫ്സെറ്റ്. ഇൻറ്റ് പൊസിഷൻ. സോ ഇൻറ്റ് പൊസിഷൻ എന്നുള്ളത് ബിഗിനിങ് ആണോ കറണ്ട് ആണോ എൻഡ് ആണോ എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്. സോ പോയിന്റർ ഈസ് പോയിന്റർ ടു എ ഫയൽ ഒബ്ജെക്ട് ദറ്റ് ഐഡന്റിഫൈസ് ദ സ്ട്രീം. ഓഫ്സെറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബൈറ്റ്സ് ടു ഓഫ്സെറ്റ് ഫ്രം പൊസിഷൻ.
position is the position from where offset is added. So ഇത് returns 0 if successful or else it returns a non-zero value. So ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആണെങ്കിൽ 0 എന്ന് കൊടുക്കും, അല്ലെങ്കിൽ നോൺ സീറോ വാല്യൂ റിട്ടേൺ ചെയ്യും. പൊസിഷൻ ഡിഫൈൻസ് ദ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ ഫയൽ പോയിന്റർ നീഡ്സ് ടു ബി മൂവ്ഡ്. ഇറ്റ് ഹാസ് 3 values. സോ പൊസിഷൻ എന്ന് പറയുന്ന 3 value ആണ്. സീക്ക് അണ്ടർസ്കോർ എൻഡ്, ഇറ്റ് ഡിനോട്ട്സ് ദ എൻഡ് ഓഫ് ദി ഫയൽ. Seek underscore set denotes the starting of the file. Seek underscore current, it denotes the pointer's current position. Okay. Next, C program to demonstrate the use of fseek. So fseek ne demonstrate ചെയ്യാൻ വേണ്ടി ഒരു program run ചെയ്യണം. So program to demonstrate the use of fseek hash include stdio.h int main open floor bracket file star fp. So ഇത് pointer to file ആണ്. Next fp equal to f open test.txt. So ഇത് test.txt എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഫയലാണ്. സോ ഇതിനെ നമ്മൾ റീഡ് ഓപ്പറേഷന് വേണ്ടി ഓപ്പൺ ചെയ്യണം. സോ എഫ് ഓപ്പൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഫയലിനെ നമ്മൾ റീഡ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യണം. സോ മൂവിങ് പോയിന്റർ ടു എൻഡ്. സോ ഇത് പോയിന്റർ എൻഡിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഫ് സീക്ക് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. സോ എഫ് സീക്ക് എഫ് പോയിന്റർ 0 എന്ന് പറയുന്നത് എന്താണ്? ലോങ് ഇൻറ്റ് ഓഫ്സെറ്റ്, നമ്പർ ഓഫ് ബൈറ്റ്സ് ടു ഓഫ്സെറ്റ് ഫ്രം പൊസിഷൻ. സോ എത്ര മുന്നോട്ടോ ബാക്കിലോട്ട് പോകാൻ വേണ്ടി ഉള്ളതാണ്. ഇത് 0 എന്ന് കൊടുത്താൽ അത് ആക്ച്വൽ പൊസിഷൻ എന്ന് തന്നെ അത് റീഡ് ചെയ്യും. സോ 10 എന്ന് കൊടുത്താൽ 10th പൊസിഷൻ എന്ന് റീഡ് ചെയ്യും. അങ്ങനെയാണ് അത് 0 എന്ന് ഉള്ള രണ്ടാമത്തെ വാല്യൂ. സോ പിന്നെ സീക്ക് എൻഡ്. സോ എൻഡിങ് പൊസിഷനിൽ സീക്ക്. സോ ഇത് പ്രിന്റിംഗ് പൊസിഷൻ ഓഫ് ദ പോയിന്റർ. പ്രിന്റ് എഫ് %LD എഫ് ടെൽ എഫ് പി. സോ ഇത് ഒരു തവണ വേണമെങ്കിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ചെയ്യും റീഡ് ചെയ്തിട്ട്. സോ അത് എഫ് ടെൽ എഫ് പി റിട്ടേൺ 0. സോ നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്ത് റീഡ് ചെയ്തിട്ട് അതിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ് എഫ് ടെൽ. സോ ഇതാണ് പ്രോഗ്രാം ഒന്ന് സ്ക്രോൾ ചെയ്യാം. സോ ഇത് റൺ ചെയ്ത് നോക്കാം. കോപ്പി ചെയ്ത് കൺട്രോൾ V. സോ ഇത് ആക്ച്വലി ഞാൻ ഇവിടെ നമുക്കൊരു ഓൾറെഡി ഞാൻ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഇത് ആക്ച്വലി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ ഫയലിൻ്റെ ഒരു ലേബിൾ ഓപ്പൺ ആവും. സോ അതിൽ test.txt. സോ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന test.txt എന്നാണ്. അതേ നിയമം തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ പ്രോബ്ലം. സോ ഇത് test.txt എന്ന് കൊടുത്തിരിക്കുന്ന അതേ നെയിം തന്നെ ഞാൻ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ വേറെ നിയമം കൊടുത്താൽ ഫയൽ കനോട്ട് ബി ഓപ്പൺഡ് എന്ന് പറഞ്ഞ് എറർ മെസ്സേജ് കാണിക്കും. സോ ഇവിടെ ഞാൻ എന്തെങ്കിലും ഒരു ഡേറ്റ എൻ്റർ ചെയ്യുന്നു. ജസ്റ്റ് എന്തെങ്കിലും ഒരു റഫായിട്ടുള്ള ഒരു ഡേറ്റ ആണ്. ഇതാണ് ഡീറ്റെയിൽസ്. സോ ഇത് എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് ഞാൻ പ്രോഗ്രാം റൺ ചെയ്യാണ്. സോ main.c ക്ലിക്ക് ചെയ്തിട്ട് പ്രോഗ്രാം റൺ ചെയ്യുന്നു. സോ ഇതെന്താണെന്ന് വെച്ചാൽ എഫ് സീക്ക് 117 എന്ന് ഇവിടെ ഔട്ട്പുട്ട് കാണിക്കുകയാണ്. സോ ഇതിൻ്റെ വാല്യൂ 117 എന്ന് കാണിക്കുകയാണ്. ഇത് പോയിന്റർ ലൊക്കേഷൻ ഇവിടെ എൻഡിൽ പോയി. സോ നമ്മൾ ഇത് കൗണ്ട് ചെയ്താൽ, ഇത്രയും വേർഡ്സ് നമ്മൾ കൗണ്ട് ചെയ്താൽ അത് 117 എന്ന് കാണിക്കും. സോ ആക്ച്വലി ഇത് 1 by 1 1 2 3 4 സ്പേസ് 5 6 7 അങ്ങനെ എല്ലാം ബ്ലാങ്ക് സ്പേസും ആൽഫബറ്റ്സും എല്ലാം കൗണ്ട് ചെയ്ത് വരുമ്പോൾ ഈ പോയിന്ററിൻ്റെ അവസാനത്തെ പൊസിഷൻ എന്ന് പറയുന്നത് 117 ആണ് ടോട്ടൽ. സോ ഇതാണ് എഫ് സീക്കിൻ്റെ യൂസ്ഫുൾനെസ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എഫ് ടെൽ.
FTEL is in C is used to find the position of the file pointer in the file with respect to starting of the file syntax. Syntax of FTEL is long FTEL file star pointer. Consider below C program. The file taken in the example contains the following data. This is just a data. File copy paste in a data. Someone over there is calling you. We are going for work. Take care of yourself. So this is just this without quotes copy paste file. When the scanf statement is executed, word someone is stored in the string and the pointer is moved beyond someone. Therefore, FTEL FP returns 7. So actually, someone over there is calling you. We are going for work. Take care of yourself എന്നുള്ളത് ഫയൽ test.txt സേവ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ FTEL എന്ത് ചെയ്യുന്നു വെച്ചാൽ someone എന്നുള്ളത് റീഡ് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ ഓഫ് ആൽഫബറ്റ്സ് കൗണ്ട് ചെയ്യും. സോ 1 2 3 4 5 6 7. സോ FTEL എന്നുള്ളത് 7 റിട്ടേൺ ചെയ്യും. സോ നേരത്തെ നമ്മൾ 117 റിട്ടേൺ ചെയ്തില്ലേ, അതേ കണക്ക് ഇത് കൗണ്ട് ചെയ്തിട്ട് ഫസ്റ്റ് വേർഡിൻ്റെ ഇത് പ്രിന്റ് ചെയ്യും. സോ അതാണ് FTELൻ്റെ യൂസ്ഫുൾനെസ്. സോ C program to demonstrate use of FTEL. Hash include stdio.h int main opening file in read mode. File star fp fopen test.txt read. Reading first string character string of 20. F scanf fp file pointer percentages string. Printing position of the file pointer. Print %ld FTEL fp return 0. So ഇതാണ് ആ പ്രോഗ്രാം. സോ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാം കോപ്പി പേസ്റ്റ് ചെയ്യും മുമ്പ്. സോ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യണം. കണ്ടന്റും കോപ്പി പേസ്റ്റ് ചെയ്യാം. someone over there is calling you. We are going to work. Take care of yourself. സോ ഇത് കോപ്പി ചെയ്തിട്ട് test.txt പേസ്റ്റ് ചെയ്യാം. സോ ഇത് FTEL റൺ ചെയ്യുമ്പോൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ 7 എന്ന് കാണിക്കും. പ്രോഗ്രാം ഫിനിഷ്ഡ് ഇവിടെ 7 എന്ന് കാണിക്കുന്നത്. അത് സമ്മണിൻ്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്. സോ FTEL എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആൽഫബറ്റ്സ് കൗണ്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഞാൻ സമ്മൺ ഓവർ എന്നുള്ളത് ഒരു വേർഡായിട്ട് ഇത് ചെയ്താൽ സേവ് ചെയ്താലും വീണ്ടും റൺ ചെയ്ത് നോക്കുമ്പോൾ അത് ടോട്ടൽ 11 എന്ന് കാണിക്കും. സോ അത് ടോട്ടൽ സമ്മൺ ഓവർ എന്നുള്ളത് 1 വേർഡായിട്ട് കൗണ്ട് ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്ത് കാണിക്കും. സോ ഇതാണ് FTELൻ്റെ യൂസ്ഫുൾനെസ്. നെക്സ്റ്റ് പോയിന്റ് എന്നുള്ളത് fread. Third point, the fread function is the complementary of fwrite function. So freadum similar ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. fread function is commonly used to read binary data. It accepts the same arguments as fwrite function does. The syntax of fread function is as follows. Syntax size underscore t fread. Void star ptr size underscore t size underscore tn file star fp. So ഇത് അതിൻ്റെ സിൻടാക്സ് ആണ്. The ptr is the starting address. The ptr pointer is the starting address of the memory block where data will be stored after reading from the file. The function reads n items from the file where each item occupies the number of bytes specified in the second argument. On success, it reads n items from the file and returns n. On error or end of the file, it returns a number less than n. സോ ഇത് എന്താണെന്ന് വെച്ചാൽ ആ ഫയലിനെ ഓപ്പൺ ചെയ്ത് റീഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ഇതാണ്. n items from the file and returns n. On error or end of file, it returns a number less than n. Let us take some examples. Reading a float value from the file. So ഇത് അതിൻ്റെ ഡെഫിനിഷൻ ആണ്, സിൻടാക്സും ഡെഫിനിഷനാണ്.
So reading from the float value from the file. So in the syntax int value, fread ampersand address of value, size of int 1 comma file pointer. So this reads a float value from the file and stores it in the variable val. Example 2, reading an array from the file. So int array of 10, fread arr size of array 1 comma fp. This reads an array of 10 integers from the file and stores it in the variable arr. Next example, reading the first 5 elements of an array. Array of 10, fread arr size of int 5 fp. This reads 5 integers from the file and stores it in the variable array. Int arr of 10, fread arr size of int 5 fp. So this reads 5 integers from the file and stores it in the variable arr. So there are example program on fread function. So include stdio.h, stdlib.h, struct employee. So this structure നമ്മൾ name ഉണ്ട്. So ഇത് header files ആണ്. Next structure define ചെയ്തിരിക്കുകയാണ്, struct employee എന്നുള്ളത്. സോ അതിൽ വരുന്ന മെമ്പേഴ്സ് എന്നുള്ളത് നെയിമും ഡെസിഗ്നേഷൻ. ഇപ്പോൾ ഒരു സ്റ്റാഫിൻ്റെ പേര്, അത് കണക്ക് ഡെസിഗ്നേഷൻ, സ്റ്റാഫിൻ്റെ ഏജ്, സാലറി, അതൊരു എംപ്ലോയി ആണ്, സ്റ്റാഫ് ഓർ എംപ്ലോയി. സോ അത് സ്ട്രക്ചറിൽ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഇതാണ് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ പാർട്ട്. സോ എംപ്ലോയി എന്നുള്ളത് സ്ട്രക്ചറിൻ്റെ പേരാണ്. സോ നമ്മൾ ഒരു 1-2 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് റീഡ് ചെയ്യാൻ പറ്റും. ഇൻറ്റീജർ മെയിൻ ഓപ്പൺ ഫ്ലോർ ബ്രാക്കറ്റ് ഫയൽ സ്റ്റാർ fp pointer to file fp equal to fopen employee dot text rb. Next fp equal to null. Error print opening file exit 1. Printf testing fread testing fread function new line while fread and emp size of emp 1 comma fp equal to 1. Print name. So ഇത് നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ ഫയലിനകത്ത് പ്രിന്റ് ചെയ്യുന്നതാണ്. നെയിം, ഡെസിഗ്നേഷൻ, ഏജ്, സാലറി. ക്ലോസ് ബ്രാക്കറ്റ് ക്ലോസ് fp റിട്ടേൺ 0. സോ ഇത് ജസ്റ്റ് പ്രോഗ്രാം ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. ജസ്റ്റ് freadന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. നെക്സ്റ്റ് ഫ്രൈറ്റ് ആണ്. ഫ്രൈറ്റും സിമിലർ ആയിട്ട് തന്നെയാണ്. നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ആ ഫയലിലോട്ട് പ്രിൻ്റ് ആവും അല്ലെങ്കിൽ സേവ് ആവും. സോ ദ ഫ്രൈറ്റ് ഫംഗ്ഷൻ റൈറ്റ്സ് ദ ഡേറ്റ സ്പെസിഫൈഡ് ബൈ ദ void pointer to the file. The syntax is size underscore t frite constant void star ptr size underscore t size underscore t n comma file star fp. Pointer points to the block of memory which contains the data items to be written. So size, it specifies the number of bytes of each item to be written. N is the number of items to be written. fp, it is a pointer to the file where data items will be written. On success, it returns the count of number of items successfully written to the file. On error, it returns a number less than n. Notice that 2 arguments size and n and return value of frite are of type size underscore t, which on the most system is unsigned int. So ഇതിന് നമ്മൾ ചില എക്സാമ്പിൾസ് ഉണ്ട്. പോയിന്റർ ഇത് അത് കണക്ക് ഫ്രൈറ്റ് സൈസ് ഓഫ് ഇത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. വേരിയബിൾ ടു ഫയൽ റൈറ്റിംഗ് ആൻഡ് അറേ. സോ അറേ നമ്മൾ റൈറ്റ് ചെയ്യുന്നത് അതിൻ്റെ എക്സാമ്പിൾ. അത് കണക്ക്
array details ഫയലിനകത്ത് റൈറ്റ് ചെയ്യുന്നത്. സോ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാമ്പിൾ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഇത് ഹെഡർ ഫയൽസ് ആണ്, studio.h, സ്റ്റാൻഡേർഡ് library.h. പിന്നെ നേരത്തെ ചെയ്ത കണക്കിന് ഒരു എംപ്ലോയിയുടെ സ്ട്രക്ചറാണ്. സോ അതിൻ്റെ എംപ്ലോയിയുടെ നെയിം ഉണ്ട്, ഡെസിഗ്നേഷൻ ഉണ്ട്, ഏജ് ഉണ്ട്, സാലറി ഉണ്ട്. നെക്സ്റ്റ് മെയിൻ ഫംഗ്ഷൻ, ലിമിറ്റ് ഐ, ക്യാരക്ടർ ഇൻഡെക്സ് വേരിയബിൾ ക്യാരക്ടേഴ്സ്, ഫയൽ പോയിന്റർ. സോ employee.txt എന്നാണ് ഫയലിൻ്റെ പേര്. സോ നമ്മൾ റൈറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ പോകണം. സോ ഇത് ഓപ്പൺ ചെയ്തിട്ട് നോക്കും, ഫയൽ ഉണ്ടെങ്കിൽ ഫയൽ ഓപ്പൺ ചെയ്യും, ഇല്ലെങ്കിൽ നൾ ആണെങ്കിൽ എറർ ഓപ്പണിംഗ് ഫയൽ എന്ന് കാണിക്കും. എക്സിറ്റ് ചെയ്യും. നെക്സ്റ്റ് ടെസ്റ്റിംഗ് റൈറ്റ് ഫംഗ്ഷൻ, നമ്പർ ഓഫ് റെക്കോർഡ്സ് യു വോണ്ട് ടു എൻ്റർ. സോ നമ്മൾ എത്ര എംപ്ലോയീസിൻ്റെ റെക്കോർഡ്സ് എൻ്റർ ചെയ്യണം അത് റീഡ് ചെയ്യും. നെക്സ്റ്റ് ഇൻഡെക്സ് ഫോർ ലൂപ്പ്, ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയി. സോ നമ്മൾ ഫസ്റ്റ് എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്യും. സോ ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിളായി എഴുതിയാലും മതി. ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വലിയ പ്രോഗ്രാം എടുത്തതേ ഉള്ളൂ. എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ എല്ലാം നമ്മൾ എൻട്രി ചെയ്യണം. എൻട്രി ചെയ്ത് അതിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. സോ ഇതെല്ലാം ചെയ്തതിനു ശേഷം പ്രോഗ്രാം ഇവിടെ വെച്ച് എൻഡ് ആവും. സോ ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. സോ റൺ ചെയ്യുന്ന എൻ്റർ ദ നമ്പർ ഓഫ് റെക്കോർഡ്സ് യു വോണ്ട് ടു എൻ്റർ എന്ന് ചോദിക്കണം. സോ ഞാൻ 2 എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ 1 എന്ന് തന്നെ കൊടുക്കാം. 1 എന്ന് കൊടുക്കണം. നെയിം അനിൽ, ഡെസിഗ്നേഷൻ മാനേജർ, ഏജ് 45 years, സാലറി 50,000. സോ ഇത് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിൽസ് ഫയലിൽ നമ്പർ ഓഫ് ഐറ്റംസ് റിട്ടേൺ ടു ദ ഫയൽ 1. സോ ഇത് ഫയലിലോട്ട് കോപ്പി ആവും. സോ അനിൽ മാനേജർ. സോ ഈ ഡീറ്റെയിൽസ് ഇത് കണക്ക് ഫയലിലോട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും ത്രൂ പ്രോഗ്രാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഇത് വലിയ പ്രോഗ്രാമാണ്, സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം ട്രൈ ചെയ്താലും മതി. സോ നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് റിവൈൻഡ്. സോ റിവൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോയിന്റർ നമ്മൾ എൻഡ് ഓഫ് ദി ലൈൻ പോയിരുന്നാൽ, നമ്മൾ ഈ ഇതിൽ പോയിന്ററിൻ്റെ സ്പേസ് നമ്മൾ എൻഡിൽ പോയിരുന്നാൽ അത് നമ്മൾ ബിഗിനിങ് ഓഫ് ദി ഇതിൽ വരുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. In C library function void rewind file stream sets the file position to the beginning of the file of the given stream. Syntax void rewind file star fp. The rewind function takes the file pointer as argument. Example of rewind function: studio.h, corner.h, void main file pointer character c, clr scr, fopen file.text r, while f get fp end of file close moves the file pointer to the beginning of the file. So f get c end of file, f close get ch. So ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇത് റിവൈൻഡ് ഓപ്പറേഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ്. ഇത് ഡിലീറ്റ് ചെയ്യാം. ന്യൂ ഫയൽ test.txt. ജസ്റ്റ് ഒരു ഇത് ടൈപ്പ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം.
സോ ഫയൽ നെയിം റോങ് ആണ് ആക്ച്വലി. ഫയൽ ഡോട്ട് ടെക്സ്റ്റ് എന്നാണ്. റീനെയിം ചെയ്യാം. ഫയൽ ഡോട്ട് ടെക്സ്റ്റ്. വീണ്ടും റൺ ചെയ്യാം. സോ ഇത് ഫയലിനകത്തുള്ള ഡീറ്റെയിൽസ് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു, റീഡ് ചെയ്ത്. സോ അത് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. നെക്സ്റ്റ് റിവൈൻഡ്, ജസ്റ്റ് ഫംഗ്ഷൻ്റെ തുടക്കത്തിൽ വന്ന് നിൽക്കുക. ആക്ച്വലി അത് റിവൈൻഡ് ആയിട്ട് വന്ന് നിൽക്കേണ്ടതാണ്. സോ സിൻസിയർ എഫേർട്ട് എടുത്തിരിക്കുകയാണ് ഫുൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ വേണ്ടി. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ കോമൻറ്റ് ചെയ്യുക. ഇത് എല്ലാ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും ഹെൽപ്പ് ആവുന്ന പേപ്പറാണ്, കോമൺ ആയിട്ടുള്ള. നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ കോമൻറ്റ് ചെയ്യുക. താങ്ക് യു.